والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة. വേദിയിലുള്ള ബഹുമാന്യരായ അൻവർ സാർ, പ്രിയപ്പെട്ട സുഹൃത്ത് ഡോക്ടർ അബ്ദുൽ സലാം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധികളും വിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും, സുഖത്തിലും ദുഃഖത്തിലും, സന്തോഷത്തിലും സങ്കടങ്ങളിലും, ലാഭത്തിലും നഷ്ടത്തിലും, രോഗത്തിലും ആരോഗ്യത്തിലും, ജീവിതം കടന്നു പോകുന്ന ഏതേത് വഴികളിലും അള്ളാഹുവിന്റെ നിയമങ്ങൾ ചേർത്തു പിടിച്ചുകൊണ്ട് ജീവിക്കലാണ് യഥാർത്ഥ രക്ഷയുടെ മാർഗം എന്ന് മനസ്സിലാക്കി തഖ്വയോടുകൂടി ജീവിക്കുന്ന മുത്തഖികളായി തീരാൻ പരിശ്രമിക്കണമെന്ന് ഓരോരുത്തരെയും സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരൽ പരലോകത്ത് ഉപകരിക്കുന്ന ഒരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന ബർക്കത്തുള്ള ഒരു മജ്ലിസായി ഈ സദസ്സിനെ റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ. നാളെ സ്വർഗത്തിലെത്താൻ സഹായിക്കുന്ന ഹസനാത്തുകളിൽ അള്ളാഹു നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. കുടുംബ ബന്ധത്തിന്റെ മഹത്വത്തെക്കുറിച്ചും അതിന്റെ പവിത്രതയെക്കുറിച്ചും നാടുനീളെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ. എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ സദസ്സ് ഇത്രയും നല്ല ഒരു സദസ്സായി ഇവിടെ ഇരിക്കാനുള്ള ഒരു കാരണം നമ്മുടെ വിഷയത്തിന്റെ സവിശേഷതയാണ്. കുടുംബത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കുടുംബത്തിൽ നമുക്ക് ആർക്കും ഇന്ന് സാമ്പത്തികമായ വലിയ പരാധീനതകളൊന്നുമില്ല. എൻ്റെ മാതാപിതാക്കളൊക്കെ രാത്രി ഞങ്ങളൊക്കെ കിടന്നുറങ്ങി എന്ന് ബോധ്യമാകുമ്പോൾ ബാപ്പയും ഉമ്മയും സംസാരിക്കുന്ന സംസാരങ്ങളും ഇടയ്ക്ക് ഉമ്മയുടെ തേങ്ങലുകളും ബാപ്പയുടെ സമാധാനിപ്പിക്കലും ഒക്കെ കേൾക്കാറുണ്ടായിരുന്നു. ചെവിയോർത്താൽ മനസ്സിലാകും പിറ്റേ ദിവസത്തെ ഭക്ഷണത്തെക്കുറിച്ച് ഓർത്തോ, വരാനിരിക്കുന്ന പെരുന്നാളിന്റെ ഒരു കഷ്ണം കുപ്പായത്തെക്കുറിച്ച് ഓർത്തോ, സ്കൂളുകളിൽ പുസ്തകം വാങ്ങാൻ കാശില്ലാത്തത് കൊണ്ട് ടീച്ചറുടെ കയ്യിൽ നിന്നും അടി കിട്ടി എന്ന് പറഞ്ഞതിന്റെ സങ്കടത്തെക്കുറിച്ചോ ഒക്കെയായിരിക്കും അന്ന് മാതാപിതാക്കൾ രാത്രിയിൽ മക്കളറിയാതെ വ്യാകുലപ്പെടുന്നത്. ഇന്ന് നമുക്കാർക്കും അങ്ങനെ ഒരു ബേജാറേ ഇല്ല. അടുത്ത നേരം നമ്മുടെ മക്കൾക്ക് എന്താണ് ഭക്ഷണം കൊടുക്കുക എന്ന് ആവലാതിപ്പെടുന്ന ഒരൊറ്റ കുടുംബം എൻ്റെ മുമ്പിലില്ല. മറിച്ച് മക്കൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് മക്കളൊക്കെ വിളിച്ചു പറയും, ഉമ്മ ഞാൻ മന്തി കഴിച്ചിട്ടുണ്ട്, ബ്രോസ്റ്റ് കഴിച്ചിട്ടുണ്ട്, എനിക്ക് ചോറ് വേണ്ടട്ടോ എന്ന് പറയുമ്പോ പിറ്റേന്ന് രാവിലെ അടുക്കള ഭാഗത്തെ തെങ്ങിന്റെ ചുവട്ടിലേക്ക് തട്ടിക്കളയേണ്ടി വരുന്ന ഭക്ഷണത്തെ കുറിച്ച് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരാണ് എൻ്റെ മുമ്പിലെ ഉമ്മമാർ അധികവും. നമുക്ക് പ്രാരാബ്ധത്തെ കുറിച്ച് വലിയ വേവലാതിയൊന്നുമില്ല. പക്ഷെ നമ്മുടെ വേവലാതി ജീവനോളം സ്നേഹിച്ച് നമ്മൾ വളർത്തുന്ന നമ്മുടെ കുട്ടികൾ, നമ്മുടെ കുടുംബങ്ങൾ എവിടെയോ വെച്ച് നമ്മുടേതല്ലാതായി മാറുന്നു. നമ്മൾക്ക് ലഭിക്കേണ്ട സ്നേഹവും നമുക്ക് ലഭിക്കേണ്ട കരുതലും നമുക്ക് കിട്ടേണ്ട കാരുണ്യവും ഒക്കെ മറ്റെവിടേക്കോ അത് ഒഴുകി പോകുന്നു. മരിക്കുവോളം അവർ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ പോറ്റി വളർത്തിയ നമ്മുടെ കുടുംബങ്ങളൊക്കെ പാതി വഴിയിൽ നമ്മളെ വിട്ട് അവർ ഏതൊക്കെയോ വഴിയിലൂടെ നടന്നു പോകുന്നു. പരിഹാരങ്ങൾ ഒന്നും നമ്മുടെ മുമ്പിലില്ല, ആർക്കും നിർദ്ദേശിക്കാനില്ല. പ്രശ്നങ്ങൾ രൂക്ഷമാകുമ്പോൾ കൗൺസിലിങ്ങും സൈക്യാട്രിയും ഒക്കെ നമ്മുടെ മുമ്പിൽ ഔഷധങ്ങളായി മാറുന്നുണ്ടെങ്കിലും അവിടെയൊന്നും കൃത്യമായ പരിഹാരങ്ങൾ ലഭിക്കുന്നില്ല. അവിടെയാണ് ഇങ്ങനെ ഒരു വിഷയം, പവിത്രമായ കുടുംബ ബന്ധത്തെക്കുറിച്ച്, ശ്രേഷ്ഠമായ കുടുംബ ബന്ധങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. നേരത്തെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അബ്ദുൽ സലാം ഒരു കാര്യം സൂചിപ്പിച്ചത് നിങ്ങൾ ഓർമ്മയിലുണ്ടാവും. കുടുംബങ്ങൾ വേണ്ട എന്നൊരു കാലത്ത് വിളിച്ചു പറഞ്ഞ പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ കുടുംബത്തിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരു പുതിയ ആശയം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത്. കുടുംബം വേണ്ട. ഇപ്പൊ അങ്ങനെ
നമ്മൾ ആലോചിച്ചാൽ ഒരു 50 കൊല്ലത്തിന് ശേഷം നമ്മുടെ നാട്ടിൽ കുടുംബങ്ങൾ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകുമെന്ന് പറയാൻ സാധിക്കാത്ത ഒരു സാമൂഹിക അന്തരീക്ഷം. നമ്മുടെ നാട്ടിലെ കുടുംബ ബന്ധം എന്ന് പറയുന്നത് ഏറ്റവും വലിയ വംശനാശ ഭീഷണിയെ നേരിടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ജീവികൾക്കൊക്കെ വംശനാശ ഭീഷണി ഉണ്ടാവാറുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ കുടുംബം എന്ന സംവിധാനം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. 3 തെളിവുകൾ ഞാൻ പറയാം. ഒന്ന്, എന്റെ മാതാപിതാക്കൾ മരണപ്പെട്ടുപോയി. അള്ളാഹു നമ്മുടെ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. രോഗികളായി 2 പേരും ഏകദേശം ഒരേ സമയത്ത് രോഗികളായി. വീട്ടിലങ്ങനെ പലപ്പോഴും അവർ തനിച്ചാണ്, ഒറ്റക്കാണ്. കാരണം മക്കളൊക്കെ ഓരോ വഴിക്ക് ജോലി ആവശ്യമായിട്ട് പോകുമ്പോൾ പകൽ സമയത്തൊക്കെ ഉമ്മയും ബാപ്പയും മിക്കപ്പാറും വീട്ടിൽ ഒറ്റക്കാണ്. ഈ ഒറ്റക്കായിരിക്കുന്ന മാതാപിതാക്കള് അവര് വീടിന്റെ വരാന്തയിലേക്ക് കസേര ഇട്ടിരുന്ന് ആരെങ്കിലുമൊക്കെ വൈകുന്നേരം വരുന്നത് വരെ അവർ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ദീർഘമായ സംസാരം. എന്താണ് അവരുടെ സംസാര വിഷയം? ഗസയെ കുറിച്ചോ, അല്ലെങ്കിൽ യുക്രൈനെ കുറിച്ചോ, അല്ലെങ്കിൽ റഷ്യയെ കുറിച്ചോ, അമേരിക്കയെ കുറിച്ചോ, സ്വർണത്തിന്റെ വിലയെ കുറിച്ചോ, ഇതൊന്നും അവർക്ക് സംസാരിക്കാൻ അറിയില്ല. അവർ സംസാരിക്കുന്നത് അത്രയും കുടുംബങ്ങളെ കുറിച്ചാണ്. വിദൂരം എന്ന് പറഞ്ഞാൽ ദൂരം കൊണ്ടുള്ള വിദൂരമല്ല, ബന്ധങ്ങൾ കൊണ്ട് വിദൂരത്തുള്ള കുടുംബങ്ങളെ കുറിച്ച് പോലും അവർ ആധികാരികമായി സംസാരിക്കും. അവിടുത്തെ മക്കള്, പേരമക്കള്, കല്യാണം കഴിച്ച വീടുകള്, ആ വീട്ടിലെ അവസ്ഥ, രോഗികള്, മരിച്ചുപോയവര്, ഗൾഫിൽ പോയവര്, ജോലിക്ക് പോകുന്നവര്, എല്ലാവരെ കുറിച്ചും അവർക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകൾ. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ചിലപ്പോഴൊക്കെ ആ സംസാരത്തിൽ നമ്മൾ ഇടപെടാറുണ്ട്. അത് ആ കുടുംബക്കാര് നമ്മുടെ ആരാണ്? അപ്പൊ ഇങ്ങനെ പറയും, നമ്മുടെ ഉമ്മാന്റെ ജ്യേഷ്ഠത്തിന് കല്യാണം കഴിച്ച വീടിന്റെ, അങ്ങനെ ദീർഘമായ ഒരു വേരാണ് ആ ബന്ധത്തിലേക്ക് പോവുക. എന്നാലും ആ ബന്ധത്തെ കുറിച്ച് അവർക്ക് അറിവുണ്ട്. ആ ബന്ധങ്ങളുമായി അവർ ബന്ധപ്പെടാറുണ്ട്. അവിടുത്തെ ആളുകളെ അവർക്കറിയാം. ഒരു സത്യം ഞാൻ പറയട്ടെ, എന്റെ മാതാപിതാക്കൾക്ക് അറിയുമായിരുന്ന കുടുംബ ബന്ധത്തിന്റെ 10-1 പോലും എനിക്കറിയില്ല. സത്യമായിട്ടും എനിക്കറിയില്ല. ഞാൻ വിചാരിച്ചിരുന്നു, ഞങ്ങൾ മക്കളൊക്കെ വിചാരിച്ചിരുന്നു, മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരെ ഉപയോഗിച്ച് കുടുംബത്തിന്റെ ഒരു രേഖ ഉണ്ടാക്കണം. പക്ഷേ സാധിച്ചില്ല. അവർ നേരത്തെ പോയി. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞിരുന്ന, അവർ ആസ്വദിച്ചിരുന്ന, അവർ അനുഭവിച്ചിരുന്ന പല കുടുംബങ്ങളെ കുറിച്ചും എനിക്കറിയില്ല. എന്റെ പോലെ എന്റെ സഹോദരന്മാർക്കും അറിയില്ല. ബന്ധങ്ങൾ, അവർക്കറിയാവുന്ന ബന്ധത്തിന്റെ 10-1 പോലും നമുക്കറിയാത്ത അവസ്ഥ വന്നു. അല്ലേ? നമ്മളൊക്കെ പറയാറില്ലേ, ബാപ്പ ഉള്ള കാലത്ത് അവിടുന്നൊക്കെ ചില വിരുന്നുകാരൊക്കെ വരാറുണ്ടായിരുന്നു, ബാപ്പ അങ്ങോട്ട് പോകാറുണ്ടായിരുന്നു. ബാപ്പ മരിച്ചതിന് ശേഷം പിന്നെ ആരോട്ട് വന്നിട്ടില്ല, ഞങ്ങോട്ട് പോയിട്ടില്ല. അവരെ പോലെ ഉണ്ടാവോ, എവിടെയാണാവോ, ആരാണാവോ, നമുക്കൊരു വ്യക്തമായ ഒരു അറിവില്ല. അല്ലേ? അതെ. ഇനി അടുത്ത തലമുറയിലേക്ക് നോക്കൂ. നമ്മുടെ മക്കളോട് ഇപ്പൊ എന്റെ ബാപ്പാനെ കുറിച്ച് എനിക്കറിയാം, എന്റെ ബാപ്പാന്റെ ബാപ്പാനെ കുറിച്ച് എനിക്കറിയാം. ആ ബാപ്പാന്റെ ബാപ്പാനെ കുറിച്ചും ചില കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ ബാപ്പയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. എവിടെയായിരുന്നു, കുടുംബം എങ്ങനെയാണ്, എന്തായിരുന്നു ജോലി എന്നൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മക്കളോട് ചോദിച്ചു നോക്കൂ, നിങ്ങളുടെ ബാപ്പാന്റെ പേരെന്താ? നമ്മളെ പേരല്ലേ? കുട്ടി പറയും. അടുത്ത ചോദ്യം ചോദിച്ചു നോക്കൂ, ബാപ്പാന്റെ ബാപ്പാന്റെ പേര് എത്ര കുട്ടികൾക്ക് അറിയാം? കുട്ടികൾ പറയും, ബാപ്പാന്റെ ബാപ്പ എന്ന് പറഞ്ഞാൽ പപ്പയല്ലേ? പപ്പാന്റെ പേര് പപ്പ തന്നെ. പപ്പാക്ക് പറഞ്ഞ പേരാ പപ്പ. ആ പപ്പാന്റെ അപ്പാനെ കുറിച്ച് ചോദിച്ചു നോക്കി, പപ്പാന്റെ പപ്പാക്ക് പറയില്ല. പപ്പാക്ക് പെണ്ണ് ഞങ്ങൾ കാണണ്ടേ? പപ്പാക്ക് പെണ്ണില്ല. അതായത് നമ്മുടെ മക്കളുടെ കുടുംബത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് നമുക്കറിയാവുന്ന ബന്ധത്തിന്റെ വീണ്ടും 10-1 ചുരുങ്ങുമ്പോൾ അടുത്ത ഒരു തലമുറക്ക് കുടുംബത്തെ കുറിച്ച് എന്ത് വിവരമാണ് ഉണ്ടാവുക? അവർക്ക് എന്താണ് അറിയാം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രവാചകന്റെ അടുത്ത് വന്ന ഒരാൾ ചോദിക്കട്ടെ, എന്റെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്, ആ മാതാപിതാക്കൾക്ക് വേണ്ടി ഇനി എനിക്ക് എന്താ ചെയ്യാനുള്ളത്? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ വല്ലതും ചെയ്യേണ്ടതുണ്ടോ? റസൂൽ പറഞ്ഞു, തീർച്ചയായും ഉണ്ട്. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ആ മാതാപിതാക്കൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. എപ്പോഴും നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി കൈ ഉയർത്തുന്നുണ്ടോ
ആ കൈകൾ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ താഴ്ത്തരുത്. ചിലപ്പോ നമ്മള് ചില ചെറുപ്പക്കാരൊക്കെ പറയാറുണ്ട്, ഞാൻ ഗൾഫിക്ക് പോകുമ്പോ ഉമ്മാന്റെ കബറിന്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചാണ് പോരല്, പിന്നെ തിരിച്ചു ചെല്ലുമ്പോ ഉമ്മാന്റെ കബറിന്റെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിക്കലുണ്ട്. ഓരോ പ്രാർത്ഥന അവിടെ നിൽക്കും. പ്രാർത്ഥിക്കാൻ കബറുകൾ തേടി പോകേണ്ടതില്ല. നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവരുടെ കബറിന്റെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിക്കണമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. എവിടുന്ന് പ്രാർത്ഥിക്കാം, എപ്പോഴും പ്രാർത്ഥിക്കണം അല്ലെ? പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ഒന്ന്. രണ്ട്, മരണപ്പെട്ട മാതാപിതാക്കളോടുള്ള നമ്മുടെ രണ്ടാമത്തെ കടമ എന്താ? പ്രവാചകൻ പഠിപ്പിച്ചത്, അവരിലൂടെ നിലനിന്നിരുന്ന കുടുംബ ബന്ധങ്ങളെ നീ ചേർത്തു പിടിക്കണം. ബാപ്പാന്റെ കാലത്തുണ്ടായിരുന്ന ബന്ധങ്ങൾ, ഉമ്മാന്റെ കാലത്തുണ്ടായിരുന്ന ബന്ധങ്ങൾ, ബാപ്പ കൊണ്ടു നടന്നിരുന്ന ബന്ധങ്ങൾ, ഉമ്മ കൊണ്ടു നടന്നിരുന്ന ബന്ധങ്ങൾ, ആ ബന്ധങ്ങളെ അവരുടെ മരണശേഷം നമ്മൾ ചേർത്ത് പിടിക്കണം. നമ്മൾ ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴേ എവിടുന്ന കുട്ടിയേക്ക് വരുന്നത്? ഞാന് മുണ്ടേരിത്തെ കുഞ്ഞാന്റെ മകനാണ്. ആ കുഞ്ഞാന്റെ മകനല്ലേ, എത്ര കണ്ടതാ എന്നൊക്കെ. ഓ ബാപ്പ നല്ല മനുഷ്യനായിട്ടോ, അല്ല ബാപ്പാക്ക് പുറത്തു കൊടുക്കട്ടെ. പോരെ, ആ ഒരു പ്രാർത്ഥന പോരെ? അതിന്റെ മേലെ ഏത് പ്രാർത്ഥന ദുന്യാവിന് കിട്ടാണ്ട് നമുക്ക് അല്ലേ? അപ്പൊ മാതാപിതാക്കൾ നിലനിർത്തിയിരുന്ന ബന്ധങ്ങൾ ഉണ്ടല്ലോ, ആ ബന്ധങ്ങൾ അവരുടെ കാലശേഷം മക്കൾ നിലനിർത്തണം. എന്തായാലോ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ. 1500 കൊല്ലം മുമ്പ് ജീവിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അന്ന് ഇലക്ട്രോണിക്കൽ സംവിധാനങ്ങളൊന്നുമില്ല, രേഖകളില്ല, പുസ്തകങ്ങളോ പേനകൾ പോലും ഇല്ല, എഴുതാനും വായിക്കാനും പോലും അറിയിക്കില്ല. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്ര ബാപ്പാനെ കുറിച്ച് നമുക്കറിയാം. അബ്ദുള്ള, അബ്ദുൽ മുത്തലിബ്, അബ്ദു മനാഫ്, അവരുടെ വാപ്പ 20 ചുരുങ്ങിയതറിയില്ലേ? 20 പോയിട്ട് 2 ഒരു വാപ്പാന്റെ പേരെങ്കിലും പറയാനുള്ള അറിവും അതിനുള്ള ആഴവും നമ്മുടെ ബന്ധങ്ങൾക്ക് എന്തേ ഇല്ലാതെ പോയത്? ഞാൻ പറഞ്ഞത്, കുടുംബ ബന്ധങ്ങൾ അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വംശനാശ ഭീഷണി നേരിടുന്നു എന്നതിന്റെ ഒന്നാമത്തെ കാരണമാണ് ഈ പറഞ്ഞത്. നിങ്ങൾക്ക് ചിന്തിക്കാം, നിങ്ങൾക്ക് വിട്ടുതന്നു, സമയത്തിന്റെ കുറവുണ്ട്. രണ്ടാമത്തേത്, കുടുംബമായി ജീവിക്കുന്നവരിൽ തന്നെ ബന്ധത്തിന്റെ മഹത്വം പലർക്കും അറിയില്ല. ജ്യേഷ്ഠനും അനുജനും തെറ്റിയിട്ടുണ്ട്, ബാപ്പയും മകളും തെറ്റിയിട്ടുണ്ട്, ഉമ്മയും മകനും തെറ്റിയിട്ടുണ്ട്, ജ്യേഷ്ഠന്റെ ഭാര്യയും അനുജന്റെ ഭാര്യയും തെറ്റിയിട്ടുണ്ട്, എളാപ്പയുടെ മൂത്താപ്പയുടെ മക്കൾ പരസ്പരം തെറ്റിയിട്ടുണ്ട്, അമ്മാവനോട് തെറ്റിയിട്ടുണ്ട്, അമ്മായിയോട് തെറ്റിയിട്ടുണ്ട്. അഥവാ പരസ്പരം കണ്ടാൽ മുഖം കൊടുക്കാത്ത, നോക്കാത്ത, സലാം പറയാത്ത, പറഞ്ഞാൽ മടക്കാത്ത, വിളിക്കാത്ത, വിളിച്ചാൽ സ്വീകരിക്കാത്ത, രോഗമായാൽ പോലും സന്ദർശിക്കാത്ത, മരിച്ചാൽ പോലും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാത്ത വിധം ബന്ധങ്ങൾ ശിഥിലമായി കൊണ്ടിരിക്കുന്നു. ഒരു വീട്ടിൽ ഒരുമിച്ച് ജീവിക്കുന്നവർ തന്നെ പരസ്പരം മിണ്ടാറില്ല. ഞാനൊരു അത്ഭുതകരമായ സംഗതി പറയട്ടെ. ഞാനൊരു വീട്ടിന്റെ അവസ്ഥ കേട്ടത്, ആ വീട്ടിലെ ബാപ്പയും ഉമ്മയും തമ്മിൽ മിണ്ടിയിട്ട് 25 കൊല്ലമായി. ആ ബാപ്പയുടെ എല്ലാ കാര്യങ്ങളും ഉമ്മയാണ് ചെയ്തു കൊടുക്കുന്നത്, ഉമ്മക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ബാപ്പയാണ് ചെയ്യുന്നത്. പുറത്തൊരു കുഴപ്പമില്ല. പക്ഷെ മകൻ എന്നോട് പറഞ്ഞത്, ഉസ്താദേ, ഉമ്മയും ബാപ്പയും തമ്മിൽ സംസാരിച്ചിട്ട് 25 കൊല്ലമായി. ഏതോ ഒരു സമയത്ത് വീട്ടിലേക്ക് കടന്നു വന്നപ്പോ കാണാൻ പാടില്ലാത്ത ഒരാളെ വീട്ടിൽ കണ്ടതിന്റെ പേരിൽ ബാപ്പയും ഉമ്മയും തെറ്റിയതാണ്. ആ തെറ്റിന് 25 കൊല്ലം കഴിഞ്ഞു, അവർ മിണ്ടാറില്ല. ജ്യേഷ്ഠാനുജന്മാർ തെറ്റിയിട്ടുണ്ട്. എന്താ കാരണം? കൊച്ചുമക്കൾ പരസ്പരം അടികൂടിയതിന്റെ പേരിൽ, ഭാര്യമാർ പരസ്പരം സംസാരിച്ചതിന്റെ പേരിൽ അവർ തെറ്റിയിരിക്കുന്നു. മിണ്ടാറില്ല. കാലങ്ങളായിട്ട് ഒരു വീട്ടിലാണ് ഭക്ഷണം കഴിക്കുന്നത്, ഒരു ഡൈനിങ് ടേബിളിൽ നിന്നാണ് ചോറ് കഴിക്കുന്നത്, ഒരു വാതിലൂടെയാണ് അകത്തേക്കും പുറത്തേക്കും പോകുന്നത്. പക്ഷെ അവർ മിണ്ടാറില്ല അല്ലേ? ബന്ധങ്ങളുടെ മഹത്വം ആളുകൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നമ്മളൊക്കെ മനസ്സിലാക്കി വെക്കണം. കുടുംബം എന്ന സംവിധാനം നമ്മൾ ഉണ്ടാക്കിയതല്ല. പഞ്ചായത്ത് ഉണ്ടാക്കി. ഇപ്പൊ നമ്മൾ പഞ്ചായത്ത് ഉണ്ടാക്കി, വാർഡുകൾ രൂപീകരിച്ചു, വാർഡുകൾ പുനഃക്രമീകരിച്ചു, അങ്ങനെ ബാഹ്യമായ ഒരുപാട് ഏർപ്പാടുകൾ നമ്മളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ കുടുംബം എന്ന സംവിധാനം നമ്മൾ ഉണ്ടാക്കിയതല്ല. ആണോ? എന്റെ കുടുംബത്തെ ഞാനാണോ ഉണ്ടാക്കിയത്? എന്റെ ബാപ്പ ഇന്നയാളാവട്ടെ, എന്റെ ഉമ്മ ഇന്നയാളാവട്ടെ, എന്റെ ജ്യേഷ്ഠൻ ഇന്നയാളാവട്ടെ, എന്റെ അനുജൻ ഇന്നയാളാവട്ടെ, എന്റെ അമ്മാവ് ഇന്നയാളാവട്ടെ, ഞാനാ തീരുമാനിച്ചത്? അല്ലല്ലോ.
ഞാൻ ഈ ഭൂമിയിൽ ജനിക്കുന്നതിന്റെ 35 വർഷം മുമ്പ് എന്റെ ബാപ്പ ഈ ലോകത്ത് വന്നിട്ടുണ്ട് ഇല്ലേ? എന്റെ ബാപ്പ ഞാൻ ജനിക്കുന്നതിന്റെ 35 കൊല്ലം മുമ്പ് എന്റെ ബാപ്പ ഈ ലോകത്ത് വന്ന്, ഞാൻ ജനിക്കുന്നതിന്റെ 10-20 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ഉമ്മ ഈ ലോകത്ത് വന്ന്, ഞാൻ ജനിക്കുന്നതിന്റെ 2 വർഷം മുമ്പ് എന്റെ സഹോദരി ഈ ലോകത്ത് വന്ന്, എന്റെ അമ്മാവനും അമ്മായും ഒക്കെ. ഞാൻ ജനിക്കും മുമ്പേ എന്റെ കുടുംബം ഈ ലോകത്ത് റെഡിയാ. ഞാൻ ഈ കുടുംബത്തിലേക്ക് വന്നിട്ട് ചേർന്നതാ. എന്റെ ഇഷ്ടപ്രകാരം ചേർന്നല്ല, എന്നെ ചേർത്തതാ. ആരാ ചേർത്തത്? എന്റെ സൃഷ്ടാവാ എന്നെ എന്റെ കുടുംബത്തിലേക്ക് ചേർത്തത്. എനിക്ക് ഇഷ്ടപ്പെട്ട ആളുകളെയൊക്കെ എന്റെ കുടുംബത്തിലെ അംഗങ്ങളാക്കാൻ. ഇപ്പൊ 18 വയസ്സായ ഒരാൾക്ക് അവനവന്റെ കുടുംബത്തെ തെരഞ്ഞെടുക്കാൻ അധികാരമുണ്ട് എന്നൊരു നിയമമുണ്ടെങ്കിൽ MA യൂസുഫലിനെ ഞാൻ എന്റെ അമ്മോനായിട്ട് തെരഞ്ഞെടുക്കൂലേ? പക്ഷെ അത് പറ്റിയില്ലല്ലോ. എന്റെ അമ്മ വേറെ അമ്മോനാണ് ഞാനൊന്ന് നിശ്ചയിച്ചത്. അത് പടച്ച റബ്ബാണ് നിശ്ചയിച്ചത്. അപ്പോ ആദ്യം നമ്മൾ മനസ്സിലാക്കുക, കുടുംബം എന്ന സംവിധാനം മനുഷ്യർക്ക് വേണ്ടി അല്ലാഹു തആല സൃഷ്ടിച്ച സംവിധാനമാണ്. ലോകത്തിലെ ഒന്നാമത്തെ മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് വരുന്നത് നമ്മുടെ വിശ്വാസപ്രകാരം കുടുംബമായിട്ടാണ്. ഭാര്യയും ഭർത്താവും അല്ലേ? ആദമും ഹവ്വയും അല്ലേ ഈ ഭൂമിയിലേക്ക് വന്നത്? അവരെ അല്ലാഹു ഒരു കുടുംബമായിട്ടാണ് ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്. പിന്നീട് അങ്ങോട്ടുള്ള മനുഷ്യ ചരിത്രത്തിലുടനീളം ഈ കുടുംബത്തിന്റെ യാത്രയുണ്ട്. മനുഷ്യർ ഇന്നോളം നേടിയ മുഴുവൻ പുരോഗതിയും മുഴുവൻ അഭിവൃദ്ധിയും മുഴുവൻ വളർച്ചയും കുടുംബത്തിന്റെ തണലിലാണ്. നമ്മുടെയൊക്കെ പുതിയ തലമുറയിലെ ചില കുട്ടികളൊക്കെ പറയാറുണ്ട്, എനിക്കാരും സപ്പോർട്ട് വേണ്ട, എനിക്കൊരാളും സഹായം വേണ്ട, ഞാൻ ഒറ്റക്ക് ജീവിച്ചോളും എന്ന് പറയുന്ന ആൾക്കാരില്ലേ. ഒറ്റക്ക് ജീവിക്കാൻ ഈ ലോകത്ത് മനുഷ്യന് പറ്റുമോ? മനുഷ്യനല്ലാത്ത വേറെ ഏത് ജീവിക്കും ഈ ലോകത്ത് ഒറ്റക്ക് ജീവിക്കാൻ പറ്റും? അമേരിക്കയിൽ നിന്ന് ഒരു നായക്കുട്ടിയെ കൊണ്ടുവന്ന് ഈ വീടിന്റെ മുറ്റത്തെ പെട്ടിയിലിട്ടാല് മരിക്കുവോളം ആ നായക്കുട്ടിക്ക് ജീവിക്കാൻ പറ്റും. സങ്കടങ്ങളില്ലാതെ നിരാശകളില്ലാതെ അത് ജീവിക്കും. അങ്ങനെ ജീവിക്കാൻ മനുഷ്യനെ കൊണ്ട് പറ്റുമോ? ഈ പോകുന്ന വഴിയിൽ എന്റെ ബൈക്ക് ഒരു നായയുമായി കൂട്ടിമുട്ടി, ഞാനും ബൈക്കും നായയും വീണ് എന്റെ കാലിന്റെ എല്ല് പൊട്ടി, നായന്റെ കാലിന്റെ എല്ലും പൊട്ടിയാലേ എന്നെ നിങ്ങൾ 5-6 ആൾ കൂടി എത്ര പ്രയാസപ്പെട്ട് തൂക്കിയെടുത്ത് ആംബുലൻസ് വിളിച്ച് ഒരു സർജനുള്ള ഓപ്പറേഷൻ തിയേറ്ററുള്ള ആശുപത്രിയിലെത്തിച്ച് സ്കാൻ ചെയ്ത് എക്സ്റേ എടുത്ത് എന്റെ പൊട്ടിയ കാലിന് കമ്പിയിട്ട് അതിനാണിയിട്ട് പ്ലാസ്റ്റർ കൊണ്ട് പൊതിഞ്ഞ് 6 മാസം അനങ്ങാൻ പറ്റാതെ പിന്നെ 2 കൊല്ലം സ്ട്രക്ചറിൽ എന്തൊക്കെ അടങ്ങാറല്ലേ? പിന്നെ ആ 2 കാലുമേ ഒന്ന് ഞൊണ്ടാതെ ഞാൻ നടക്കണമെങ്കിൽ ഞാൻ എത്ര കാലം കാത്തിരിക്കണം? മൂത്രത്തിന് പൈപ്പ്, ഭക്ഷണം കഴിക്കാൻ 10 ആളുകൾ കോരിത്തരാൻ, താങ്ങിയെടുക്കാൻ 4 ആള്, എന്തൊക്കെ അല്ലേ? എന്നാൽ ഇന്റെ ബൈക്ക് തട്ടിയിട്ട് കാല് മുറിഞ്ഞ ഒരു പട്ടി അവിടെ കിടന്നില്ല. അതിനെന്താ സംഭവിച്ചത്? മെയ് 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 ഒറ്റ ഓട്ട. 15ാമത്തെ ദിവസം ആ പട്ടി ഇവിടെ വരുമ്പോ അതിന്റെ കാലിന് ഒരു കേടുണ്ടാവില്ല. പ്ലാസ്റ്റർ ഇട്ടിട്ടില്ല, കമ്പി ഇട്ടിട്ടില്ല, നട്ടും ബോൾട്ടും ഇട്ടിട്ടില്ല, സർജനെ കണ്ടിട്ടില്ല, ഓർത്തോയെ തേടി പോയിട്ടില്ല, ഒന്നുമില്ല. ആ നായന്റെ കാല് പൊട്ടിയത് കൊണ്ട് മൂത്രത്തിന് പൈപ്പ് ഇട്ടിട്ടില്ല, കഞ്ഞി ജ്യൂസ് അടിച്ചു കൊടുത്തിട്ടില്ല, വായിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടില്ല, ഒന്നുമില്ല. കൂടായി ജീവിച്ചു പോയി. നായ അങ്ങനെയാ. അള്ളാഹ് അങ്ങനെ ശ്രദ്ധിച്ചേ. ആ നായക്ക് ഒറ്റക്ക് ജീവിക്കാം, എനിക്ക് ഒറ്റക്ക് ജീവിക്കാൻ പറ്റൂല. ഇന്ന് എനിക്ക് ജീവിക്കണമെങ്കിലേ എന്റെ ചുറ്റുഭാഗത്തുനിന്ന് ഒരുപാട് സപ്പോർട്ട് വേണം. നമ്മുടെ പുതിയ തലമുറയുടെ മക്കളൊക്കെ ആരൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാ. കുടുംബത്തിന്റെ ബന്ധനങ്ങൾ അത് അസ്വാതന്ത്ര്യത്തിന്റെ അടയാളങ്ങളാ. അത് പൊട്ടിച്ച് പുറത്തു വന്നാൽ ഒറ്റക്ക് ജീവിക്കുന്ന ലോകമാണ് മനോഹരമായ സ്വാതന്ത്ര്യത്തിന്റെ ലോകമെന്ന് നമ്മുടെ മക്കളെ പറഞ്ഞ് പഠിപ്പിച്ചതേ അവരെ ചൂഷണം ചെയ്യാനാ. ലൈംഗികമായി ലഹരിയുടെ ലോകത്തേക്ക് ആ മക്കളെ ആരും എതിർക്കാതെ പിടിച്ചുകൊണ്ടാകാനുള്ള തന്ത്രമാണ് കുടുംബത്തിന്റെ വേലിക്കുള്ളിൽ നിന്ന് ആ മക്കളെ പുറത്തേക്ക് എടുത്തിട്ടത്. അതുകൊണ്ട് നമ്മളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കുടുംബത്തിന്റെ മഹത്വം. ഞാൻ പറയാം, അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ പ്രവാചകന്റെ നാവിലൂടെ നമ്മളെ പഠിപ്പിച്ച ഒരു പരമാർത്ഥമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒന്നാമത്തെ മനുഷ്യൻ ലോകത്തിലെത്തും മുമ്പ്, അഥവാ ആദം നബി ലോകത്തിലെത്തും മുമ്പ്, ഈ ലോകത്ത് ഭൂമിയിൽ മനുഷ്യർക്ക് ജീവിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ റബ്ബൊരുക്കാണ്. മണ്ണും മഴയും വെള്ളവും ഊഷ്മാവും വായുവും മരങ്ങളും ചെടികളും, അങ്ങനെ ഒരു ജീവിതം നിലനിൽക്കാൻ ഒരു ഗോളത്തിൽ എന്തൊക്കെ വേണോ ആ വസ്തുക്കളൊക്കെ അല്ലാഹു ഭൂഗോളത്തിൽ സംവിധാനിച്ചു. അവിടുത്തെ ചൂട്, അവിടുത്തെ തണുപ്പ്, ഊഷ്മാവ്, ജലാംശത്തിന്റെ അളവ്, അവിടുത്തെ വായുവിന്റെ ഓക്സിജന്റെ സാന്നിധ്യം ഒക്കെ അല്ലാഹു ഈ ലോകത്ത് ക്രമീകരിച്ചു. ആ ക്രമീകരിച്ച കൂട്ടത്തിൽ അല്ലാഹു ചില വ്യവസ്ഥിതികളും ഈ ലോകത്ത് ക്രമീകരിച്ചു. ആ വ്യവസ്ഥിതികൾ ലോകത്ത് നിലനിൽക്കണം. അത് നിലനിർത്തേണ്ടത് മനുഷ്യന്റെ കടമയാണ്. ആ വ്യവസ്ഥിതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥിതിയാണ് മനുഷ്യൻ കുടുംബമായിട്ടാണ് ജീവിക്കേണ്ടത് എന്നത്.
അള്ളാഹു നിശ്ചയിച്ചതാണ്. മനുഷ്യൻ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ആ മനുഷ്യന്റെ ജീവിതത്തിന് ആവശ്യമായ ചട്ടക്കൂട് സൃഷ്ടിച്ചപ്പോ റബ്ബ് സൃഷ്ടിച്ച ഒന്നാമത്തെ ചട്ടക്കൂടാണ് മനുഷ്യന് കുടുംബമായിട്ട് ജീവിക്കണം, ഒറ്റക്ക് ജീവിക്കാൻ പാടില്ല. അങ്ങനെ മനുഷ്യൻ കുടുംബമായിട്ട് ജീവിക്കണം എന്ന് അള്ളാഹു തആല നിശ്ചയിച്ചപ്പോൾ അവിടെ അള്ളാഹിനോട് ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താ ചോദ്യം എന്നറിയോ? അള്ളാഹുവേ, ഈ കുടുംബമായിട്ട് ജീവിക്കുക എന്നത് അത്ര എളുപ്പമുള്ള സംഗതിയല്ല. അതുകൊണ്ട് മനുഷ്യൻ ഈ കുടുംബമായി ജീവിക്കുക എന്ന അള്ളാഹുവിന്റെ കൽപ്പന മനുഷ്യൻ ഏറ്റെടുക്കുവോ, ഓനും സ്വീകരിക്കുവോ, അതിന് തയ്യാറാവോ? ഒരു സ്കൂളിൽ എല്ലാ കുട്ടികളും നല്ല കളർഫുൾ ആയിട്ട് വളരെ ഭംഗിയുള്ള വസ്ത്രക്കെട്ട് വരുന്ന ഒരു സ്കൂളിൽ ഒരിക്കൽ ഹെഡ്മാഷ് പറഞ്ഞു. എന്താ പറഞ്ഞാലോ? ഹെഡ്മാഷ് പറഞ്ഞത്, പിന്നെ നാളെ മുതൽ അല്ലെങ്കിൽ അടുത്ത ആഴ്ച മുതൽ നമുക്ക് എല്ലാ പിന്നെ കുട്ടികളും യൂണിഫോം ഇട്ട് വരണം. എന്ത്? അവിടുത്തെ ഹെഡ്മാഷ് പറഞ്ഞാല് സഹാധ്യാപകർ ചോദിക്കും, അല്ല സാറേ, ഇങ്ങനെ പലജാതി കുപ്പായക്കെട്ട് വന്ന് ശീലായ കുട്ടികൾ അവരോട് യൂണിഫോം ഇട്ട് വരണം എന്ന് പറഞ്ഞാല് അവരെങ്ങനെ വരുമോ? അതിന് വല്ല ഏർപ്പാടും ആക്കിയിട്ടുണ്ടോ? ഹെഡ്മാഷ് പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു പുതിയ നിയമം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. യൂണിഫോം ഇട്ട് വരാത്ത ഒരൊറ്റ കുട്ടിനും സ്കൂളിന്റെ ഉള്ളുകൾ കയറ്റില്ല. അപ്പൊ എല്ലാവർക്കും വരും. അതുപോലെ റബ്ബിനോടൊരു ചോദ്യം, കുടുംബം ബന്ധം നിലനിർത്തണം, പാലിക്കണം എന്ന കൽപ്പന മനുഷ്യൻ പാലിക്കാൻ നീ എന്തെങ്കിലും സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടോ? അപ്പൊ അള്ളാഹുവിന്റെ മറുപടി ഉണ്ട്. എന്താണ്? ഞാൻ നിശ്ചയിച്ചു കൊടുത്ത കുടുംബ ബന്ധം അതാരാണോ പുലർത്തിക്കൊണ്ടുപോകുന്നത് അവരോട് മാത്രമേ എനിക്ക് ബന്ധമുണ്ടാവുകയുള്ളൂ. എന്റെ കാരുണ്യം, എന്റെ ദയ, എന്റെ അനുഗ്രഹങ്ങൾ, എന്റെ സ്വർഗം അത് അവർക്ക് മാത്രം. ഞാൻ നിശ്ചയിച്ച കുടുംബ ബന്ധങ്ങൾ ആരാണോ മുറിച്ചു കളയുന്നത് അവരുമായിട്ട് എനിക്ക് ഒരു ബന്ധം ഉണ്ടാവില്ല. എന്റെ ജീവിതത്തെ പിന്നെ കാരുണ്യത്തിന്, എന്റെ ദയവിന്, അതുപോലെ ഞാൻ എന്നിൽ നിന്ന് അവർ പ്രതീക്ഷിക്കേണ്ട ആ സ്വർഗത്തിന് പോലും അവർ അവകാശികളാവുകയില്ല എന്ന് അള്ളാഹു അവിടെ പഠിപ്പിക്കാൻ. എന്താ പഠിപ്പിച്ചേ? കുടുംബ ബന്ധം ചേർക്കുന്നവരാരോ അവരോട് മാത്രമേ അള്ളാഹുവിന് ബന്ധമുണ്ടാവൂ. കുടുംബ ബന്ധങ്ങൾ മുറിച്ചു കളഞ്ഞവരാരോ അവരുമായി റബ്ബിന് ബന്ധം ഉണ്ടാവൂല. എന്നിട്ട് ഈ കുടുംബ ബന്ധം എന്ന സംവിധാനത്തെ അള്ളാഹു സ്ഥാപിച്ചത് എവിടെയാണ്? അള്ളാഹുവിന്റെ അർശിൽ. അർശെന്നാൽ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് ആ കുടുംബ ബന്ധത്തെ സ്ഥാപിച്ചു. ആ കുടുംബ ബന്ധം റഹ്മൻ അറബി പറയാം. അതിന് മറ്റൊരു അർത്ഥം എന്താ പറയുക? ഗർഭാശയം. അത്രമാത്രം ബന്ധപ്പെട്ടതാണ്. ആ കുടുംബ ബന്ധം എപ്പോഴും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആരാണോ ഞാനുമായി ബന്ധം ചേർക്കുന്നത് അവരോട് അള്ളാഹു ബന്ധം ചേർക്കും. ഞാനുമായുള്ള ബന്ധം ആര് മുറിച്ചു കളയുന്നോ അവരുമായുള്ള ബന്ധം അള്ളാഹു മുറിച്ചു കളയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്ക് കൂടി ശ്രദ്ധിക്കുക. ലാ യദ്ഖുലുൽ ജന്ന ഖാത്തിഉ റഹ്മി. കുടുംബ ബന്ധം മുറിച്ചു കളഞ്ഞവൻ എന്ന് പറഞ്ഞാൽ ഞാൻ ബന്ധം പുലർത്തേണ്ട, അള്ളാഹു എനിക്ക് ബന്ധമുണ്ടാക്കി തന്ന ഒരാളുമായുള്ള ബന്ധം ഞാൻ മുറിച്ചാൽ, അയാളോട് മിണ്ടാതെ സംസാരിക്കാതെ വെറുപ്പോടുകൂടി ഞാൻ ജീവിച്ചാൽ ലാ യദ്ഖുലുൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കൂല. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായാലും സ്വർഗം കിട്ടണം. ആ സ്വർഗം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ കഷ്ടപ്പാടൊക്കെ കഷ്ടപ്പെടുന്നത്. പക്ഷേ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും ശരി, നമ്മുടെ ബന്ധങ്ങളിൽ മുറിഞ്ഞു കിടക്കുന്ന കണ്ണികളുണ്ടോ നമുക്ക് സ്വർഗത്തിലെത്താൻ കഴിയില്ല. അപ്പൊ നമുക്ക് സ്വാഭാവിക സംശയം, അതെന്താ അങ്ങനെ പറഞ്ഞു ഉസ്താദ്? ഞങ്ങൾ നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് നോൽക്കുന്നുണ്ട്, ഹജ്ജ് 2-3 ചെയ്തിട്ടുണ്ട്, ഉംറയ്ക്ക് എല്ലാ കൊല്ലം പോകാറുണ്ട്, പാവപ്പെട്ടവർക്ക് വീടുണ്ട്, പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നുണ്ട്, രോഗികളെ സഹായിക്കുന്നുണ്ട്, പാലിയേറ്റീവായിട്ട് ഭയങ്കര ബന്ധമുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും ഞാൻ എന്റെ എളാപ്പാനോട് തെറ്റി എന്ന കാരണം കൊണ്ട് എനിക്കെങ്ങനെ സ്വർഗം നഷ്ടപ്പെടുമോ? അതെങ്ങനെ മനസ്സിലായില്ല? അതെ, അത് പ്രവാചകൻ മനസ്സിലാക്കി തരാണ്. കേട്ടോളി, ഞാനത് ചുരുക്കി പറയാട്ടോ, സമയത്തിന്റെ കുറവുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നേ, ഓരോ മനുഷ്യന്മാരും ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, നമ്മൾ ഇന്ന് നേരം വെച്ചിട്ട് എത്രമാനം നല്ല കാര്യം ചെയ്തില്ലേ? സുബൈ മുതൽ കുറെ ചെയ്തില്ലേ? ആ നല്ല കാര്യങ്ങളൊക്കെ മലക്കുകൾ ശേഖരിച്ചു വെക്കുന്ന, ആ ശേഖരിക്കുന്ന നന്മകൾ എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും മലക്കുകൾ അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് നോൽക്കാനുള്ള പല കാരണങ്ങളിൽ ഒരു കാരണം ഇതാണ്.
ഈ നന്മകൾ ശേഖരിക്കുന്ന മലക്കുകൾ ആ നന്മകളുമായി റബ്ബിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ റബ്ബ് ചോദിക്കത്രേ, നിങ്ങൾ പോരുമ്പോൾ എന്റെ അടിമ എന്ത് ചെയ്യുന്നു? അള്ളാഹ് അറിയിട്ടല്ല, അള്ളാഹ് ഒരു ചോദ്യം, നിങ്ങൾ പോരുമ്പോൾ എന്റെ അടിമ എന്താണ് ചെയ്യുന്നത്? അപ്പൊ മലക്കുകൾ പറയണം, റബ്ബേ ഞങ്ങൾ പോരുമ്പോ നിന്റെ അടിമ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ച് നിനക്ക് വേണ്ടി നോമ്പ് നോറ്റിരിക്കുന്നു റബ്ബേ എന്ന് മലക്കുകൾ പറയുമ്പോ റബ്ബിന് വലിയ സന്തോഷം ഉണ്ടാവുന്ന ആ സന്തോഷത്തിന് വേണ്ടിയാണ് പ്രവാചകൻ തിങ്കളും വ്യാഴവും മുടങ്ങാതെ നോമ്പ് നോക്കാനുള്ള ഒരു കാരണം. എന്റെ വിഷയം അതല്ല, ഞാൻ തിരിച്ചു വരാം. ഈ 2 ദിവസങ്ങളിൽ മനുഷ്യന്റെ നന്മകളുമായി മലക്കുകൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോ അള്ളാഹു താല പറയുന്ന ആ മമ്പാട്ടിന്റെ കോളേജിന്റെ അവിടെ വരുന്ന ആ 2 ആൾക്കാരുണ്ടല്ലോ, നമ്മളെ അബ്ദുല്ലാജി അബ്ദുറഹ്മാനാജി, പേര് വെറുതെ പറഞ്ഞ സാങ്കല്പികം, ആ 2 ആൾക്കാരുണ്ടല്ലോ, അവരുടെ നന്മകൾ ഇങ്ങോട്ട് കൊണ്ടണ്ട, അത് അവിടെ തന്നെ വെച്ചേ, അവിടെ വെച്ചേ, അത് എനിക്ക് വേണ്ട, അത് ഞാൻ സ്വീകരിക്കൂല. എന്താ സ്വീകരിക്കാതിരിക്കാൻ കാരണം പറഞ്ഞേ? അവർ നിസ്കരിച്ചപ്പോ ഒതുട്ടിട്ടില്ല എന്നല്ല, അവർ അച്ഛന് പോയപ്പോ ഇഹ്റാം കെട്ടിയിട്ടില്ല എന്നല്ല, പിന്നെ എന്റെ അമലുകൾ സ്വീകരിക്കാത്തതിന്റെ കാരണമായി അള്ളാഹു പറഞ്ഞറിയോ, അവർ 2 പേരെയും ഒരു ബന്ധം കൊണ്ട് ഞാൻ കൂട്ടിച്ചേർത്തിരുന്നു, ആ ബന്ധം അവർ മുറിച്ചു കളഞ്ഞു. അതുകൊണ്ട് അവരുടെ അമലുകൾ എനിക്ക് വേണ്ട, അതവിടെ കിടന്നോട്ടെ. ഇനി മരിക്കുന്നതിന് മുമ്പ് അവർ നന്നാവുകയും ഒന്നാവുകയും തൗബ ചെയ്യുകയും ചെയ്താൽ മാത്രം ആ അമലുകൾ ഞാൻ സ്വീകരിക്കും, അല്ലെങ്കിൽ ആ അമലുകൾ എനിക്ക് വേണ്ട. മനസ്സിലായോ? ലാ യദ്ഖുലുൽ ജന്ന ഖാതിഉർ റഹ്മി, മുറിഞ്ഞു കിടക്കുന്ന ബന്ധങ്ങൾ നമ്മുടെ ബന്ധങ്ങളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഇബാദത്തുകൾ റബ്ബിന്റെ മുമ്പിലേക്ക് എത്താതെ അത് പാതി വഴിയിൽ കിടക്കുക. ഇനി മരിക്കുന്നതിന് മുമ്പ് നമ്മൾ നന്നായി ഒന്നായി തൗബ ചെയ്ത് പടച്ചോനെ സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രം ആ അമലുകൾ റബ്ബിലേക്ക് എത്തുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമ്മൾ പലപ്പോഴും അതിൽ തയ്യാറാവാറില്ല. എത്ര വയസ്സായാലും, ഒന്ന് ജ്യേഷ്ഠനും അനുജനാണെങ്കിൽ പോലും, ഒരു ഉമ്മയുടെ വയറ്റിൽ പിറന്നവരാണെങ്കിൽ പോലും പരസ്പരം തെറ്റി നിൽക്കുന്ന ചില ആളുകൾ വയസ്സായിട്ടും അവരെ നന്നാക്കാൻ പള്ളിയിലെ മസ്ലഹത്ത് കമ്മിറ്റിക്ക് ശ്രമിക്കും. പക്ഷെ ആൾക്കാർ സമ്മതിക്കൂല. ഞാൻ എന്തിനാ അവനോട് മിണ്ടുന്നത്? എനിക്കോ എന്റെ റേഷൻ കാർഡൊന്നുമില്ലല്ലോ, എന്റെ റേഷൻ കാർഡ് എന്റെ പേരിലല്ലേ, എനിക്കോ എന്റെ ഒരു സഹായവും വേണ്ട, നിങ്ങൾ നന്നാക്കണ്ട, നന്നാക്കാൻ ശ്രമിക്കും വേണ്ട, ഞാൻ അവനോട് മിണ്ടൂല. ചില ആൾക്കാർ അങ്ങനെ സംസാരിക്കുക. എന്നിട്ടോ അവസാനം മരിച്ചു കഴിഞ്ഞാലേ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ കൊണ്ടുപോയി വെക്കുമ്പോ ആ മയ്യത്തിന്റെ തലഭാഗത്തുനിന്ന് പള്ളിയിലെ ഉസ്താദോ അല്ലെങ്കിൽ കുടുംബത്തിലെ കാരണവരോ ഒക്കെ പറയുന്ന ഒരു സ്ഥിരം ഡയലോഗ് ഉണ്ട്. എന്താ നിങ്ങള്, നമ്മളെ കൂടെയൊക്കെ ജീവിച്ച ആളാണ്, എന്തെങ്കിലുമൊക്കെ മനപ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യേ പറയേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നാളെ നമ്മളും ഇങ്ങനെ കിടക്കേണ്ടതാണ് എന്നോർത്ത് ദീനുൽ ഇസ്ലാമിനെ ഓർത്ത് നിങ്ങൾ പുറത്തു കൊടുക്കണം. അള്ളാഹ് കൊടുക്കൂല. അള്ളാഹു താല പൊറുക്കണമെങ്കിൽ അള്ളാഹു നിശ്ചയിച്ച ഒരു മാനദണ്ഡമുണ്ട്. മരണം തൊണ്ടക്കുഴിയിലെത്തും മുമ്പ്. അപ്പോ ഉള്ളിലേക്ക് വലിച്ച ശ്വാസേ, ആ വലിച്ച ശ്വാസം പുറത്തേക്കും വരാതെ നിൽക്കുന്ന അവസ്ഥ ഉണ്ട്. മരണം തൊണ്ടക്കുഴിയിലെത്തി മരിക്കുകയാണ് എന്ന് സമ്പൂർണമായി ഉറപ്പാകുന്ന സമയം, ആ സമയം വരെ ഒരു മനുഷ്യന് തന്റെ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞാൽ അത് സ്വീകരിക്കാൻ റബ്ബ് ഒരുക്കമാണ്. ആ സമയം എത്തിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ പറയും, റബ്ബിലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, പടച്ചോനെ ഒരു വാക്ക് പറയാൻ, എന്റെ നാവൊന്ന് ചലിപ്പിക്കാൻ 1 മിനിറ്റ് എനിക്ക് അനുവദിച്ചു തന്നാൽ എല്ലാ കുറ്റങ്ങളും ഏറ്റുപറഞ്ഞ് ഞാൻ നന്നായി വരാം റബ്ബേ. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, ഒരു സെക്കൻഡ് തരില്ല, അത് വിചാരിച്ചു വേണ്ടാണ്. അപ്പോ നമുക്ക് പ്രാർത്ഥിക്കാം മരിച്ചവർക്ക് വേണ്ടി, അതൊരു ശുപാർശയാണ്. അത് സ്വീകരിക്കാം, സ്വീകരിക്കപ്പെടാതിരിക്കാം, അത് അല്ലാഹുവിന്റെ ഔദാര്യമാണ്. പക്ഷേ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിലെ കുറ്റങ്ങൾ പൊറുക്കണമെങ്കിൽ അവന്റെ മരണം തൊണ്ടക്കുഴിയിലെത്തും മുമ്പ്, അല്ലെങ്കിൽ ഖിയാമത്ത് നാളിന്റെ ദിവസം പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അവൻ തൗബ ചെയ്തോളണം. അപ്പോ ആരും പാത്തു വെക്കണ്ട. ഞാൻ ഒന്നാമത്തെ ഈ ഭാഗം അവസാനിപ്പിക്കട്ടെ. ആരും ഒന്നിങ്ങനെ ആലോചിക്കുക. ഈ പരിപാടി കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിലെത്തിയാല് ഭക്ഷണം കഴിച്ച് കിടക്കുമ്പോ ഒന്ന് കണ്ണടച്ച് ഒന്നാലോചിക്കുക, എന്റെ കുടുംബത്തിൽ ആരൊക്കെയുണ്ട്? മിണ്ടാത്തവർ, പറയാത്തവർ, മുഖത്തേക്ക് നോക്കാത്തവർ, സലാം പറയാത്തവർ, അങ്ങനെ ആരാ ഉള്ളത്? ഒന്ന് അന്വേഷിക്കാം. ഉണ്ടെങ്കിൽ വൈകരുത്, ഉടനെ തന്നെ ആ ബന്ധം നന്നാക്കാൻ ശ്രമിക്കണം. ഒരു ജ്യേഷ്ഠനും അനുജനും ഒരു വാപ്പാന്റി ഉമ്മാന്റി ആകെ 2 മക്കളാ. നാട്ടുകാർ പറഞ്ഞ ഞാൻ അറിഞ്ഞെന്തറിയാം, ആ ഉമ്മ ആ മകനെ നോക്കിയതിനേക്കാളേറെ ഓന്റെ ജ്യേഷ്ഠനേക്കാളും നോക്കിയേക്കാന്ന. കുളിപ്പിക്കൽ ജ്യേഷ്ഠനാണ്, ഭക്ഷണം കൊടുക്കൽ ജ്യേഷ്ഠനാണ്, സ്കൂളിലേക്ക് പോകുമ്പോ അനുജനെ
അനുജനെ ഒക്കത്ത് വെച്ച് ജ്യേഷ്ഠൻ പോകുന്നത് കണ്ട് നാട്ടുകാർ കളിയാക്കാറുണ്ട്. അങ്ങനെ ജീവിച്ച ജ്യേഷ്ഠന് മനുഷ്യൻ ബാപ്പാന്റെ സ്വത്തുമായി ബന്ധപ്പെട്ട് തെറ്റി, രണ്ടാളും തെറ്റി. തോനെ സ്നേഹമുള്ള ആൾക്കാർ തെറ്റിയുണ്ടല്ലോ, ഭയങ്കര ഈഗോയിക്കാർ രണ്ടാക്ക് മിണ്ടണമെന്നൊക്കെ ഉണ്ടാവും, പക്ഷെ അവിടെ അനുവദിക്കൂല. അത് കുട്ടികളുണ്ടാവൂലേ, അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ പോകും. അവസാനം അനുജന് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് കോഴിക്കോട് പട്ടണത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിയ വിവരമാണ് ജ്യേഷ്ഠൻ അറിയുന്നത്. ഷോക്കായി പോയി. കാരണം അനുജനെ കാണണമെന്നും ബന്ധം നന്നാക്കണമെന്നും ഒക്കെ മനസ്സിൽ ആഗ്രഹമുണ്ട്. അനുജന്റെ കാര്യത്തിൽ വലിയ സങ്കടമുണ്ട്, പക്ഷെ അത് ബന്ധപ്പെടാൻ പറ്റുന്നില്ല. അങ്ങനെ ജീവിക്കുക. അപ്പോഴാണ് അനുജന്റെ നിസ്സഹായ അവസ്ഥ. അയാൾ ഓടി ആശുപത്രിയുടെ മുമ്പിലെത്തിയപ്പോ ICUവിന്റെ വാതിൽ അടഞ്ഞിട്ടുണ്ട്. ചില്ലുവാതിലിന്റെ അപ്പുറത്ത് വായിലും മൂക്കിലും ഒക്കെ പൈപ്പിട്ട് ശ്വാസത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന അനുജനെ കണ്ടപ്പോ ജ്യേഷ്ഠന്റെ നെഞ്ചുപൊട്ടി. അയാൾ ഡോക്ടറോട് കേട് പറഞ്ഞേ, ഒന്ന് എന്നെ ഉള്ളിൽ കേൾക്കണം, എന്റെ അനുജന്റെ കാല് പിടിച്ച് എനിക്കൊരു മാപ്പ് ചോദിക്കണം, ഓൻ എന്താ വേണ്ടത് അത് മുഴുവനും കൊടുക്കാൻ ഞാൻ റെഡിയാണ്, എന്റെ അനുജൻ സങ്കടപ്പെടരുത്. ഡോക്ടർ പറഞ്ഞു, ബോർഡ് കാണിച്ചു കൊടുത്തു, 7 മണിക്ക് രാവിലെ, അതിന് മുമ്പ് കയറാൻ പാടില്ല. ഇയാൾ സങ്കടപ്പെട്ട് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, നിങ്ങളെ രോഗി മാത്രമല്ല, കുറെ രോഗികൾ അതിന്റെ ഉള്ളിലുണ്ട്. ആശുപത്രിക്ക് അതിൻ്റെതായ നിയമമുണ്ട്. രാവിലെ 7 മണിക്ക് വാതിൽ തുറക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം. ഡോക്ടർ പോയി. ഇയാള് ആ വാതിൽക്കെ തന്നെ അവിടെ തളർന്നിരുന്ന. വീട്ടുകാർ പറഞ്ഞു, കാക്ക നിങ്ങൾ റൂമുണ്ട്, നമുക്ക് അവിടെ പോയിട്ട് കിടന്നോളി, അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് രാവിലെ വന്നോളി. ഞാൻ അനുജനെ കണ്ടിട്ടേ പോകൂ. 7 മണിക്ക് വാതിൽ തുറക്കുമ്പോൾ ആദ്യം കിടക്കേണ്ടത് ഞാനാണ്. അയാൾ അവിടെ തന്നെ ഇരുന്നു. പക്ഷെ 7 മണിയാകുന്നതിന്റെ 4 മണിക്കൂർ മുമ്പ് 3 മണിക്ക് ICUവിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് തലനീട്ടിയ നേഴ്സ് വിളിച്ചു പറഞ്ഞത്, ഇന്ന രോഗിയുടെ ബന്ധുക്കളുണ്ടെങ്കിൽ ഉള്ളിലേക്ക് വരണം, ഇത്തിരി അത്യാസന്ന നിലയിലാണ്. ഓടിച്ചെന്ന് അയാളുടെ കയ്യിലേക്ക് ഒരു പാത്രത്തിൽ ഇത്തിരി വെള്ളം, ഒരു ചെറിയ തുണിക്കഷ്ണം കൊടുത്തിട്ട് നേഴ്സുമാർ പറഞ്ഞത്ര വെള്ളം കൊടുക്കാമെന്നെങ്കിൽ കൊടുത്തോളൂ. വിറക്കുന്ന കൈ കൊണ്ട് കൊടുത്ത വെള്ളം വായയുടെ കോണിലൂടെ പുറത്തേക്ക് ഒഴുകി. മരിച്ചിട്ടുണ്ട്. അയാൾ ആ മയ്യത്തിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ഇപ്പോഴും കാണുമ്പോ സങ്കടം കൊണ്ട് കണ്ണു നിറഞ്ഞു പറയും, എന്റെ അനുജന്റെ കാല് പിടിച്ച് അവനോടൊന്ന് മാപ്പ് ചോദിക്കാൻ, അവന് വേണ്ടത് കൊടുക്കാമെന്ന് പറയാൻ എനിക്ക് റബ്ബ് സമയം തന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു, റബ്ബിനെ കുറ്റം പറയണ്ട. ജ്യേഷ്ഠന്റെയും അനുജന്റെയും വീട് തൊട്ടടുത്ത. ഏട്ടന്റെ വീട്ടിൽ നിന്ന് അങ്ങാടിയിലേക്ക് പോകണമെങ്കിൽ അനുജന്റെ മുറ്റം മുറിച്ചു കടന്നു പോകണം. ഞാൻ പറഞ്ഞു, ഒന്ന് മുറ്റത്ത് നിന്നിട്ട് വീട്ടിലേക്ക് വിളിച്ചിട്ട് ചോദിക്കാമായിരുന്നില്ലേ, എത്ര ദിവസം നിങ്ങൾ നടന്നുപോയി. ഇപ്പൊ മരിച്ചപ്പോ സങ്കടായി അല്ലേ? ഓർത്തു വെച്ചു, എപ്പോഴാണ് ഈ ജീവിതത്തിൽ നിന്ന് തിരിച്ചു വിളിക്കാൻ അറിയില്ല. ഒന്ന് കാക്കി തുപ്പിയപ്പോ ഒരു ചുവന്ന ചോരയുടെ അടയാളം, അത് പല്ലിനുള്ളിലേക്കാണെന്ന് വിചാരിച്ചേ. പിറ്റേന്ന് രാവിലെ നോക്കിയപ്പോ വീണ്ടും അളവ് കൂടിയിട്ടുണ്ട്. 3ാമത്തെ 4ാമത്തെ 5ാമത്തെ ദിവസം RCCയുടെ മുമ്പിലേക്ക്, MVRന്റെ മുമ്പിലേക്ക് കടലാസിന്റെ റിസൾട്ടുമായിട്ട് പോകുന്ന ആ കാഴ്ച ഒന്ന് സങ്കല്പിച്ചു നോക്കി. മനുഷ്യ ജീവിതത്തിലൊക്കെ നമ്മൾ കെട്ടിപ്പടുത്തുണ്ടാക്കുന്ന സങ്കല്പങ്ങൾക്കിടയിലൊക്കെ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു തആല നമ്മളെ പറ്റി പറഞ്ഞൊരു വാക്കുണ്ട്, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. എത്ര മേലെയാണെന്ന് തോന്നിയാലും, എത്രയൊക്കെ ഉണ്ടെന്ന് തോന്നിയാലും, ആരൊക്കെയാണെന്ന് തോന്നിയാലും, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങളൊക്കെ പടച്ചോന്റെ മുമ്പിൽ വെറും ഫക്കീറന്മാരാണ്. ആരെ ഫക്കീർ നിങ്ങൾക്കറിയാം? സകാത്തിന്റെ അവകാശങ്ങളെ പറ്റി പഠിച്ചപ്പോ 1ാമത്തെ 2 അവകാശക്കാരാ ഫക്കീറും മിസ്കീനും. ഇതിൽ രണ്ടിനും നമ്മൾ കൊടുത്ത അർത്ഥം ഒരർത്ഥം, സാധു. എന്നാൽ രണ്ടും ഒരേ സാധു അല്ല. ഫക്കീർ എന്ന് പറഞ്ഞാല് അവനവന്റെ പ്രാരാബ്ദങ്ങള് മറ്റുള്ളവരോട് വിളിച്ചു പറഞ്ഞ് അവരിൽ നിന്ന് ആനുകൂല്യങ്ങളും സഹായങ്ങളും ചോദിച്ചു വാങ്ങി ജീവിക്കുന്ന ഭിക്ഷാടകരാണ് ഫക്കീർ. മിസ്കീനാരാ? മിസ്കീൻ എന്ന് പറഞ്ഞാല് സ്വന്തം പ്രാരാബ്ദ ബുദ്ധിമുട്ടും ഒരാളെയും അറിയിക്കാതെ, ഒരാളെ സഹായം പറ്റുന്നത് ഇഷ്ടപ്പെടാതെ കഷ്ടപ്പെട്ട് എടങ്ങാറായി ജീവിക്കുന്ന ആളാണ് മിസ്കീൻ. നമ്മളെ കുറിച്ച് അല്ലെന്താ പറഞ്ഞത്? അൻതുമുൽ ഫുഖറാ, നിങ്ങളൊക്കെ ഫക്കീറന്മാരാണ്. പടച്ച റബ്ബിന്റെ ഔദാര്യം മൂർധാവിലെ മുടി മുതൽ കാലിന്റെ പെരുവിരലിന്റെ നഖം വരെ പടച്ച റബ്ബ് തന്ന അനുഗ്രഹമല്ലാതെ ഒരു വസ്തു നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് അഹങ്കാരത്തിന്റെ കുന്നുകേറി പോകാതെ മനസ്സിനെ നിർമ്മലമാക്കുക. അറ്റുപോയ ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ ഓർമ്മയാകുന്ന സമയത്ത് ഒന്ന് വിളിക്കുക. അപ്പൊ നമ്മൾ പറയുന്ന ഒരു പരാതി ഉണ്ട്, എനിക്ക് നന്നാവണം നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ അവർ താല്പര്യപ്പെടുന്നില്ല. ഞാൻ പലപ്പോഴും ശ്രമിച്ചതാ, പക്ഷെ അവർ സഹകരിക്കുന്നില്ല. ഞാൻ എന്താ ചെയ്യാ? ഇടങ്ങേറാവണ്ട. അള്ളാന്റെ ദീനില് പരിഹാരമില്ലാത്തൊരു പ്രശ്നമല്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നന്നാവണമെന്ന ആഗ്രഹത്തോടെ
കുടുംബബന്ധം നന്നാവണമെന്ന ആഗ്രഹത്തോടെ സലാം പറഞ്ഞ് ആരാണോ നന്നാവൽ പ്രക്രിയ ആരംഭിക്കുന്നത് അവർ കുറ്റത്തിൽ നിന്ന് മുക്തരായി എന്ന് പറഞ്ഞാൽ അവരുടെ അമൽ അവർ സ്വീകരിക്കുന്ന. എന്നാൽ മറുഭാഗത്ത് നന്നാവാൻ താല്പര്യമില്ലാതെ അഹങ്കാരത്തോടുകൂടി തിരിഞ്ഞു നടന്നവനാരോ അവന് ഇരട്ടി ശിക്ഷയുണ്ട്. ഇരട്ടി ശിക്ഷ. ചില ബന്ധുക്കളൊക്കെ നമ്മുടെ വീട്ടുമുറ്റത്ത് വന്നിട്ട് കാക്ക നമുക്ക് ഇത്ര കാലായില്ലേ, നമുക്ക് നന്നാവല്ലേറുമ്പോ ഇറങ്ങടാന്റെ വളപ്പെന്ന് നന്നാവാൻ വന്നിക്കണോ, എന്റെ മയ്യത്ത് കാണാൻ കയറരുത് എന്നൊക്കെ സിനിമ ഡയലോഗ് പറയുമ്പോ ഓർത്തോളുണ്ട്. ഒറ്റക്ക് നടക്കാൻ വയ്യാത്ത പെരിച്ചായി മഞ്ചി കൊണ്ടുപോകാർക്ക് അല്ലെങ്കിൽ തന്നെ പറച്ചോന്റെ കേറ്റാൻ മാത്രം ഉണ്ടാവും. ആ കൂട്ടത്തില് ഇതിന്റെ ഇരട്ടിയും കൂടി പോകല് ഏറ്റവും അപകടകരമായിരിക്കും. അതുകൊണ്ട് ബന്ധങ്ങൾ നന്നാക്കിക്കൊള്ളി. കുടുംബം എന്ന് പറഞ്ഞത് നമ്മൾ ഉണ്ടാക്കിയതല്ല, പടച്ചോണ്ടാക്കിയ വേരുകളാണ്. ഈ കുടുംബത്തിന്റെ വേരുകളെ പറ്റി നിങ്ങൾ എപ്പോഴും ആലോചിക്കണം. കുടുംബ ബന്ധം എന്ന് പറയുന്നത് കേവലം ഒരു സാങ്കല്പികമായ ആശയമല്ല. ഞാനുണ്ട് അമ്മോനും തമ്മിലുള്ള ബന്ധം എന്താ? കയറോടുള്ള ബന്ധം, കമ്പിയോടുള്ള ബന്ധം, എന്ത് ബന്ധം? ഞാനുണ്ട് അമ്മോനും, ഞാനുണ്ട് ഉമ്മയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? ഞാനുണ്ട് വാപ്പി. ഈ കുടുംബ ബന്ധം എന്ന് പറയുന്നത് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത എന്നാൽ ദൃഢമായ ഒരു നൂലുകൊണ്ട് പരസ്പരമുള്ള ഒരു ബന്ധമാണ്. ഞങ്ങൾ എനിക്ക് ഓർമ്മയുണ്ടോ, പണ്ട് കാലത്ത് കുറച്ച് പ്രായമുള്ള ആൾക്കാർക്ക് അറിയാം, ഈ സുന്നത്ത് ക്യാമ്പുകൾ നടക്കും. ഈ സുന്നത്ത് കല്യാണം എന്ന് പറഞ്ഞാലേ ഇന്നിപ്പോ സുന്നത്ത് കല്യാണം വളരെ ഈസിയാണ്. ഞായറാഴ്ച രാവിലെ സുന്നത്ത് കല്യാണം കഴിച്ചാല് തിങ്കളാഴ്ച രാവിലെ സ്കൂൾ പറഞ്ഞാൽ കുമ്മാര് അത്ര എളുപ്പമാണ്. പണ്ട് അങ്ങനെയല്ല. സുന്നത്ത് കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു സംഗതിയാണ്. 15 ദിവസം മുതൽ ഒരു മാസം വരെ മിനായിലെ ടെന്റ് പോലെ തുണി ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ട് അതിന്റെ ഉള്ളിൽ നെയ്യപ്പം തേങ്ങാപ്പുറത്ത് നിന്ന് നടന്നൊരു നല്ല കാലം ഞങ്ങൾക്കൊക്കെ ഉണ്ടായി. അത്ര തലമുറക്കെ ഇല്ല, ഒരിക്കലും സ്വപ്നമാണ്. എന്തായാലും ആ കാലത്ത് ഈ സുന്നത്ത് കല്യാണം ചിലപ്പോൾ അത് സാമ്പത്തികമായി ഇത്തിരി ഒരു ബാധ്യതയുള്ള കാര്യം കൊണ്ട് തന്നെ നാട്ടിലെ പല സാധുക്കൾക്കും അതൊരു ഭാരയും. അങ്ങനെ ആവുമ്പോ ഈ പള്ളി കമ്മിറ്റികൾ, മഹല്ല് കമ്മിറ്റികളൊക്കെ, സംഘടനകളൊക്കെ എന്താക്കും, സുന്നത്ത് ക്യാമ്പ് ഉണ്ടാക്കും അല്ലെ. നാട്ടിലെ പാവപ്പെട്ട കുട്ടികളെ വിളിച്ചു കൂട്ടി 10-9 കുട്ടികൾ, 5-6 വയസ്സായ കുട്ടികൾ, അവരൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഈ സൗജന്യ മെഡിക്കൽ ക്യാമ്പൊക്കെ നടക്കുന്ന പോലെ സുന്നത്ത് ക്യാമ്പ് നടക്കും. അങ്ങനെ ഒരു സുന്നത്ത് ക്യാമ്പ് ഞാൻ പ്രദേശത്ത് നടക്കുകയാണ്. ഏകദേശം 60 കുട്ടികളുണ്ട്, 6 ഡോക്ടർമാരുണ്ട്. അപ്പൊ അങ്ങനെ ഓരോ ഡോക്ടർമാർക്കും മദ്രസയിൽ വെച്ചാണ് നടക്കുന്നത്. ഓരോ ഡോക്ടർമാർക്കും ചെറിയ ചെറിയ തുണി കൊണ്ട് മറച്ച ക്യാബിനുകൾ പോലെ ഉണ്ടാക്കിയിട്ട് അവരുടെ ഡെസ്കിന്റെ മേലെ കുട്ടിയെ കിടത്തും. ഒരാൾ കാൽമുട്ട് ഇങ്ങനെ അമർത്തി പിടിക്കും, മറ്റേയാള് 2 കൈയും പിറകിലേക്ക് ഇങ്ങനെ അമർത്തി പിടിക്കും. അത് തരിപ്പിക്കുന്ന ഏർപ്പാടൊന്നുമില്ല, പച്ചക്ക് മുറിച്ചുകാണ്ട് ആ രക്തത്തിൽ തുണി കൊണ്ട് കെട്ടുന്ന ഒരു ഭീകരമായ ഏർപ്പാടാണ്. അപ്പോ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഞാനും എൻ്റെ ഒരു സുഹൃത്തുമാണ് ഒരു ഡോക്ടറുടെ മുമ്പിലുള്ളത്. അങ്ങനെ ഓരോരുത്തർക്കും ആൾക്കാരുണ്ട്. ഒന്നാമത്തെ കുട്ടി വന്നു, ആകെ അലറി കരഞ്ഞാ വരിക, കാരണം പേടിച്ചിട്ടേ. ആ കരഞ്ഞുകൊണ്ട് തന്നെ പോയി. രണ്ടാമത്തെ വന്നു, മൂന്നാമത്തെ വന്നു, 4-മത്തെ കുട്ടി വന്ന് അവനും കരയുന്നുണ്ട്. അവനങ്ങനെ അമർത്തിപ്പിടിച്ച് ഡോക്ടർ ഈ കത്തിയും സാധനമൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് തലഭാഗത്ത് പിടിക്കുന്ന എന്റെ സുഹൃത്തുണ്ടല്ലോ, ഓ ഇങ്ങനെ കുഴഞ്ഞ വീണ് ഡെസ്കിന്റെ കൂട്ടിൽ അത് വീണ്. ആ കടി ഞാൻ നമുക്ക് തെറ്റുന്നുണ്ടോ? നിങ്ങൾ ആ കടിമത്തെ ശ്രദ്ധിക്കരുത്. ഈ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ട് കുടിക്കുന്നതാണ് എൻ്റെ പോളിസി. അത് രസം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ പ്രസംഗം കേൾക്കൂല, എൻ്റെ പ്രസംഗം രസം ഉണ്ടെങ്കിൽ എൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ രണ്ടും കിട്ടണമെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾ ഏതായാലും കൊടുത്തു തുടങ്ങിയില്ല, കൊടുത്തോളി. അത് നിങ്ങൾ എന്നോടുള്ള ഈ ശ്രദ്ധകൾ മാറിപ്പോകരുത്. ഞാൻ സാധാരണ സംസാരിക്കുമ്പോൾ നാവുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും, നാവുകൊണ്ട് സംസാരിക്കില്ല, ഞാൻ എൻ്റെ ഹൃദയത്തിന് സംസാരിക്കില്ല. അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്നവരും ചെവി കൊണ്ട് കേട്ടാൽ പോരാ, ഹൃദയം കൊണ്ട് കേൾക്കണം എനിക്ക് നിർബന്ധം. അതിനിടയ്ക്ക് ഒരാളിങ്ങനെ ആയപ്പോൾ ഇന്നെങ്ങനെ അസ്വസ്ഥനായിക്കൊണ്ടിരിക്കും. അപ്പൊ ഞാൻ വിശദീകരിച്ചത്. അപ്പോ ഇയാള് ഡെസ്കിന്റെ ഉള്ളിലേക്കാണ് വീണു. അപ്പൊ അയാളെ ഇരുത്തി ഡോക്ടർ പറഞ്ഞു നാളെ കുഴപ്പമൊന്നുമില്ല, ഡോക്ടർ ഒപ്പമുള്ളോട് പേടിച്ചില്ല. വെള്ളമൊക്കെ തളിച്ച് എണീറ്റ് കുറച്ചു നേരം വിശ്രമിച്ച് ആ കുട്ടീൻ്റെ കഴിച്ചു കൊണ്ടുപോയപ്പോ അടുത്ത കുട്ടീൻ്റെ കഴിക്കാൻ വേണ്ടി വന്നെ വന്ന്. അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എന്റെ പറ്റിയത് ഇപ്പൊ ഇങ്ങനെ തലവേദന വീണത് എന്റെ വല്ല പ്രശ്നപ്പെടോ ഒന്നുമില്ല, പിന്നെ എന്തിനാ ഞാൻ വീണത്? അപ്പൊ എന്നോട് പറഞ്ഞേ ആ കുട്ടിന്റെ കരച്ചിൽ എനിക്ക് സഹിച്ചില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അതിന് മുമ്പ് 3-4 കുട്ടികൾ കരഞ്ഞില്ലേ. അപ്പൊ അതല്ലേ ആ കുട്ടി എന്റെ കാരണവരുടെ കുട്ടിയാണ്. 4 കുട്ടികൾ കരഞ്ഞപ്പോഴും ഒന്നും തോന്നാത്ത ആ സഹോദരന് തന്റെ ജ്യേഷ്ഠന്റെ കുട്ടി കരഞ്ഞപ്പോ അത് അയാളെ തളർത്തിയെങ്കിൽ അതിന്റെ കാരണം തരങ്ങൾ ആ കരച്ചിലിന്റെ ടോണിലൊരു മാറ്റമല്ല, ശബ്ദത്തിന് മാറ്റമല്ല, ഒരേ കരച്ചിലാണ്. പക്ഷേ അത് കുടുംബ ബന്ധത്തിന്റെ നമുക്ക് കാണാൻ പറ്റാത്ത ഒരു നൂലുണ്ട്, നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ഒരു നൂല്. ആ നൂലിനെ നമ്മൾ പൊട്ടിച്ചു കളഞ്ഞാൽ
പടച്ച റബ്ബത് ഗൗരവമുള്ള ഒരു കുറ്റമായിട്ട് കാണാണ്. ലാ യദ്ഖുലുൽ ജന്ന ഖാത്തി റഹ്മി. അത് ഞാൻ സൂചിപ്പിച്ചത്, ഇത് ഞാൻ പറഞ്ഞത് എന്തിനു വേണ്ടി അറിയങ്ങള്, കുടുംബ ബന്ധങ്ങൾ നശിച്ചു പോകുന്നുണ്ട് എന്നതിന്റെ രണ്ടാമത്തെ കാരണമാണ്. ഒന്ന് ഞാൻ പറഞ്ഞത് ബന്ധങ്ങളെ കുറിച്ച് അറിവില്ല. രണ്ട്, ബന്ധങ്ങളായി ജീവിക്കുന്നവർ തന്നെ ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ വീട്ടിലെ ചെറിയ കുട്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിച്ചതിന്റെ പേരിൽ ദീർഘകാലം തെറ്റി നിൽക്കുന്ന കുടുംബത്തിലുള്ള ആളുകൾ, ബന്ധത്തിന്റെ മഹത്വം അറിയാത്തവർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞേ, മനുഷ്യർ തമ്മിൽ തെറ്റും. രണ്ട് സ്വഭാവം, രണ്ട് ചിന്തക്കുള്ള ആളാകുമ്പോ ചില പ്രശ്നങ്ങൾ വരുമ്പോ, അഭിപ്രായ വ്യത്യാസങ്ങളിൽ മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷമം ഉണ്ടാകുമ്പോ ഒന്ന് മാറിക്കും. പക്ഷെ ഈ മാറി നിൽക്കുന്നതിന് അള്ളാഹു നിശ്ചയിച്ച മാക്സിമം സമയം എത്രയാണ്? 3 ദിവസം. അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞു, സലാം വേറെ കാര്യം പറയുമ്പോ എനിക്ക് ചെറിയൊരു വെറുപ്പുണ്ടായി, ഒന്ന് മോത്തുകൊക്കെ മടിയായി തിരിഞ്ഞു നിന്ന്. അതിന് മാക്സിമം തിരിച്ച സമയം 3. ഈ 3 ദിവസം തീരുമ്പോഴേക്ക് അത് അവസാനിച്ചിരിക്കണം. 3-ാമത്തെ ദിവസത്തിൽ നിന്ന് അത് 4-ാമത്തെ ദിവസത്തിലേക്ക് കടന്നാൽ ഞങ്ങൾ രണ്ടാളും കുറ്റവാളികളാണ്. ഞങ്ങൾക്ക് തൗബ ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങളെ കുറ്റം പൊറുക്കൂല. തൗബ ചെയ്യും മുമ്പ് രണ്ടിലൊരാൾ മരിച്ചാലോ ഒരു രക്ഷയില്ല. റസൂൽ പറഞ്ഞ് അള്ളാന്റെ മുമ്പിൽ രണ്ടാളും കുറ്റവാളികളായിട്ട് വരുന്ന. ജീവിതകാലത്ത് പറഞ്ഞു തീർക്കാൻ സമയമുണ്ട്. അത് ജീവിതകാലത്ത് പറഞ്ഞു തീർക്കാതിരുന്നാൽ, ഒരാൾ പറഞ്ഞു തീർക്കും മുമ്പേ അയാളെ അള്ളാഹു മടക്കി വിളിച്ചാൽ ഈ രണ്ടാളും അള്ളാഹുവിന്റെ മുമ്പിൽ കുറ്റവാളികളായി ഹാജരാക്കപ്പെടും എന്ന പ്രവാചകന്റെ വചനം നമ്മൾ മറക്കരുത്. നമ്മുടെ കുടുംബം നഷ്ടമാകുന്നതിന്റെ രണ്ടാമത്തെ മാർഗം അതാണ്. 3-ാമത്തെ മാർഗം, കുടുംബം നഷ്ടമാകുന്ന, കുടുംബങ്ങൾ പതുക്കെ ഇല്ലാതാവുന്നതിന്റെ 3-ാമത്തെ കാരണം കാര്യങ്ങൾ അതാണ് നേരത്തെ ഉദ്ഘാടകനൊക്കെ സൂചിപ്പിച്ച പോലെ, ഒരു പുതിയ കുടുംബം ഉണ്ടാവുന്നത് കല്യാണം എന്ന പ്രക്രിയയിൽ കൂടിയാണ്. ഒരു കുടുംബത്തിലെ ചെറുപ്പക്കാരനും മറ്റൊരു കുടുംബത്തിലെ പെൺകുട്ടിയും 2 കുടുംബങ്ങളുടെ അറിവോടും തൃപ്തിയോടും കൂടി അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അവർ ഒന്നായിത്തീരാ. ഒരു പുതിയ കുടുംബം വൈക്കം മുഹമ്മദ് വെച്ചെന്ന് പറഞ്ഞില്ലേ, ഒന്നും കൂട്ടുമ്പോ 2 അല്ല, പിന്നെ ഇമ്മിണി വലിയ ഒന്നാണ്. ഒരു പെൺകുട്ടിയും ഒരു ചെറുപ്പക്കാരനും രണ്ടാളും ചേർന്ന് ഒന്നായി ഒരു കുടുംബമാകുന്ന വിവാഹം എന്ന പ്രക്രിയയാണ് ലോകത്ത് കുടുംബ സങ്കല്പത്തിന്റെ അടിസ്ഥാന പ്രക്രിയ. എല്ലാ മതത്തിലും, മതമില്ലാത്തവരിലും, ദൈവവിശ്വാസികളിലും ദൈവവിശ്വാസമില്ലാത്തവരിലും കുടുംബം ഉണ്ടാകുന്നത് വിവാഹത്തിൽ കൂടിയാണ്. എന്നാൽ ആ വിവാഹം എന്നത് പുതിയ തലമുറ വേണോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്ന ഒരു കാലം. നമ്മുടെ കുട്ടികൾ വിവാഹത്തെ കുറിച്ച് സംസാരിക്കുമ്പോ 4 മറുപടി തരും. 1-ാമത്തെ മറുപടി എന്തായാലും, കല്യാണമൊക്കെ വേണം, തിരക്കില്ലല്ലോ, ഇപ്പൊ തന്നെ എന്തിനാ കല്യാണം കഴിക്കണേ, 25-26 വയസ്സൊക്കെ കഴിച്ചോളൂ, ഒരു 40ഒക്കെ കഴിക്കോട്ടെ, ഇപ്പൊ ജീവിതത്തിന്റെ നല്ല കാലല്ലേ, ആസ്വദിച്ചോട്ടെ, ഇപ്പൊ തന്നെ കല്യാണം കഴിഞ്ഞ് അതിന്റെ കെട്ടുപാടുകളിൽ പെട്ട് ജീവിതത്തെ നമ്മൾ വെറുതെ നശിപ്പിക്കണ്ടല്ലോ, ജീവിക്കട്ടെ. ഒരു 40-50 ഒക്കെ വയസ്സാവുമ്പോ ആണെങ്കിൽ അന്ന് കല്യാണത്തെ കുറിച്ച് ആലോചിക്കാം. സ്വന്തമായിട്ട് ജോലിയൊക്കെയായി, വരുമാനക്കായി, ഒരു 2 കാലില് സ്വന്തമായിട്ട് നിൽക്കാനൊക്കെ ആവുമ്പോ വേണമെങ്കിൽ കല്യാണത്തെ കുറിച്ച് ആലോചിക്കാം. ഇപ്പൊ കല്യാണത്തെ കുറിച്ച് ആലോചിക്കണം. മധുര 17 പണ്ട് കാലത്തൊക്കെ കല്യാണത്തിന്റെ മധുരമുള്ള പ്രായമായിരുന്നു മധുര 17. മധുര 17 കഴിഞ്ഞ് മധുര 27 കഴിഞ്ഞ് മധുര 37 കഴിഞ്ഞാലും കല്യാണത്തെ കുറിച്ച് ആലോചിക്കാത്ത, അത് ചിന്തിക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത ഒരു തലമുറ വളരുന്നുണ്ട്. അതിന്റെ കാരണം ഞാൻ പറയുന്നുണ്ട്. കാരണം പറയുമ്പോൾ അതിന്റെ പ്രതികൾ നമ്മൾ തന്നെയാണ്. ഇൻഷാ അല്ലാഹ് ഞാനത് പറയുന്നുണ്ട്. അപ്പൊ ഒന്നിതാണ് ഒരു മറുപടി, കല്യാണം ആയിക്കോട്ടെ, കുറച്ചങ്ങോട്ട് കഴിഞ്ഞോട്ടെ. 2-ാമത്തെ വിഭാഗം ആൾക്കാർ എന്താ പറഞ്ഞാൽ, കുട്ടികൾ എന്തിനാ കല്യാണം കഴിക്കണേ, കല്യാണം കഴിച്ചു കഴിഞ്ഞാല് പിന്നെ അതൊരു വലിയ ഇടങ്ങേറല്ല. ഭർത്താവ്, ഭാര്യ, അമ്മോശം കാക്ക, അമ്മായിമ്മ, നാത്തൂന്, മുത്തച്ചി, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം, ഇടങ്ങേറ്, ബുദ്ധിമുട്ടാണെങ്കിൽ സഹിച്ചുകൊണ്ടേയിരിക്കുക. പിന്നെ പിരിയാൻ പറ്റൂല, പിരിയാൻ ശ്രമിച്ചാൽ തന്നെ വിവാഹമോചനം, കോടതി, വക്കീല്, പള്ളി കമ്മിറ്റി, തലാക്ക്, എന്തൊക്കെ പ്രക്രിയ. അതുകൊണ്ട് വിവാഹം വേണ്ട, പകരം മനസ്സുകൊണ്ട് ഇഷ്ടമുള്ളവര് അവർ ഒരുമിച്ചു ജീവിക്കട്ടെ. എങ്ങനെ? മനസ്സുകൊണ്ട് പരസ്പരം ഇഷ്ടപ്പെട്ടവര് അവർ ഒരുമിച്ചു ജീവിക്കട്ടെ. ആ ഇഷ്ടം തീരുമ്പോ അവർ പിരിഞ്ഞു പോയിക്കോട്ടെ, ഈ കല്യാണത്തിന്റെ കെട്ടുപാടുകളൊന്നും വേണ്ട എന്ന് പറയുന്ന 2-ാമത്തെ വിഭാഗം. 3-ാമത്തെ വിഭാഗങ്ങൾ എന്തിനാ കല്യാണം കഴിക്കണേ, കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ എന്താ പറ്റുക? ലോകത്ത് മഹാന്മാരായ പല ശാസ്ത്രജ്ഞന്മാർ
ലോകത്തെ പിടിച്ചുകുലുക്കിയ രാഷ്ട്രീയ നേതാക്കന്മാർ, എന്തിനേറെ നമ്മുടെ പ്രധാനമന്ത്രി പോലും കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, നമ്മുടെ മുമ്പത്തെ രാഷ്ട്രപതി പോലും കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് കല്യാണം കഴിക്കാതെ ജീവിക്കാലോ, എന്താ കുഴപ്പം, ഞങ്ങൾ കല്യാണം കഴിക്കുന്നില്ല. മൂന്നാമത്തെ വിഭാഗം. നാലാമത്തെ മറുപടി എന്താ നിങ്ങൾ? ഒന്നുകൂടി രസമുള്ള മറുപടിയാണ്. കല്യാണമൊക്കെ വേണം, പക്ഷേ സാമ്പ്രദായിക കല്യാണത്തിന് ഞങ്ങളില്ല. ഏതാ സാമ്പ്രദായിക കല്യാണം? യാഥാസ്ഥിക കല്യാണം. അതേതാണ്? ഒരാണ് പെണ്ണിനെ കെട്ടുക, പെണ്ണ് ആണിനെ കെട്ടുക, അത് പഴഞ്ചൻ. ഞങ്ങളുടെ കല്യാണത്തിൽ ആണിനെ കെട്ടും, പെണ്ണിനെ കെട്ടും. ആണും കല്യാണം കഴിച്ച് ജീവിക്കും, പെണ്ണും കല്യാണം കഴിച്ച് ജീവിക്കും. അല്ലാതെ ആണ് പെണ്ണിനെ കല്യാണം കഴിക്കുന്ന, പെണ്ണ് ആണിനെ കല്യാണം കഴിക്കുന്ന ആ പഴയ സാമ്പ്രദായിക കല്യാണങ്ങൾക്ക് ഞങ്ങളില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം. ചുരുക്കത്തിൽ വിവാഹം എന്ന പ്രക്രിയയോട് പുതുതലമുറക്ക് അത്ര താല്പര്യമില്ലാത്ത ഒരവസ്ഥ. ഈ അവസ്ഥ നിലനിന്നാൽ, ഞാൻ പറഞ്ഞല്ലോ, ഈ അവസ്ഥ നിലനിന്നാൽ അധികം വൈകാതെ അടുത്ത തലമുറയിൽ കുടുംബം എന്ന സംവിധാനമേ ഉണ്ടാവുകയില്ല. അപ്പൊ എന്റെ മുമ്പിൽ കുറെ കുട്ടികളുണ്ട്, എനിക്കല്ല ഇഷ്ടം കുട്ടികളുടെ സദസ്സ്. കാരണം പലപ്പോഴും നമ്മുടെ സദസ്സുകളിൽ ഈ കുടുംബത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ഈ കുടുംബത്തെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ ആ സദസ്സിന്റെ ശരാശരി ആയുസ് എന്ന് പറഞ്ഞല്ല, അവരുടെ വയസ്സെന്ന് പറഞ്ഞാല് ഒരു 50, 60, 70. തോലോടെ നമ്മൾ ടീനേജിനെ കുറിച്ചൊക്കെ പറയുന്നത്. ഈ സദസ്സുണ്ടല്ലോ, ഇതൊരു സന്തുലിതമായ സദസ്സാണ്. എങ്ങനെയാണ് ഇങ്ങനെ സദസ്സിനെ കിട്ടിയ എനിക്കറിയില്ല. എന്തായാലും സംഘാടകരെ അഭിനന്ദിക്കുകയാണ്. അള്ളാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ. വന്നു ചേർന്ന മുഴുവൻ കുടുംബങ്ങളെയും അഭിനന്ദിക്കുന്നു. അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സദസ്സുകളിലൊക്കെ നമ്മുടെ മക്കൾ കൂടി വരണം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ കൂടി കേൾക്കണം. അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കണം. അവരെ നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ അവർ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ജീവിതം സമാധാനത്തോടെ മുന്നോട്ട് പോകില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്കിടയിൽ ഇങ്ങനെ വിവാഹത്തോട് വിരക്തി ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? അതിന് പ്രധാനമായ 2 കാരണങ്ങളാണ്. ഒന്ന്, കുട്ടികൾ വളരുന്ന കുടുംബത്തിന്റെ അന്തരീക്ഷം അവരെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങൾ. 2, പുറത്തു നിന്ന് നമ്മുടെ കുട്ടികളുടെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ കൊടുങ്കാറ്റ് പോലെ കടന്നു വരുന്ന അപകടകരമായ ചില ആശയങ്ങൾ ഉണ്ടാക്കുന്ന ചിന്താപരമായ അപകടങ്ങൾ. 2 കാരണങ്ങൾ. ഒന്ന്, കുടുംബത്തിന്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ. 2, അപകടകരമായ ചില ആശയങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. ഒരു 28 വയസ്സായ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി +2 പഠിക്കുന്ന കാലം മുതലേ ബാപ്പ കല്യാണം കൊണ്ടുവരാൻ തുടങ്ങിയതാണ്. ഇപ്പൊ 28 വയസ്സ്, +2 കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, 1, 2 PG ഒക്കെ എടുത്തു. ഇപ്പോഴും ആ പെൺകുട്ടി കല്യാണത്തിന് തയ്യാറല്ല. ആ പെൺകുട്ടിയുടെ ബാപ്പ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ നിങ്ങളൊന്ന് സംസാരിക്കണം അവളോട്. അവൾക്ക് ആരോടെങ്കിലും താല്പര്യമുണ്ടോ? അവൾ ആർക്കെങ്കിലും, അപ്പൊ എല്ലാവരും അങ്ങനെ പറയാം, ഒരു കുട്ടി ഇപ്പൊ എനിക്ക് കല്യാണം വേണ്ട പറഞ്ഞാല് ആദ്യം പറയുന്ന ആളുകളുടെ നിഗമനം എന്താ പറയുക? ഓൾക്ക് ആരോടെങ്കിലും നല്ല ബന്ധങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പത്തെ കാലല്ലേ, പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു ബന്ധമൊന്നും ഉണ്ടാവില്ല മിക്ക കുട്ടിയേക്കും. ഈ കുട്ടിയോട് ബാപ്പി അങ്ങനെ വിചാരിച്ച്, ഉസ്താദേ ആരോടെങ്കിലും ബന്ധം ഉണ്ടെങ്കിൽ നിങ്ങളോട് പറയട്ടെ, ഈ ജാതിയും കൂടി എനിക്ക് പ്രശ്നമല്ല, ഞാൻ അയാളൊപ്പം പറഞ്ഞേക്കോളെ. കാരണം അവളുടെ താഴെ 2 കുട്ടികൾ എൻ്റെ വീട്ടിൽ കല്യാണപ്രായമായിട്ട് ഇരിക്കുന്നുണ്ട്. ഇവളെ വെച്ച് അവരെ കല്യാണം കഴിപ്പിക്കാൻ എനിക്ക് പറ്റാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ അവളോട് ചോദിക്കി, ആരോടെങ്കിലും വല്ല ബന്ധം ഉണ്ടെങ്കിൽ, വല്ല വാക്കുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ, അത് പറഞ്ഞേക്കാരുടെ കൂടെ എനിക്കൊരു പ്രശ്നമല്ല. അപ്പൊ ഞാൻ ആ പെൺകുട്ടിയോട് ചോദിച്ചു, മോളെ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോ, ഞാൻ എന്നെ സഹായിക്കാം. അപ്പൊ ആ പെൺകുട്ടി ചിരിച്ചിട്ട് പറഞ്ഞു, പൊന്നാണ് ഉസ്താദേ, എല്ലാവരും അതിനെ ചോദിക്കണേ, എനിക്ക് ഇത്രയും കാലത്തിന്റെ ഇടയ്ക്ക് ഒരാളുമായിട്ടും അങ്ങനെ ഒരു ബന്ധം ഞാൻ വാക്ക് കൊടുക്കുകയെ എൻ്റെ മനസ്സിൽ ഞാൻ സങ്കല്പിക്കുകയോ ചെയ്തിട്ടേയില്ല. പിന്നെ എന്താണ് പ്രശ്നം? അപ്പൊ ആ കുട്ടി പറയും, ഉസ്താദേ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, എൻ്റെ ഉമ്മ നന്നായി പഠിക്കുന്ന ഒരു നല്ല കുട്ടിയായിരുന്നു. എൻ്റെ ഉമ്മക്ക് കല്യാണം വന്നപ്പോ അധ്യാപകരും എല്ലാവരും ഒരുമിച്ച് പറഞ്ഞ ഇപ്പൊ ആ കല്യാണം വേണ്ട. പക്ഷേ എൻ്റെ ഉമ്മയെ കല്യാണം കഴിക്കുന്ന എൻ്റെ ബാപ്പയുടെ വീട്ടുകാർ പറഞ്ഞു, അവർക്ക് പഠിക്കാലോ, ഞങ്ങൾ പഠിപ്പിക്കുമല്ലോ, എന്താ പ്രശ്നം? ആ ഉറപ്പിന് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് 2ാമത്തെ മാസം എൻ്റെ ഉമ്മ ഗർഭിണിയായി. പിന്നീട് അങ്ങോട്ട് പ്രസവത്തിന്റെ ഒരു നേര,
ജീവിതത്തിന്റെ തിരക്ക്. എന്റെ ഉമ്മ പഠിച്ചിടത്ത് നിന്ന് ഒരു പേജ് പോലും അധികം വായിക്കാൻ ഉമ്മക്ക് അവസരം ഉണ്ടായില്ല. അത് ഉമ്മയെ ഒരു നിരാശയിലേക്ക് കൊണ്ടുപോയി. ഉമ്മയുടെ കൂടെയുള്ളവരൊക്കെ ജോലിക്കാരായപ്പോ എന്റെ ഉമ്മ എവിടെയും എത്താതെ വീട്ടിൽ കഷ്ടപ്പെടാം. അതുകൊണ്ട് പേരില് എന്റെ ഉമ്മയും ബാപ്പി എപ്പോഴും പ്രശ്നം. രണ്ടാളും ഒട്ടും കുറയില്ല, രണ്ടാളും പ്രശ്നം. പലപ്പോഴും ഞങ്ങളുടെ കരച്ചിൽ കേട്ട് അയൽപക്കത്ത് നിന്ന് ആൾക്കാർ വരാറുണ്ട്. 1 or 2 പ്രാവശ്യം പോലീസുകാര് ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് വന്ന് ഉമ്മാനെ ബാപ്പങ്ങനെ കൈകൊണ്ട് ചുമരുമങ്ങനെ ഒട്ടിച്ചു പിടിച്ചിട്ടേ മുട്ടുകാല് കൊണ്ട് ഉമ്മാനെ ബാപ്പ കൈകാര്യം ചെയ്യുന്ന അത്ര ഭീകരമായിട്ട്. എന്നാ ഉമ്മാന്റെ സംസാരം നിർത്തോ, ഒരു വാക്ക് ഉമ്മയും കുറഞ്ഞു കൊടുക്കൂല. രണ്ടാളും പെരുവടിയാണ്. ഇത് കണ്ട് ജീവിച്ചാണ് ഉസ്താദെ ഞാനൊക്കെ വളർന്നത്. പിന്നെ ഞാൻ എങ്ങനെ ഒരു കല്യാണത്തിന് സമ്മതിക്കുമോ? അപ്പൊ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, മോളെ അത് നിന്റെ വീട്ടിലെ മാത്രം പ്രശ്നമാണ്. ഈ നാട്ടിലെ ഈ പരിസരത്ത് എത്രയെത്ര കുടുംബങ്ങള് കല്യാണം കഴിച്ച് ഭാര്യ ഭർത്താക്കന്മാര് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്നുണ്ട്. അപ്പൊ ആ പെൺകുട്ടികളുടെ എണ്ണി അയൽപ്പക്കത്തെ ഓരോ വീട്, ആ വീട്ടിലൊക്കെ പ്രശ്നമാണ്. ഇതൊക്കെ എണ്ണി പറഞ്ഞിട്ട് ആ പെൺകുട്ടി ഒരു പാതി ചിരിയോടുകൂടി എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തിനാ ഉസ്താദെ തീവണ്ടിക്ക് തലവെക്കാൻ പോണത്, ഇങ്ങനെ അങ്ങോട്ട് ജീവിച്ചു പോയി കൂടെ? എനിക്ക് മനസ്സിലായോ? നമ്മുടെ വീടുകളിൽ വളരുന്ന നമ്മുടെ കുട്ടികൾ കുടുംബജീവിതം എന്ന മനോഹരമായ സംവിധാനത്തെ ഭീതിയോടുകൂടിയും അറപ്പോടുകൂടിയും കാണുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഗ്രഹാന്തരീക്ഷത്തിലുള്ള ചില പ്രശ്നങ്ങളാണ്. വീടിന്റെ ഉള്ളിൽ ജീവിക്കുന്ന മാതാപിതാക്കളും വീട്ടിലെ കുടുംബങ്ങളും തമ്മിൽ പാലിക്കേണ്ട ചില മര്യാദകൾ പാലിക്കാതെ വന്നതിന്റെ ദുരന്തമാണ്. നിങ്ങൾക്കറിയോ, ഒരു വീടിന് ഓരോ വീടിനും അറബിയിൽ പറയുന്ന പേര് ഒന്നുകിൽ ബൈത്ത് എന്ന് പറയും, അത് മദ്രസയിലോ പഠിച്ചത്, ദാറു എന്ന് പറയും, അതൊക്കെ വീടിന്റെ പേരാണ്. പക്ഷേ ഒരു കുടുംബം പാർക്കുന്ന വീടിന് ഇസ്ലാം കൊടുത്ത പേര് മസ്കൻ ആണ്. മസ്കൻ എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് സക്കീനത്ത് എന്ന് പറഞ്ഞാല് ശാന്തി, ശാന്തത. മസ്കൻ എന്ന് പറഞ്ഞാൽ ശാന്തിയുള്ള സ്ഥലം, ശാന്തിയുള്ള സ്ഥലം, ശാന്തിയുടെ കേന്ദ്രം, സമാധാനത്തിന്റെ കേന്ദ്രം. ഒരു കുടുംബം താമസിക്കുന്നത് സമാധാനത്തിന്റെ കേന്ദ്രമായ വീട്ടിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരും കുടുംബമായി ജീവിക്കണമെന്ന് പഠിപ്പിച്ചപ്പോ വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ, നിങ്ങൾക്ക് ഒരു ഇണയെ തന്നെ നിങ്ങളെ കുടുംബമാക്കിയത് എന്തിനാണ് എന്ന ചോദ്യത്തിന് അള്ളാന്റെ മറുപടി ലിതസ്കുനു ഇലൈഹാ, സമാധാനം ഉണ്ടാവാൻ. കല്യാണം കഴിച്ച് കുടുംബമായിട്ട് ജീവിക്കുന്നതേ അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം സമാധാനം ഉണ്ടാവുക എന്നതാണ്. പക്ഷേ പലപ്പോഴും വീട്ടിൽ നിന്ന് ചില ആളുകൾ കാണാം തോർത്തുമുണ്ടൊക്കെ കൊടിഞ്ഞ് തോളിട്ട് കണ്ട് ഒരു ഇറങ്ങിപ്പോലെ. അപ്പൊ അയലോക്കക്കാരൻ ചോദിക്കും, എന്റെ ഇന്നലെ ഉച്ചക്ക് വീട്ടിൽ നിന്ന് ഒരു ഭയങ്കര പോക്കാൻ പോയല്ലോ, എന്താ ഉണ്ടായത്? അപ്പൊ പറയുന്ന മറുപടി എന്താ അറിയാം, ഒരു സമാധാനമുള്ള പെരീ കുത്തിരിക്കാൻ എപ്പോഴും പ്രശ്നം തന്നെ പറഞ്ഞ് ആകപ്പാടെ പൊട്ടിത്തെറിക്ക അങ്ങോട്ട് ഇറങ്ങിപ്പോന്നതാ പെരീന്ന്, പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. ചിലപ്പോ കാണാൻ അങ്ങാടിയിലൊക്കെ 10-12 മണിയായാലും പെട്ടിക്കടയുടെ അടച്ചിട്ട പെട്ടിക്കടയുടെ പെട്ടിന്റെ മേലെ ചില ആൾക്കാർ ഇരുട്ടത്തിൽ ഇങ്ങനെ ചമ്പ്രം പടങ്ങി, ആരാപ്പത്? എന്താണ് വീട്ടിൽ പോണില്ലേ? പോണേ. അല്ല പോണ്ടേ? പോണേ. അല്ല എന്താ വീട്ടിൽ പോകാത്ത? കുറച്ച് ഒരു വീട്ടിൽ പോകാൻ തോന്നുന്നില്ല. എന്താ വീട്ടിൽ പോകാൻ തോന്നാതിരിക്കുന്നത്? വീട്ടിൽ ആളില്ലാഞ്ഞിട്ടല്ല, ആ വീട്ടിക്ക് കയറി ചെല്ലുമ്പോൾ അവന് കിട്ടുന്ന ചില അവസ്ഥകൾ ഉണ്ടല്ലോ. അത് ഈ സഹോദരിമാരോട് ഞാൻ പറയട്ടെ, ആണുങ്ങളെ കാര്യം ഇപ്പൊ ഇത്തിരി കഷ്ടം. നിങ്ങളൊക്കെ പറയാറില്ലേ, ജനിക്കുകയാണെങ്കിൽ ആണായി ജനിച്ചാൽ മതി, ചോറ് തിന്നുകൊണ്ട് ആ കയ്യം കുടഞ്ഞ് എണീറ്റാൽ മതി, ഇത് സുഖം ഓൽക്കില്ലേ? ഈ അടുത്ത കാലത്ത് ഞാനൊരു ലേഖനം വായിച്ചു, സ്ട്രോക്ക്, ഹൃദയസ്തംഭനം, കുഴഞ്ഞു വീണ് മരിക്കൽ, അതൊക്കെ സംഭവിച്ച ആളുകളുടെ പട്ടികകൾ നോക്കിയിട്ടേ അതിലെ സ്ത്രീ പുരുഷ അനുപാതം ഒന്ന് കൂട്ടി നോക്കണ്ടേ. അത്ഭുതപ്പെടുത്തല്ല, പേടിപ്പിക്കും. ആണുങ്ങളുടെ എണ്ണം അത്രമേൽ കൂടുതലാണ്. എന്താ കാരണം അറിയാം? സ്ത്രീകളെ സംബന്ധിച്ച് ഒരു സങ്കടം വന്നാല് ഓർക്കാൻ കരയാം, ഉറക്കൻ കരയാം. ചിലപ്പോ അയലോക്കാർ വരെ നോക്കി എന്താ കരച്ചിൽ കേട്ടല്ലോ, ചിലപ്പോ ഉറക്കാൻ ചിരിക്കാം. ഞങ്ങൾ ആണുങ്ങൾക്ക് അത് രണ്ടിനും പറ്റാത്തൊരവസ്ഥയാണ്. കരയാനും പറ്റൂല, ചിരിക്കാനും പറ്റില്ല. ഇതെല്ലാം പാടങ്ങനെ ഉള്ളിലിങ്ങനെ വെച്ച് നടന്നിട്ടേ അവസാനം അഗ്നിപർവ്വതം പോലെ ഒരു പൊട്ടല, അതിൽ ബാക്കി ആളുകൾ ചുരുക്കാം. കുറെ ആൾക്കാർ തളർന്നു പോകും, ചില ആൾക്കാർ ഇല്ലാതായിത്തീരും.
അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ബലാരും എനിക്ക് ചായ വാങ്ങിക്കൊന്ന് പറയിപ്പിക്കല്ലേ, ഞാൻ രണ്ടും പറയുന്നുണ്ട്, നിങ്ങൾ കേൾക്കണം. ഞങ്ങള് ഈ ഖത്തീബുമാരുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഞങ്ങളിങ്ങനെ ഓരോ വെള്ളിയാഴ്ച വിഷയങ്ങൾ ചർച്ച ചെയ്യും. അടുത്ത വെള്ളിയാഴ്ച എന്താ പറയുന്നതൊക്കെ. അപ്പൊ അങ്ങനെ ചർച്ചയിൽ വന്ന ഒരു ചർച്ച എന്തെന്ന് നിങ്ങൾ നമുക്ക് ഒരു 3-4 ആഴ്ച കുടുംബ ബന്ധങ്ങളെ കുറിച്ചും വീടുകളിൽ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ചൊക്കെ ഒന്നാം സംസാരിച്ചാലോ? അതാവട്ടെ നമ്മളെ 4 ആഴ്ചത്തെ വിഷയം. എല്ലാവർക്കും ബോധ്യപ്പെട്ടു. കാരണം ഇപ്പോഴത്തെ കാലത്ത് നിർബന്ധമാണ് വീടുകളിലെ കാര്യങ്ങളൊക്കെ പറയേണ്ടതുണ്ട്. ഇസ്ലാമികമായ വീടാണെങ്കിൽ പോലും ആ വീട്ടിലെ ഇസ്ലാമിക മര്യാദകളൊക്കെ മിക്കവാറും എല്ലാവരും മറന്നുപോയിട്ടുണ്ട്. അതുകൊണ്ട് ഓർമ്മിപ്പിക്കുന്നത് നല്ലതാണല്ലോ. ആയിക്കോട്ടെ, അങ്ങനെ ആ വിഷയം എവിടെ തുടങ്ങണം? ഒന്നാമത് എന്താ പറയേണ്ടത്? അപ്പൊ ഒരാൾ നിർദ്ദേശിച്ച തരങ്ങൾ പീഡിപ്പിക്കപ്പെടുന്ന പുരുഷന്മാർ. പീഡിപ്പിക്കപ്പെടുന്ന പുരുഷന്മാർ. അപ്പൊ അതിന്റെ താഴെ ചോദ്യം വന്ന്, അങ്ങനെ പുരുഷന്മാരങ്ങനെ സ്ത്രീകളൊക്കെ പാടെ കത്തിയും കൈക്കോട്ടൊക്കെ എടുത്തുകൊണ്ട് പുരുഷന്മാരെ പീഡിപ്പിക്കുന്ന വാർത്തകൾ അപൂർവമായിട്ടൊക്കെ ഉണ്ടെങ്കിലും അതൊരു ജനറലായിട്ട് പൊതുവായിട്ട് പറയാൻ മാത്രമൊന്നും ഇല്ലല്ലോ. അപ്പൊ ആ വിഷയം നിർദ്ദേശിച്ച ആള് അതിന്റെ താഴെ പാരഗ്രാഫ് അതെല്ലാവർക്കും ബോധിച്ചു. എന്തായാലും ഒരു പുരുഷനെ സംബന്ധിച്ച് അവൻ അനുഭവിക്കുന്ന പീഡനം എന്ന് പറഞ്ഞാലേ അടിയൊന്നല്ല. അടിക്ക് ഞങ്ങൾ കൊള്ളും. അങ്ങാടിന്നൊക്കെ എത്ര അടി കിട്ടിയേക്കും, എവിടെ കിട്ടിയേക്കും, അത് നമുക്ക് ഓർമ്മയിലേ ഉണ്ടാവില്ല. കാരണം അടി ഞങ്ങളെ കൂടെ പുറത്തേക്കാണ്. അതൊന്നും പറഞ്ഞാൽ രണ്ടാമത്തെ അങ്ങോട്ട് കൊടുക്കും, ചിലപ്പോൾ ഇങ്ങോട്ട് കിട്ടിയേക്കും. അതൊന്നും കണക്കിൽ വെക്കില്ല. അടി കിട്ടിയതില്ലതുകൊണ്ട് അതൊരു മോശമായിട്ട് കാണലുണ്ട. പക്ഷേ ഒരു പുരുഷനെ സംബന്ധിച്ച് അവൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പീഡനം തരങ്ങള്, അവൻ പരിഗണിക്കപ്പെടേണ്ട സ്ഥലത്ത് അവന് ലഭിക്കേണ്ട പരിഗണന കിട്ടാതെ പോവാ. ഒന്നുകൂടി എളുപ്പത്തിൽ പറഞ്ഞാൽ അവഗണിക്കപ്പെടുക. പള്ളിയുടെ തിണ്ണയിൽ ഇരിക്കുന്ന 65 വയസ്സ് കഴിഞ്ഞ നാട്ടിലെ കാരണവര് യശാനുഷ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാതിരുന്നപ്പോ പള്ളി പൂട്ടി പോകേണ്ട ജോലിക്കാരൻ ചോദിച്ചു, എന്താ ആചാര്യ പോകാത്തെ? കുറച്ച് കേട്ടാണ്. പിന്നെ അയാൾക്ക് ലേറ്റ് ഓഫ് ആക്കി പോകണല്ലോ, അല്ല ആചാര്യ പോണ്ടേ? അപ്പൊ ആചാര്യ പറഞ്ഞേ, ഞാനങ്ങനെ ആലോചിക്കുക, വീട്ടിക്ക് പോകാതെ വേറെ എങ്ങട്ടേലും പോയാലോ എന്ന് ആലോചിക്കുകയാണ്. ആചാര്യ ഒച്ച പതറിയിട്ടുണ്ട്. ജോലിക്കാരൻ തോർച്ചക്കട വെച്ചത് ചോദിച്ചു, അല്ല ആചാര്യ എന്താ നിങ്ങൾ പറയണേ? അപ്പൊ ആചാര്യ പറഞ്ഞേ, ഇപ്പന്റെ പെരേക്ക് പോയി നോക്കിയാൽ എന്റെ പെണ്ണുങ്ങളും കുട്ടികളും പേരക്കുട്ടികളും എല്ലാരും ചിരിച്ച് കളിച്ച് നല്ല വർത്താനം പറഞ്ഞ് അങ്ങനെ ചിരിന്റെ ഒച്ചകളെ കേൾക്കാം. ഞാന് ഗേറ്റ് തുറക്കുന്ന ഒച്ച കേട്ടാൽ എല്ലാവർക്കും മക്കൾ എണീറ്റ് പോകും, പേരക്കുട്ടികൾ പോകും, ഭാര്യ പോകും. പിന്നെ ഞാൻ ഒറ്റക്ക് ഉള്ളിന്ന് ഭാര്യന്റെ വർത്താനുണ്ടോ, അതാ കഞ്ഞി അവിടെ വളമ്പി വെച്ചെങ്കിൽ കേട്ടോ, പോയി കുടിച്ചോടണ്ടേ. ഞാൻ ചെല്ലുമ്പോ ഖബറിന്റെ തലക്ക മീസാങ്കന്റെ കുത്തിയമാർക്ക് വലിയ ഡെയിലിന്റെ തലക്ക് ഒരു പാത്രത്തിൽ കഞ്ഞി അവിടെ ഒരു കസാര ഉണ്ടാവും. ഞാൻ അങ്ങനെ അയാൾ പറയണേ, ഞാനിങ്ങനെ ആലോചിക്കാം, എന്റെ വീട്ടുകാർക്ക് ഞാനൊരു ഭാരം എടുക്കണോ? ഓരോ സന്തോഷങ്ങളൊക്കെ നിർത്തിവെക്കേണ്ട, ഓരോ സംസാരങ്ങളൊക്കെ നിർത്തിവെക്കേണ്ട, അവരുടെ ആനന്ദങ്ങളൊക്കെ മാറ്റിവെക്കേണ്ട, ഞാൻ കടന്നു ചെല്ലുമ്പോ വീട് മൂകമാകേണ്ട വിധം എന്റെ വീട്ടുകാർക്ക് ആവശ്യമില്ലാത്ത ഒരാളായിട്ട് ഞാൻ മാറിയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുകയാണ്. അതുകൊണ്ട് ഇങ്ങനെ ആലോചിക്കുക, എങ്ങട്ടേലേക്കാണ് പോയാലോ എന്ന്. ഞാൻ അത് പറയുമ്പോ എന്റെ മുമ്പിലുള്ള ആൾക്കാർ പറയുന്ന ഉത്തരം കിട്ടുള്ളൂ. എന്തായാലും അതെ, ഞാനൊക്കെ പലവട്ടം അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. സത്യമായിട്ടും നിങ്ങളെ വീട്ടിൽ കാണുങ്ങളാണ് പലവട്ടം ആലോചിക്കുന്നത്, എങ്ങനെയാണ് പോയാലോ. ഒരു വീടിന് അള്ളാഹു നിശ്ചയിച്ച ഒരു സ്ട്രക്ചർ ഉണ്ട്. അപ്പൊ ഞാൻ ഇതിന്റെ മുമ്പില് ഒരു ഷെഡ് ഉണ്ടാക്കേണ്ടില്ല. ഇതിന്റെ വീടാന്ന് വിചാരിച്ചു, ഒരു ഷെഡ് ഉണ്ടാക്കേണ്ടില്ല. കാർ ഷെഡ്, വലിയ കാർ വാങ്ങിയപ്പോ ഒരു ഷെഡ് ഉണ്ടാക്കില്ല. അപ്പൊ അങ്ങനെ ഞാൻ ഈ ഇരുമ്പ് കമ്പിയൊക്കെ വാങ്ങിയിട്ട് സ്ട്രക്ചർ ഉണ്ടാക്കി ഫ്രെയിമായിട്ട് അങ്ങനെ ഉണ്ടാക്കി വേറെ ഓടുന്ന തീരുമാനിച്ചു. അപ്പൊ ഇതിന് എന്തൊക്കെ വേണം? കാല് വേണം, ഉത്തരം വേണം, കഴുക്കോല് വേണം, പട്ടിക വേണം, അതിന്റെ മേലെ ഓട് വേണം. ഞാൻ ഒരാൾക്ക് കോണ്ടാക്ട് കൊടുത്ത് അയാൾ സാധനക്കാർക്ക്, എനിക്കതിനെ പറ്റി വല്ല ഐഡിയ ഇല്ല, സാധനക്കാർക്ക്. അപ്പൊ ഞാൻ നോക്കിയപ്പോ നല്ല വീതിയുള്ള കട്ടിയുള്ള ഒരു കമ്പി ഉണ്ട്, വീതി കുറഞ്ഞ വീതി കുറഞ്ഞ ഒരു കമ്പി ഉണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ കട്ടിയുള്ള കമ്പി എന്താ? അതിങ്ങനെ കഴുക്കോല് വെക്കാനുള്ള കമ്പിയാണ്. അപ്പൊ ഈ വീതി കുറഞ്ഞ കമ്പി അതിങ്ങനെ പട്ടിക അടിക്കാനുള്ള കമ്പിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്ക് ചേഞ്ച് ആയിക്കോട്ടെ, എനിക്ക് നിങ്ങൾ ഈ ഷെഡ് ഉണ്ടാക്കുമ്പോ ഈ കഴുക്കോലിന്റെ കമ്പിക്ക് പകരം നിങ്ങൾ പട്ടികന്റെ കമ്പി വെക്കണം. പട്ടികന്റെ കമ്പിക്ക് പകരം ഈ കൈക്കോലിന്റെ കമ്പി വെച്ചോളി. അപ്പൊ കോൺട്രാക്ട് വന്ന് കാക്കാത് പൊളിഞ്ഞോളും. ഞാൻ പറഞ്ഞു, എന്റെ വിലയാണ്, എന്റെ പൈസയാണ്, ഞാൻ പറഞ്ഞ മാതിരി ചെയ്താൽ മതി. മൂപ്പര് പാവം കൈക്കോലിന് പകരം ആ പട്ടികന്റെ ബലം കുറഞ്ഞ കമ്പി ഇങ്ങനെ കൈക്കോലാക്കി വെച്ച് അതിന്റെ മേലെ കട്ടിയുള്ള കമ്പി പട്ടികയായിട്ട് വെച്ച് അതിന്റെ മേലെ ഓട് കുളത്തിയപ്പോ ഇവിടെ കിടക്കുന്നത് എല്ലാം പാടും നിലത്ത്. ഒരു വീടിന് ആവശ്യമായ പട്ടികയുമുണ്ട്, കഴുക്കോലയുമുണ്ട്. പിന്നെ എന്താ പറ്റിയത്?
പട്ടിക കൈക്കോലായി, കൈക്കോൽ പട്ടികയായി, സ്ഥാനം പൊളിഞ്ഞു. ഒരു കുടുംബത്തിന് അള്ള നിശ്ചയിച്ച സ്ട്രക്ചർ തരങ്ങള് ആ വീടിന്റെ ഭരണാധികാരി ഒരാണാണ്. അള്ള നിശ്ചയിച്ചതാണ്, ഞാൻ നിശ്ചയിച്ചല്ല, ഗവൺമെന്റോ സംഘടന ഒന്നല്ല. അതിനാവശ്യമായ ശാരീരികമായ മസിലുകൾ മുതൽ ശരീരത്തിന്റെ പരിശൻ മുതൽ മനസ്സിന്റെ ഉറപ്പ് മുതൽ ഒരുപാട് കാര്യങ്ങൾ നൽകിയാണ് ഒരാണിനെ പടച്ചുണ്ടാക്കി. എന്തിനാണിനെ അള്ള ഇങ്ങനെ ഉണ്ടാക്കി എന്ന ചോദ്യത്തിന് അള്ളാന്റെ മറുപടി എന്താ പറയുന്നത്? കുടുംബം പുലർത്തേണ്ടവൻ അവനായതുകൊണ്ട്. കുടുംബം പുലർത്തേണ്ടവൻ അവനായതുകൊണ്ട് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ജീവിതാവസാനം വരെ അത്യാധ്വാനം ചെയ്താണ് ഒരു പുരുഷൻ തന്റെ കുടുംബം നോക്കേണ്ടത്. അത് അവന്റെ മാത്രം ഉത്തരവാദിത്തം. ചില ആണുങ്ങൾ പറയാറുണ്ടേ, ഒരാണൊന്നും ഒറ്റക്ക് നോക്കിയാൽ കുടുംബം മുന്നോട്ട് പോകില്ല, പെണ്ണും കൂടി വേണം. അത് അവന്റെ ആർത്തിയാണ്. ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നിശ്ചയിച്ചത് ആണിനെ. ഇനി ഒരു പെണ്ണ് എന്തെങ്കിലും കുടുംബത്തിലേക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഇസ്ലാം പറഞ്ഞത് അത് സ്വതക്കയാണെന്നാണ്. രാവിലെ പെണ്ണുങ്ങളോട് ഇത് നമ്മളെ കിട്ടിയോ, ആ 10 രൂപ അടിക്കാം, ആ 10 രൂപ കീശിലിട്ട് പോകുമ്പോൾ ഇങ്ങനെ മറന്നു പോകണ്ട, സ്വതക്ക വാങ്ങി പോകുമെന്ന് വിചാരിച്ചാൽ മതി. ഓക്ക് സ്വതക്കന്റെ കൂലിട്ടു. കുടുംബം നോക്കേണ്ട ചുമതല ആണിന്റെ ചുമതല. അവനാണ് കുടുംബത്തിലെ രാജാവ്. അവന്റെ ഭാര്യയായ പെണ്ണിനെന്താ പേര് പറയാറിയോ? രാജ്ഞി എന്നാ പറയാ. എല്ലാ പെണ്ണുങ്ങളും നിങ്ങളൊക്കെ വീട്ടിലെ രാജ്ഞിമാരാണ്. പക്ഷെ നിങ്ങൾ രാജ്ഞിയാവണമെങ്കിൽ മിനിമം എന്തുവാണ്? നിങ്ങളുടെ ഭർത്താവ് ആരാവണം? രാജാവാണ്ടേ? നിങ്ങളുടെ ഭർത്താവ് രാജാവാണ്. ഓരോരുത്തരും പറയണം എന്റെ ഭർത്താവ് രാജാവാണ്. ഒരുപക്ഷെ കാണാൻ രസം ഉണ്ടാവില്ല, മെലിഞ്ഞു പോയിട്ടുണ്ടാവാം, കറുത്തിട്ടുണ്ടാവാം, മുടി കൊഴിഞ്ഞു പോയിട്ടുണ്ടാവാം, ഓർമ്മശക്തി പോയിട്ടുണ്ടാവാം, നടക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവാം. എങ്കിലും അഭിമാനത്തോടെ പറയണം എന്റെ ഭർത്താവ് രാജാവാണ്. അപ്പൊ നിങ്ങൾ രാജ്ഞിയാണ്. എന്റെ മാപ്പണ്ണ എന്തിനാ പറ്റുക? ഒന്നിനും പറ്റാത്തൊരു മണഗുണാങ്കനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ രാജ്ഞിയാവില്ല, നിങ്ങൾ മണഗുണാങ്കന്റെ ഭാര്യയല്ല. അപ്പൊ നിങ്ങൾ രാജ്ഞിയാവണമെങ്കിലേ നിങ്ങളെ ഭർത്താവ് രാജാവാണ്. അതിനാണെന്നൊക്കെ അതിന്റെ തകരാറുടെ വ്യക്തികൾ ഞാൻ ഒരിക്കലും നിങ്ങളെ കുറ്റപ്പെടുത്തില്ല. ഈ വിഷയത്തിൽ ഞാൻ സ്ത്രീകളെ കുറ്റപ്പെടുത്തിയല്ല, അതിന്റെ പരിപൂർണ്ണ ഉത്തരവാദി ആണിനാണ്. എന്നാ സംഭവം എന്ന് പറയും, ഈ ആണിനെ ഇടക്കാലത്ത് തോന്നി ഈ കുടുംബം ഇങ്ങനെ പോറ്റാനകത്ത് എളുപ്പമുള്ള കാര്യമല്ല. അത് പെണ്ണുങ്ങൾ അങ്ങോട്ട് ഏൽപ്പിച്ചാല് ഏറ്റെടുത്താൽ പിന്നെ നമുക്ക് പരമസുഖ. കുട്ടിക്ക് സുഖമല്ല, ഭാര്യ ഒരു കാര്യം ചെയ്യ്, ഓട്ടോഷോപ്പ് ഇടവണക്കാൻ കൊണ്ടേക്കോ, എന്നിട്ട് ഔട്ടോട് വിളിക്കുകയാണ്. പിന്നെ ഡോക്ടറെ കണ്ട് ആ മരുന്ന് കഴിഞ്ഞിട്ട് വേഗം പരീക്ഷ കൊടുന്നോ, അല്ല പുരേരന്റെ കഞ്ഞിയൊക്കെ വെച്ച് കൊടുക്കട്ടോ, ശരിക്കും നോക്കിട്ടോ. നമുക്കെന്താ പണി? ഒരു പണിയില്ല, വെറുതെ അങ്ങോട്ട് ഒരു പണി അങ്ങനെ. അതായത് വീടിന്റെ ഉത്തരവാദിത്വം സ്ത്രീകളെ ഏൽപ്പിച്ച് ആ ഉത്തരവാദിത്വം അവർക്ക് കൈമാറി ആ സ്വാതന്ത്ര്യം അനുഭവിക്കാം എന്ന് വിചാരിച്ച പുരുഷന്മാർ ആ വീടുകളിൽ ഒറ്റപ്പെടും. ഒന്നും കൂടി കേൾക്കണം, മക്കൾ വളർന്ന് സ്ഥാനം ഉയർന്ന നിലയിലെത്തി അവർ വരുമാനക്കാരാകുമ്പോ ആ വീട്ടിലെ വേലക്കാരന്റെ സ്ഥാനം പോലും ഇല്ലാതാവും ആണിന്. എന്താ കാരണം അറിയാം? ആവശ്യമല്ല, ഏതെങ്കിലും കാര്യത്തിൽ വാപ്പടവിട്ട പെണ്ണുങ്ങൾ കളിമന്നാറ മനുഷ്യ മിണ്ടാതെ ഇരുന്നോളി, ശരീരം കൊണ്ട് പെയ്യാം, 5 പൈസ ആവതുമില്ല, ഓല് കൊണ്ടുവരല്ലേ, ഓലെന്തേലും കാട്ടിക്കോട്ടെ, നിങ്ങൾ എന്തിനാ ഇടപെടേണ്ടത് എന്ന് ചോദിക്കുമ്പോഴേ ഇറങ്ങിപ്പോകാനല്ല, തൂങ്ങാൻ തോന്നും. അതിന്റെ മുമ്പ് നിങ്ങൾ കുടുംബത്തിലെ രാജാവാകുക, കുടുംബത്തിലെ രാജാവാകുക. സ്ത്രീകളുമായി ശ്രദ്ധിക്കാം, ഭർത്താവ് കുടുംബത്തിലെ രാജാവാണ്. ആ ഭർത്താവാണ് കുടുംബത്തിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടത്. അത് അള്ളാഹു നൽകിയ ഒരു ഉത്തരവാദിത്തമാണ്. ഞാൻ അടുത്ത ദിവസം തമാശയുടെ പ്രസംഗം കേട്ടി. നമ്മളാ അഭിഷേക് ഗുരുവായൂരില്ലേ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പൊ അദ്ദേഹത്തെ പ്രസംഗം കേട്ടി. അദ്ദേഹം ഒരു തമാശയിലൂടെ ഈ കാര്യം പറയുന്നുണ്ട്. അദ്ദേഹം പറയണേ, ഞങ്ങൾ ആണുങ്ങളൊക്കെ പൊതുവെ ഇപ്പോ വലിയ കാര്യങ്ങളൊക്കെ ചിന്തിക്കാറ്. ചെറിയ കാര്യമൊക്കെ പെണ്ണുങ്ങളെ ഏൽപ്പിച്ചു. ഏതാ ചെറിയ കാര്യം? കുട്ടിനെ സ്കൂൾ ചേർക്കുന്നത്, പഠിപ്പിക്കുന്നത്, വില്ലേജ് ഓഫീസിൽ പോണത്, ആശുപത്രിയിൽ പോണത്, മോന്റെ കല്യാണം, മോളെ കല്യാണം, ഡ്രസ്സ് എടുക്കുന്നത്, സ്വർണം വാങ്ങണത്, അങ്ങനത്തെ കാര്യമൊക്കെ പെണ്ണുങ്ങൾ ആലോചിക്കുക, ഓര് ചെയ്യുക, വേണമെങ്കിൽ പൈസ കൊടുക്കുക, അതൊക്കെ ഓര് ചെയ്തോളും, നമ്മൾ ഇടപെടണ്ട. നമ്മൾ വലിയ കാര്യത്തെ പറ്റി ആലോചിക്കാം. ഏതാണ്? ഗസയിൽ എപ്പോഴാണ് യുദ്ധം നിൽക്കേണ്ടത്? അമേരിക്കൻ പ്രസിഡന്റ് ആരാകേണ്ടത്? നമ്മുടെ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് EVM ആണോ പേപ്പർ ബാലറ്റ് ആണോ? അങ്ങനെ വലിയ കാര്യം നമ്മൾ ചിന്തിക്കാം. ചെറിയ കാര്യക്ക് അങ്ങനെ ആണുങ്ങൾ വലിയ കാര്യം ചിന്തിച്ച് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തിറങ്ങിയപ്പോ പിന്നെ അങ്ങോട്ട് ചെന്നപ്പോ ഓർക്ക് സീറ്റില്ല, എന്റെ പെരക്കാർ പിന്നെ വേണ്ട, ഓർക്ക് പിന്നെ ആവശ്യമില്ല, എന്നോടൊന്നും പറയണില്ല, എന്നോടൊന്നും ചോദിക്കണില്ല, ഞാനൊന്നും അറിയണില്ല. നിങ്ങൾക്കറിയോ, ഒരു കാലത്ത് നമ്മുടെ വീടുകളൊക്കെ സഞ്ചരിച്ചിരുന്നത് വീട്ടിലെ ബാപ്പാനെ കേന്ദ്രീകരിച്ചായിരുന്നു. ഓർമ്മണ്ട്?
ബാപ്പാന്റെ എനിക്ക് ഈ കാവുത്ത് എന്ന സാധനം ഉണ്ടല്ലോ, കാവുത്ത് മണ്ണിന്ന് കുടിച്ചിട്ടുള്ള സാധനം കാണാൻ ഒരു ചൊറുക്കില്ല, ഒരു ടേസ്റ്റും ഇല്ല. എനിക്കത് ഭയങ്കര ദേഷ്യം. പക്ഷെ എന്റെ പെരയിൽ മിക്കവാറും രാവിലെ കാവുത്തേക്കാണ് ചായക്ക് വേണ്ടി. അത് പ്രാരംഭത്തിന്റെ കാലാണ്. മാണ്ടാന്ന് പറഞ്ഞാൽ അമ്മ എനിക്ക് വെള്ളപ്പം വേണ്ട, എന്നാ ഇഡ്ഡലി ഉണ്ടാക്കി തരട്ടോ എന്ന് പറയുന്ന അമ്മയല്ല എന്റെ അമ്മ. ആണെങ്കിൽ തിന്ന് നീച്ചു പോയിക്കോ, അല്ലെങ്കിൽ തിന്നാതെ പോയിക്കോ പറയും. ആചാര്യന്മാരുടെ കാലം. അതുകൊണ്ട് ഈ കാവുത്ത് തോല് വെച്ച് തിന്നുമ്പോ കണ്ണിന്ന് വെള്ളം ഇങ്ങനെ വരും. കാരണം ഒരു ഇഷ്ടമല്ല, പക്ഷെ തിന്നില്ലെങ്കിൽ പട്ടിണിയാണോ. അതിങ്ങനെ എന്നും തിന്നേണ്ടി വരും. അതെന്താ കാരണം എന്നറിയാം? എന്റെ ബാപ്പാക്ക് ഈ കാവുത്ത് ഭയങ്കര ഇഷ്ടം. ബാപ്പ എവിടേക്ക് പോയാലും വരുമ്പോ ഇത് കൂട്ടും ശരിയാ. അത് ബാപ്പാക്ക് ഇഷ്ടമാണ്, ഉമ്മാക്കും അറിയാം. അതുകൊണ്ട് ബാപ്പ ജീവിക്കുന്ന ഉമ്മാക്കും വേണ്ടിയ. അതുകൊണ്ട് തന്നെ ഉമ്മ ബാപ്പാക്കും, ഉമ്മ അത് രാവിലെ പോകും പണിക്കോണി ബാപ്പാക്കും. അത് മാണെങ്കിൽ നമുക്ക് തിന്നാം. അങ്ങനെ ഇന്നിപ്പോ എന്താ അവസ്ഥ അറിയാം? ഇന്ന് ബാപ്പാക്ക് കാവുത്ത് പോട്ടെ ഒരു മത്തി പൂളി നിന്നാ പൂതിയായിട്ട് ഇപ്പൊ കാലങ്ങൾ നടക്കൂല. അഥവാ രണ്ടിനും പൂളൊക്കെ കൊടുങ്ങാണ്ട് രാവിലെ പൂളെന്നാ വേണ്ടി അടുക്കളയ്ക്കല്ലോ കാണാം ചായന്റെ കഴിവ് നൂഡിൽസ്. ആർക്കാ പറയാൻ നൂഡിൽസ്? നിങ്ങൾ പറഞ്ഞ പൂള ആർക്കാ പറ്റുക? കുട്ടിയൊക്കെ പറ്റൂല. പിന്നെ രണ്ടാമത് ഉണ്ടാക്കാൻ എന്നെ കൊണ്ടാവൂല, വേണമെങ്കിൽ തിന്നോളി. അത് തിന്നോളണം. അതായത് നിലവില് നമ്മുടെ വീടുകൾ കുട്ടികളെ കേന്ദ്രീകരിച്ചാൽ മുന്നോട്ട് പോകും. മുതിർന്ന ആളുകൾക്ക് വീട്ടിൽ സ്ഥാനം നഷ്ടപ്പെടുകയോ അവർ പരിഗണിക്കപ്പെടാതിരിക്കുകയോ ചെയ്യുകയും കുട്ടികൾ വീടിന്റെ ആണിക്കല്ലായി വരെ. കുട്ടികൾ എന്ന് പറഞ്ഞാൽ ചില വീട്ടിലൊക്കെ പേരക്കുട്ടികളാണ് വീടിനെ നിയന്ത്രിക്കുന്നത്. അവർ ഉറങ്ങുമ്പോൾ വീട് ഉറങ്ങിക്കൊള്ളണം. ഇന്റെ ബാപ്പാനൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, സ്കൂളില്ലാത്ത ദിവസം ബാപ്പാക്ക് പണിയില്ലാതെ ആയ കുടുങ്ങി. സ്കൂളില്ലാത്ത ദിവസം ബാപ്പ പണിയില്ലാതെ പെരയിലുണ്ടെങ്കിൽ അന്ന് ബന്ധുവായിരിക്കാം, മുണ്ടാനായിട്ടില്ല. മുറ്റത്ത് കളിക്കാനായിക്കൂല, ഒച്ച ഉണ്ടാക്കാനില്ല. പോയാൽ ബാപ്പ ഉറങ്ങുമ്പോ ഒച്ച ആട്ടിനുണ്ട്. ഇന്നിപ്പം ഞാനൊരു ബാപ്പാനെ കണ്ട് ഞാൻ പരിപാടി കഴിഞ്ഞ് നാട്ടിൽ ചെല്ലുമെന്ന യശാ നിഷ്കരിച്ച് വീട്ടിൽ പോകരുത് പള്ളിക്ക് കയറുമ്പോൾ ഒരാൾ ചോറും ചാരിക്കുന്നത്. എന്താ ഉറങ്ങാത്ത? ഒന്നുമില്ല, പെരിയിൽ നിന്ന് പോന്നാണ്. എന്റെ പോന്ന് ഒന്നുമില്ല. എന്റെ പെരിയില് എന്റെ കട്ടിൽമ കിടന്നാലല്ലാതെ എനിക്ക് ഉറക്ക് വരൂല. അത് എനിക്കും അറിയാം, എന്റെ പെണ്ണുങ്ങൾക്കും അറിയാം. ഞാൻ മാറി കിടക്കല്ല. ഇന്ന് കടക്കാൻ എന്നപ്പോ പെണ്ണുങ്ങൾ പറയാം, മകളും കുട്ടികളും വന്നിട്ട് ഓൾ നിങ്ങളെ കട്ടിൽമ കയറി കടന്നിട്ട് ഞോലെ മാറ്റി കയറ്റായിട്ട് ഉറക്ക് പോകും, നിങ്ങൾ വേറെ പോയി കടന്നോളി. സഹിക്കാൻ കഴിയായിട്ട് ഇറങ്ങി പോകുന്നതാണ്. ഇത്രയും കൊല്ലം ഞാൻ ഓടെ കൊണ്ടുവന്നിട്ട് എന്റെ ഒരു ഇഷ്ടം അവർക്ക് മനസ്സിലായില്ലല്ലോ, അതുകൊണ്ട് പോകുന്നതാണ്. ഇനി അങ്ങോട്ട് പോകണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടേ പോകുന്നതാണ്. ഇതാണ് കാലം അല്ലേ? വേറെ കുട്ടികളെ സ്നേഹിച്ചൂടെ? ഞാൻ എല്ലാവരോടും പറയാം, എല്ലായിടത്തും പറയുന്നുണ്ട്. പക്ഷെ ആ സ്നേഹം ഇങ്ങോട്ട് വേദന മാത്രം കിട്ടുന്ന അവസ്ഥയാവരുത്. ഒരു പരിധി എന്താ അറിയോ? ഒരു പോകും, ഓരോ വാപ്പിയും വേറെയാണ്. ഒരു പോകുമ്പോ അങ്ങനത്തെ ഒരു സർട്ടിഫിക്കറ്റ് തരും. നല്ല കുട്ടിയായി വല്ലിപ്പി നോക്കി അങ്ങോട്ട് കേടെത്തിയതാ. ഇപ്പൊ എന്തിനാ പറ്റുക? ആ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ ഷോക്കേസിൽ വെച്ചോളി, മരിക്കോണം അല്ലേ? വീട് പിതാവിനെ കേന്ദ്രീകരിച്ചൊരു വീട്. ആ പിതാവിന്റെ ഭാര്യയായ രാജ്ഞി, ആ രാജ്ഞിക്ക് അധികാരമുള്ള ഒരു വീട്. അതാണ് ഇസ്ലാം പ്രഖ്യാപിച്ച വീട്. ആ വീട്ടില് മക്കൾ ആ മാതാപിതാക്കളെ അനുസരിച്ചും മാതാപിതാക്കളെ സ്നേഹിച്ചും ജീവിക്കുന്ന മക്കൾ. അതാണ് ഇസ്ലാം പഠിപ്പിച്ച ഒരു വീടിന്റെ അകത്തളത്തിന്റെ സ്ട്രക്ചർ. ആ സ്ട്രക്ചർ ആകപ്പാടെ മാറി മറിഞ്ഞ് വീടിന്റെ രാജാവാകേണ്ട വീട്ടുകാരൻ വീടിന്റെ പുറത്താവുകയോ അവഗണിക്കപ്പെടുകയോ ചെയ്യുന്ന അവസ്ഥ. ഞാൻ എല്ലാ സ്ത്രീകളോടും പറയാം, വലിയ വലിയ മക്കളുണ്ടാവും, ഉയർന്ന വരുമാനമുള്ള ഉയർന്ന സ്ഥാനമുള്ള പദവിയുള്ള മക്കളുണ്ടാവും. മക്കളെപ്പോഴും ഉമ്മാനോട് സംസാരിക്കുക കാര്യങ്ങളേറെ. അപ്പോ ഉമ്മ പറയണം, ഈ ബാപ്പാനോട് പറഞ്ഞോ ഈ കാര്യത്തെ പറ്റി? ഇത് തുടങ്ങാൻ പോണ പുതിയ ഏർപ്പാടിനെ കുറിച്ച് ബാപ്പനോട് സംസാരിച്ചോ? ബാപ്പയോട് ഈ കാര്യങ്ങൾ പറഞ്ഞോ? ബാപ്പനോട് അനുവാദം വാങ്ങിയോ? അപ്പൊ മക്കൾ പറയുന്ന മറുപടി, ഉമ്മ ഞാൻ തുടങ്ങുന്ന ഈ ബിസിനസിനെ കുറിച്ച് ബാപ്പാക്ക് ഒന്നും അറിയില്ല, ഞാനത് പറഞ്ഞാൽ ബാപ്പാക്ക് മനസ്സിലാവില്ല, ആ സമയം കണ്ട് പോയി കിട്ടുക എന്നല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടാവില്ല. പിന്നെ എന്തിനാ ഞാനേ പറയുന്നത്? അപ്പൊ നിങ്ങൾ പറയണം, മക്കളെ നിങ്ങൾ ഇന്ന് ഈ വലിയ വലിയ ബിസിനസ് ഒക്കെ തുടങ്ങാനുള്ള കാരണങ്ങൾ അതാ ബാപ്പാന്റെ വേർപ്പ, ആ ബാപ്പാന്റെ അധ്വാന, ബാപ്പാന്റെ കഷ്ടപ്പാട്, ബാപ്പ കൊണ്ട വെയിലാണ് നിങ്ങളുടെ തണല്. എന്റെ സുഹൃത്ത് അൻസാർ നന്മന്റെ ഒരു പ്രഭാഷണത്തിലെ ഞാൻ കേട്ടൊരു സംഭവം. അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, താമരശ്ശേരി ഭാഗത്ത് നിന്ന് പോരുമ്പോ ഒരു മൊബൈൽ ഫോണിന്റെ ഷോപ്പ് ഉദ്ഘാടനം നടക്കുക. ഏതോ ഒരു വലിയ ആളുകളൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു എന്താ പറയാ അങ്ങനത്തെ ഒരാൾ ഉദ്ഘാടനം ചെയ്യാൻ വരുന്നുണ്ട്. അപ്പോ അതിന്റെ മുമ്പിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ മുയലിന്റെ രൂപം, ഒരു പ്ലാസ്റ്റിക്കിന്റെ മുയൽ. ആ മുയലിങ്ങനെ നിന്ന് ചാടും ബസ്സൊക്കെ ബ്ലോക്കാം. അപ്പൊ മുയലിങ്ങനെ ചാടും, വലിയൊരു മുയൽ രൂപം ചാടുകയാണ്. അതിങ്ങനെ ചാട്ടത്തിന് നൃത്തത്തിന്റെ ചൂടൊന്നുമില്ല, വെറുതെ ഇങ്ങനെ ചാടുകയാണ്. അപ്പൊ അങ്ങനെ ചാടി കുറെ ചാടി അത് കുഴങ്ങുമ്പോ ഒരാൾ വന്നിട്ട് ഇങ്ങനെ പൊട്ടും, നിൽക്കാൻ പാടില്ല, പിന്നെയും ചാടില്ല. അപ്പൊ അൻസാർ പറഞ്ഞത്,
ഞാൻ അയാളുടെ കാലിലേക്ക് നോക്കി, കറുത്ത് മെലിഞ്ഞ് എല്ലും നരമ്പും മാത്രമുള്ള കറുത്ത കാല്. ആ കാലിട്ട ചെരുപ്പ് പഴയ VKCയുടെ മടം പോട്ടം വീണ ചെരുപ്പ്. ഏതോ ഒരു പാവം മനുഷ്യൻ വൈകുന്നേരം തൻ്റെ മക്കൾക്ക് അന്നം വാങ്ങാനുള്ള പണത്തിന് വേണ്ടി അയാൾ ചാടിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ ചാടിയിട്ട ഈ ബാപ്പാര് ചാടി കരച്ച് ആ ചാടിയതിന്റെ ഫലമാണ് ഈ കുടുംബമെന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങൾ സന്മനസ് കാണിക്കണം. മക്കളോട് പറയണം, മക്കളെ ബാപ്പാനോട് പറയണം. ബാപ്പാക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവന്റെ മകന്റെ ബിസിനസിന്റെ പേര് പോലും ബാപ്പാക്ക് മനസ്സിലാവൂല. പക്ഷേ രാത്രി മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ അങ്ങനെ വെറുതെ ഇരിക്കുമ്പോ, യശാബാങ്കിന് കാത്തിരിക്കുമ്പോ ആ ബാപ്പ അങ്ങനെ രണ്ട് കൈയും പൊന്തിച്ച്, റബ്ബേ എന്റെ കുട്ടികൾ എന്തോ ഒരു ഏർപ്പാട് തുടങ്ങാൻ പോണ്ട് റബ്ബേ, എന്താ എനിക്കറിയില്ല, എനിക്കും അവരെ സഹായിക്കാനും അറിയില്ല, പടച്ചോനെ എന്റെ മക്കൾക്ക് ഒരു കാവലുണ്ടാവണം കേട്ടോ എന്നാ ബാപ്പ പറഞ്ഞാലേ ആ പ്രാർത്ഥനക്ക് മീതെ ദുന്യാവിൽ ഒരു തങ്ങളും ഒരു മൗലവിയും ഒരു മഹ്ലൂക്കുമില്ല. മക്കൾക്ക് വേണ്ടിയുള്ള മാതാപിതാക്കളുടെ പ്രാർത്ഥന ഉണ്ടല്ലോ, അത് അള്ളാഹുവിന്റെ അടുക്കൽ ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയാണ്. അതുകൊണ്ട് മക്കളോട് എത്ര വളർന്നാലും എത്ര വലുതായാലും എവിടെയൊക്കെ എത്തിയെന്ന് തോന്നിയാലും നിങ്ങളുടെ മാതാപിതാക്കൾ കൂടെയുണ്ടോ, ആ മാതാപിതാക്കളെ ചേർത്ത് വിളിച്ചോണം. അള്ളാഹുവിന്റെ കൽപ്പന തരങ്ങള് വലാ തഖുല്ലഹുമാ ഉഫ്ഫിൻ, വെറുപ്പിന്റെ ഒരു സ്വരം. എന്തിനാ വാപ്പങ്ങള് അല്ലേ, എന്തിനാ വാപ്പങ്ങള്? വാപ്പ മൂത്രൊഴിച്ച് ആ തുണി മാറ്റി ഇങ്ങോട്ട് വന്നപ്പോത്തിനുണ്ട് അടുത്ത വിരിപ്പിൽ മൂത്രൊഴിച്ചു. എടുത്ത വാപ്പത് ഇങ്ങനെ. ബാപ്പ പറഞ്ഞു, മളെ ഞാൻ അറിയുന്നില്ല, ഞാൻ മൂത്രമൊഴിച്ചിട്ടില്ല, നോക്കി ഞാൻ മൂത്രമൊഴിച്ചിട്ടില്ല, എന്താണ് ഈ പറയുന്നത്? അപ്പൊ ബാപ്പ മൂത്രമൊഴിച്ച ശീലം കണ്ട് പഠിച്ചെടുത്തിട്ട് മോള് ബാപ്പാനെ മൂക്കത്ത് വെച്ച് വെക്കാം, ഇത് മണത്തോക്കാണ്, ഇതിനെ ഞാൻ മൂത്രമൊഴിച്ചതാ. അയാൾ അറിയുന്നില്ല, മൂത്രം പോണത് അറിയുന്നില്ല അല്ലേ. അപ്പോ ഒരിക്കൽ പോലും വെറുപ്പിന്റെ ഒരു സ്വരം. കാരണം ഒരു പ്രത്യേക പ്രായം എത്തിക്കഴിഞ്ഞാലേ പിന്നെ അറിയുന്നില്ല മനുഷ്യൻ അവൻ എന്താ ചെയ്യുന്നത്. അപ്പോഴാണ് പടച്ചോൻ പറഞ്ഞേ, പണ്ടത്തെ കുട്ടിക്കാല ഓർമ്മയുണ്ടോ? നമുക്ക് ഓർമ്മയുണ്ടോ? ഉമ്മ നമ്മളെങ്ങനെ മേലേക്ക് പൊന്തിച്ചു പിടിച്ചപ്പോഴേ ഇങ്ങനെ നമ്മളെ വായിന്ന് ഉമിനീരിങ്ങനെ ഉമ്മാന്റെ ചുണ്ടിലേക്ക് ഇങ്ങനെ ഒഴുകി ഇറങ്ങിയപ്പോഴേ ഉമ്മ എന്താ പറഞ്ഞത്? ഇങ്ങനെ തോത്തിയിട്ട് എന്റെ കുട്ടിന്റെ വായിന്ന് തേനൊലിക്കുന്നുണ്ട് അല്ലേ, ഓർമ്മല്ലേ? എന്റെ കുട്ടിന്റെ വായിന്ന് തേനൊലിക്കുന്നുണ്ട്. എങ്ങനെ? നമ്മളെ വായിന്ന് ഈ സാക്ഷാൽ ഉമിനീര് ഉമ്മാന്റെ മുഖത്തേക്ക് വീണപ്പോഴാ ഉമ്മാക്കത് തേനായി തോന്നിയത്. നാളെ ഒരു ഭാഗം കുഴഞ്ഞു പോയ ഉമ്മാനെ ഒന്ന് ഇരുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോ ഉമ്മാന്റെ വായിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന ആ കൊഴുത്ത ദ്രാവകമായ സ്ഥലം ഡെറ്റോൾ ഒളിച്ച് കഴുകാൻ നടക്കുമ്പോഴേ ശ്രദ്ധിക്കണം. റബ്ബ് പറഞ്ഞ് എന്താ പറഞ്ഞേ? പ്രാർത്ഥിക്കാൻ പറഞ്ഞേ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. മറക്കരുത്, കുട്ടിക്കാലം മറക്കരുത്, ഒന്നിനും കഴിയാത്ത കാലം. അതാ റബ്ബ് പറഞ്ഞേ, വലാ തഖുല്ലഹുമാ ഉഫ്ഫി. വെറുപ്പിന്റെ ഒരു സ്വരം ആ മാതാപിതാക്കൾ കേൾക്കരുത്, കാണരുത് മക്കളുടെ മുഖത്തിൽ നിന്ന്. നമ്മൾ നോക്കുമ്പോ എത്ര നമ്മൾ ഇടങ്ങേറാക്കിയാലും നമുക്ക് ഇടങ്ങേറാവുന്നുണ്ട് എന്ന് തോന്നിയാൽ മതി. എന്താലേ എന്റെ ബാപ്പയ്ക്ക് എനിക്ക് ഓർമ്മയുണ്ട്. നമ്മവൽ നിങ്ങളിങ്ങനെ കൊലായ്മ വെക്കുമ്പോഴേ ബാപ്പ മൂത്രമൊഴിക്കാൻ വേണ്ടി മുറ്റത്ത് കൂടെ ബാത്റൂമിൽ പോകാൻ മടിയ ബാപ്പ. മക്കളെ മുന്നിൽ കൂടെ ബാത്റൂം കണ്ട് ബാപ്പ പറയും അപ്പുറത്ത് പോയിട്ട് പള്ളിക്കത്ത് പോകും മൂത്രമൊഴിക്കാം. ഉമ്മ പറയും നിങ്ങൾ ഇന്നിട്ടാണ് പോകാത്തത്. അത്ര മടിച്ച ഒരു ബാപ്പ. മക്കൾ കാവൽ നിൽക്കുമ്പോ ആ മക്കളെ മുമ്പില് ബെഡില് ഒരു ബാപ്പാന്റെ മൂത്രം പോണെങ്കിലേ ആ മൂത്രം പോയത് എന്റെ മക്കള് നെറ്റി ചൊളിച്ചാണ് കാണുന്നത് എന്ന് ആ ബാപ്പ അങ്ങോട്ട് അറിയുമ്പോഴേ ആ ബാപ്പാന്റെ നെഞ്ചിലെ തീയങ്ങളൊന്ന് ആലോചിക്കണേ. അത് കെടുത്താൻ ഈ ലോകത്തിലെ കടല് മുഴുവൻ മതിയാവില്ല അല്ലേ. അപ്പോ മാതാപിതാക്കളോട് മക്കളോട് പറയണം. എൻ്റെ മുമ്പിൽ കുറച്ച് മക്കളെ കിട്ടിയതുകൊണ്ട് ഞാൻ അവരോട് പറയാം, നിങ്ങളുടെ മാതാപിതാക്കൾ ആരാകും? ഒരുപക്ഷെ നിങ്ങളുടെ സ്റ്റാറ്റസ് പോലെ അവർ വളർന്നിട്ടില്ലായിരിക്കാം, നിങ്ങൾ വിചാരിച്ച പോലെ പണമില്ലായിരിക്കാം, ആരോഗ്യമില്ലാതിരിക്കാം, നിങ്ങളുടെ കൂട്ടുകാരുടെ മാതാപിതാക്കളെ പോലെ ഉയർന്ന സ്ഥാനങ്ങളില്ലാതിരിക്കാം. പക്ഷെ അവർ കൊണ്ട വെയില് മറക്കരുത്. വലാ തഖുല്ലഹുമാ ഉഫ്ഫി വലാ തൻഹർഹുമാ. രണ്ടാമത്തേത് എന്താണ്? വലാ തൻഹർഹുമാ. അവരോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് ഒരിക്കലും. ഇതൊക്കെ ബാപ്പ ഇങ്ങനെ നമ്മളൊക്കെ എന്തായാലും ഒരു സ്റ്റൈലാണ്. ബാപ്പാനെ ചീത്തര പറയാം. ഞാൻ ബാപ്പാനെ കുറെ ചീത്തര പറഞ്ഞു, ഞാൻ അമ്മാനെ നന്നായി പറഞ്ഞു പുറത്തിറങ്ങിക്കണ്ടേ സാറാ എന്തു സാറ്. വലാ തഖുല്ലഹുമാ ഉഫ്ഫി വലാ തൻഹർഹുമാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ പ്രവാചകരെ
ഈ ലോകത്തിലെ ഏറ്റവും കടുത്ത പാപം ഏതാണ് എന്നറിയില്ലേ? ഒന്ന് ശിർക്കാണ്, രണ്ട് ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ചീത്ത പറയലാണ്. അല്ലേ? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അമ്മ പറഞ്ഞേ, മനെ ഉമ്മാൻ്റെ ആ ഗുളിക ഒന്ന് കഴിഞ്ഞിട്ട് കേട്ടോ, വേണ്ട എന്ന് വിചാരിച്ചിന്, പക്ഷെ അത് കുടിക്കായിട്ട് പുറത്തു കൂടെ വേദന. ഉമ്മാൻ്റെ കുട്ടി വൈകുന്നേരം വരുമ്പോ ഒരു 10 രൂപയുടെ ഗുളിക വാങ്ങി വെള്ളം കേട്ടോ. ഔ, നമ്മളെ മറുപടി എന്തിനാ നിങ്ങൾക്ക് മരുന്ന് പറഞ്ഞാൽ കേൾക്കൂല, ഒരു ഭാഗത്ത് ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കൂല, എപ്പോഴും തന്നെ എണീറ്റ് കിടക്കും, വെറുതെ വേദന ഉണ്ടാണ്, മനുഷ്യന്റെ പൈസ കളയാൻ വേണ്ടി 10 രൂപ. അല്ലേ? കൺകോണുകളിലെ കണ്ണുനീര് മക്കള് കാണാതിരിക്കാൻ, ചുണ്ടോളം വന്ന വിടുമ്പലുകൾ വേറെ ആരും അറിയാതിരിക്കാൻ, തലയിലെ പുള്ളിത്തട്ടം കടിച്ചു പിടിച്ച് നമ്മുടെ ഉമ്മ അങ്ങനെ ചുമരുമ്പ പറ്റിപ്പിടിച്ച് നടന്നു പോയത് ഓർമ്മ ഉണ്ടല്ലോ. വലാത്തൻഹർഹുമ, ആ മാതാപിതാക്കളോട് കയർത്ത് സംസാരിക്കുന്നു. വഖുല്ലഹുമാ ഖൗലൻ കരീമാ, വർത്തമാനകാലത്തെ ഏറ്റവും വലിയ ദുരന്തം താരങ്ങള് മാതാപിതാക്കളോട് സംസാരിക്കാനാണില്ല. ഒരു രോഗിയായ ഉമ്മ പറഞ്ഞത്, എന്താവനെ പേര നിറച്ച ആളുണ്ട്, വിളിച്ചാലും ഒരാളും വിളി കേൾക്കൂല, ഞാനങ്ങനെ ഒറ്റക്ക് കിടക്കുക, ഞാനങ്ങനെ വിളിക്കും, ഒരാളും വിളിയേക്കൂല. ഞാൻ അവിടെയുള്ള ഒരു സ്ത്രീയോട് ചോദിച്ചു, എന്താ മോളെ ഒന്ന് വിളിച്ചാ വിളിയിട്ടൂടെ? അവ പറഞ്ഞ മറുപടി എന്തായാലും തല വെറുതെ വിളിക്കാൻ, വെറുതെ എങ്ങനെ വിളിച്ചു കൊടുക്കും. നമ്മൾ എന്തെങ്കിലും കാര്യപ്പെട്ട സ്ഥലത്ത് വരുമ്പോ ഒന്നും ഉണ്ടാവില്ല, വെറുതെ വിളിച്ചതാണ്, അത് കാണാൻ വിളിച്ചതാണ്. ഞാൻ പറഞ്ഞ മോളോട്, പൊന്നാറ മോളെ, അവിടുന്ന് ഒന്ന് വിളി കേൾക്കാൻ ചെലവൊന്നുമില്ലല്ലോ. ഈ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് ഒരു മനുഷ്യനെ മുമ്പിൽ കാണാതെ, ഒരു വാക്ക് പറയാൻ പറ്റാതെ, ഒരു മനുഷ്യനെങ്ങനെ പൂർണ്ണമായിട്ട് കിടക്കുമ്പോ ഒരാളെ കാണാൻ പോലും വിളിച്ചാല് അതത്ര മോശമല്ലല്ലോ. ഇവിടെ അള്ളാഹ് പ്രയോഗിച്ച പദന്തരങ്ങൾ അതിലാണ്. നമ്മുടെ കുടുംബങ്ങൾ മനോഹരമാവാൻ പടച്ച റബ്ബിന്റെ നിയമങ്ങൾ മാത്രം മതി. ഒരു കൗൺസിലും വേണ്ട, ഒരു പ്രശ്നവും വേണ്ട. നിങ്ങൾ അള്ളാന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ റെഡിയുണ്ടോ, നമ്മുടെ കുടുംബം മനോഹരമാവും. എന്താ റബ്ബ് പറഞ്ഞേ? വഖുല്ലഹുമാ ഖൗലൻ കരീമാ. എന്താ അർത്ഥം? വഖുൽ, നീ പറയണം, ലഹുമാ, അവരോട്, രണ്ടാളോടും, ഖൗലൻ കരീമാ, ആർദ്രമായ വാക്ക് പറയുകയാണെങ്കിൽ അല്ല പറഞ്ഞേ. അവരോട് പറയുകയാണെങ്കിൽ നീ ആർദ്രമായ വാക്ക് പറയണമെന്നല്ല പറഞ്ഞേ. പിന്നെ എന്താ പറഞ്ഞേ? ആർദ്രമായ വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം, സംസാരിച്ചുകൊണ്ടേയിരിക്കണം. മാതാപിതാക്കളൊക്കെ സംസാരിച്ചിട്ടുള്ള കാലായില്ലേ? ഒന്ന് ഫോൺ ചെയ്തിട്ടുള്ള കാലായി, ഒന്ന് പോയി കണ്ടിട്ടെത്ര കാലായി. നമ്മൾ പറയല്ലേ, ഉമ്മാനത്തൊക്കെ പോയിട്ട് എത്ര കാലായി. എന്നാൽ റബ്ബ് പറഞ്ഞേ, സംസാരിച്ചുകൊണ്ടേയിരിക്കണം, അതങ്ങോട്ട് ഇല്ലാതാവണം. അതിന്റെ ബലറിയാണ്. ഞാനിങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴേ ഒരു 10 മണിക്ക് എനിക്കൊരു ഫോൺ വരും. ഉറപ്പായിട്ടും ആ ഫോണിന്റെ ഭാര്യന്റെ ഫോണേക്കാൻ കാക്കു എവിടെ എത്തിക്കണം, നിങ്ങൾ ഭക്ഷണം കഴിച്ചിക്കണോ, ഞാൻ ചോറ് എടുത്ത് വെക്കണോ, അല്ലെങ്കിൽ ഞാൻ ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ, ഞാൻ കിടക്കുവേ, നിങ്ങൾ ബെല്ലടിച്ചാൽ മതി, ഞാൻ തുറന്നോട്ടോ. കിടന്ന് റെഡി. ഒരു 11 മണിയൊക്കെ അടുത്ത ഫോൺ വരും. എന്താ ഫോണ്? ഇവിടെ എത്തിക്കണടാ. എന്താണ് ഒച്ച? എങ്ങനെ എല്ലാം ഒച്ചത്തോണ്ടിട്ടോ, ഈ ചങ്ക് പൊട്ടി പറഞ്ഞുകൊണ്ട് എപ്പോഴെന്താ പറ്റിയെന്ന് അറിയില്ല. എനിക്ക് ഉറക്ക് വരുന്നുണ്ടോ? ഉറക്ക് വരണമെങ്കിൽ വണ്ടി ഓടിക്കരുതോ, പേടിയാണ്. നിങ്ങളൊക്കെ റോട്ടിൽ കൂടെ പെരീക്ക് എത്തി അറിയുന്നവരെ മനുഷ്യന് മനസ്സിന് തീയാണ്. ഇത് വന്നാന്ന് വിളിക്കണം കേട്ടോ. ആ ഉമ്മയെ കാണുന്നില്ല, ആ വിളി മാണ്ട. ഇപ്പൊ ആ വിളി വരാറില്ല. എന്റെ ഉമ്മ വിളി ഒരു 11 മണിയൊക്കെ ആവുമ്പോ ഞാൻ എന്റെ ഫോണൊക്കെ നോക്കും, ഇല്ല, വരുന്നില്ല, പോയി. കൽപ്പറ്റ നാരായണ മാഷ് ഒരു കവിത ഉണ്ട്, ചോദിച്ചിട്ട് ചെറിയ കവിത. ഞാൻ കവിത ചെല്ലാതെ പ്രസംഗം, അതുകൊണ്ട് ഞാൻ കവിത ചെല്ലുന്നില്ല, കവിത പറയാം. അദ്ദേഹം പറയണേ, ഇനി എനിക്ക് മുടി നിറയെ വെള്ളവുമായി അത് തോത്തിക്കളയാതെ എനിക്ക് ധൈര്യമായിട്ട് നടക്കാം. എന്നെ പിടിച്ചു വെച്ച് ഉള്ളിത്തട്ടം കൊണ്ട് തല തോത്തിത്തരാനും തല തോത്താത്തതിന്റെ അപകടം പറയാനും എനിക്കിപ്പോ ആരുമില്ല, ആശ്വാസമായി. ഇനി എനിക്ക് കിണറിന്റെ തിണ്ണയിലിരുന്ന് ധൈര്യമായിട്ട് ഉറങ്ങി പുസ്തകം വായിക്കാം. പേടിയോടെ വന്ന് എന്നെ പിടിച്ച് താഴെ ഇറക്കാൻ ഇനി ആരും വരില്ല, എനിക്ക് ആശ്വാസമായി. കുറ്റിക്കാട്ടിലൂടെ ധൈര്യമായിട്ട് നടക്കാം. പാമ്പിന്റെ വിഷത്തെ കുറിച്ച് ഭീഷണിപ്പെടുത്തി എന്നെ തിരിച്ചു കൊണ്ടുവരാൻ ഇനി ആരും വരില്ല, ആശ്വാസമായി. എൻ്റെ അമ്മ മരിച്ചു. അല്ലേ? ജീവിതത്തിലെ ഒരു മനുഷ്യൻ സത്യത്തില് ഒറ്റപ്പെടുന്ന കാര്യങ്ങൾ ആ രണ്ടാളില്ലാതെ അതില്ലാതല്ല. അതുകൊണ്ട് തന്നെ പെള്ളോരോട് ഞാൻ പറയാം, പോയോന് പടച്ചോനോട് പ്രാർത്ഥിച്ചോടെ. വാക്കിലോ പ്രവൃത്തിയിലോ എന്തെങ്കിലും കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ പടച്ച റബ്ബിന്റെ കരുണയ്ക്ക് വേണ്ടി തേടിക്കോളി, വേറൊരു മാർഗമല്ല. കാരണം അള്ളാഹു റസൂൽ പറഞ്ഞത് അള്ളാന്റെ തൃപ്തി ഉണ്ടല്ലോ, ബാപ്പാന്റെ ഇമ്മാന്റെ തൃപ്തിയില്ല. ഓല് നമ്മളെ പറ്റി തൃപ്തിപ്പെട്ടാണോ മരിച്ചുപോയത്?
പടച്ചോലത്ത് കഴിച്ചിലാവാം. അല്ല, മനസ്സിന്റെ ഉള്ളിൽ വേദനിപ്പിച്ചതിന്റെ കണക്കുകൾ വെച്ചാണ് അവർ പോയതെങ്കിൽ ഇത്തിരി പ്രയാസപ്പെടും പടച്ചോലത്ത് കഴിച്ചിലാവാൻ. അപ്പോ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുള്ള എല്ലാവരോടും നന്നായി നോക്കിക്കൊള്ളി. അതാണ് പോയാണ്ടല്ലോ അതിന്റെ ബലം. എൻ്റെ എല്ലാ മക്കളോട് പറയാം. ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം മാതാപിതാക്കൾ ഒരു ഭാരമാണ്. പലപ്പോഴും അവരിൽ നിന്ന് മാറി നിൽക്കാൻ ഈ കൗമാരപ്രായങ്ങൾ പിന്നെ നമുക്ക് എല്ലാ ബാപ്പാർക്കും ഉമ്മാർക്കുള്ള വലിയ പരാതി പറയാം. നല്ല കുട്ടി, എൻ്റെ കുട്ടി 10-12 വയസ്സ് വരെ എന്തൊരു ഉഷാറേനി. ഇപ്പൊ ഓനിങ്ങനെ ദേഷ്യം ഇങ്ങനെ കൂടി വരിക, മുണ്ടൂല, പറയില്ല. അത് ഓനായാലും ഓളായാലും ഓനിങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ പോവുക. എന്താ എൻ്റെ കുട്ടി ഇങ്ങനെ എന്ന് മാതാപിതാക്കൾ പലപ്പോഴും സങ്കടപ്പെടാറുണ്ട് അല്ലേ? കാരണം ഈ ടീനേജ് കാലം എന്ന് പറയുന്നത് ഈ ആണിന്റെയും പെണ്ണിന്റെയും ഒക്കെ ഉള്ളില് അവര് ഒരു ഉമ്മയും ഉപ്പയും ആകാൻ ആവശ്യമായ ഹോർമോണുകളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന കാലം. ആ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായി ഈ മക്കളുടെ മനസ്സിൽ അവർ സ്വതന്ത്രരാവുകയാണ്. അതുവരെ കുട്ടിയായി ഇത് ഒരു വാപ്പയാകാനുള്ള ശേഷി, ഒരു ഉമ്മയാകാനുള്ള ശേഷി ഈ കുട്ടികളുടെ മനസ്സിലുണ്ടാവുമ്പോഴേ ആദ്യം ഓരോ മനസ്സിൽ നിലവിലുള്ള ബാപ്പാനിമാരി തണലിന് അകന്നു പോകാൻ ഉള്ളുന്നൊരു ത്വരണ്ടാവും. പുറം കൊണ്ടുവരെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്, അവർക്ക് ഇഷ്ടം നമ്മൾ ഇല്ലാതാണ്. പക്ഷെ ഉള്ളുന്ന് ഇങ്ങനെ ബാപ്പാന്റെയൊക്കെ വിട്ടു നിൽക്കാൻ മകനും ഉമ്മാന്റെയൊക്കെ വിട്ടു നിൽക്കാൻ മകൾക്കും ഞാനും ഒരു ഉമ്മയാവാനായിട്ടുണ്ട്, ഞാനും ഒരു ഉപ്പയാവാനായിട്ടുണ്ട് എന്നൊരു തോന്നൽ മനസ്സിലുണ്ടാവുമ്പോൾ സ്വാഭാവികമായി പണ്ടത്തെ സ്നേഹം ഇങ്ങനെ കാണിക്കാൻ സാധിക്കാതെ കുറഞ്ഞു വരും. അത് നമ്മൾ മനസ്സിലാക്കണം. ബാപ്പിയും നമ്മുടെ മക്കള് കൗമാരക്കാരാവുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന മാറ്റം, ഹോർമോണിന്റെ മാറ്റങ്ങൾ, വളർച്ചാ ഹോർമോണുകൾ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അവർക്ക് മാറാൻ പ്രയാസം, പക്ഷെ നമുക്ക് മാറാം. അവരോടുള്ള പെരുമാറ്റം സ്നേഹം കൊണ്ട് ചേർത്ത് പിടിച്ച് അവർക്ക് ദേഷ്യം വരുമ്പോ നമുക്ക് ദേഷ്യം വരാൻ പാടില്ല. മകൻ പൊട്ടിത്തെറിച്ച് വർത്താനം പറയുമ്പോ ഉമ്മ അതേ ഡോസിൽ സംസാരിക്കരുത്. ഉമ്മ മനസ്സിലാവണം, ആ സംസാരിക്കുന്നത് മകനല്ല, ഓന്റെ ഉള്ളിലെ ഹോർമോണാണ്. മകള് പാത്രം വലിച്ചെറിഞ്ഞ് ചവിട്ടിത്തെറിപ്പിച്ച് പോകുമ്പോ ഉമ്മ ബോധം കെട്ട് നിൽക്കേണ്ട, അത് അവളുടെ ഉള്ളിലെ ഹോർമോണാണ്. അതിനെ കീഴടക്കാൻ സ്നേഹത്തിനെ പറ്റും, അതിനെ കീഴടക്കാൻ ചേർത്ത് പിടിക്കലിനെ പറ്റും. അപ്പോ മാതാപിതാക്കൾ മക്കളെ ചേർത്ത് പിടിച്ചും മക്കൾ മാതാപിതാക്കളെ ചേർത്ത് പിടിച്ചും മനോഹരമായ ഒരു കുടുംബമാവണം. ആ കുടുംബത്തിൽ സ്നേഹവും പ്രണയവും ഉണ്ടാവണം. ഞാൻ അടുത്ത ഒരാഴ്ച വന്നിട്ട് ഞാൻ അവസാനിപ്പിക്കട്ടോ, സാമൂഹ്യ മാധ്യമങ്ങൾ ഞാൻ ഒരു പെൺകുട്ടിയുടെ തുറന്നു പറച്ചിൽ വായിച്ചേ. അവൾ പറഞ്ഞത്, പ്രണയം എന്താണെന്ന് ഞാൻ കണ്ടത് എൻ്റെ അച്ഛനും അമ്മയും പ്രണയിക്കുന്നത് കണ്ടിട്ടാണ്. സ്നേഹം എന്താണെന്ന് ഞാൻ അറിഞ്ഞത് എൻ്റെ അച്ഛനും അമ്മയും സ്നേഹിക്കുന്നത് കണ്ടിട്ടാണ്. ഇങ്ങനെ പറയാൻ നമ്മുടെ വീടുകളിൽ അവസരം ഉണ്ടാവണം. ഇതിപ്പോ 10-40 വയസ്സൊക്കെ ആയാല് ഉച്ചക്കിങ്ങനെ വെറുതെ കിടക്കുമ്പോ ഭർത്താവെങ്ങാനും ഭാര്യന്റെ മടിയിൽ തലവെച്ച് കിടന്ന ഒരൊറ്റ തള്ള വെക്കാണ് മനുഷ്യങ്ങൾ. ഇവിടെ പ്രായപൂർത്തിയായ കുട്ടികളില്ലേ എപ്പോഴും കുട്ടികളെ മയക്കാം. എന്താ അങ്ങനെ വിചാരം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കാൻ പള്ളിയിൽ പ്രവാചകന്റെ പ്രവാചകന്റെ വീടും തമ്മിൽ ഒരു വാതിൽ കട്ടിലിന്റെ അകല. ഇപ്പുറത്ത് പള്ളി, അപ്പുറത്ത് വീടുക. ഇപ്പുറത്ത് പള്ളി കിടക്കുക റസൂല്. തല എവിടെയാ നിങ്ങള്? ആയിഷാന്റെ മടിയിൽ വീട്ടില്. ആയിഷ ബീവി തന്റെ വിരലുകൾ കൊണ്ട് പ്രവാചകന്റെ മുടികളങ്ങ്, പ്രവാചകൻ നല്ല ബേക്കിലൊക്കെ മുടി വെക്കുന്ന ആളാണ്, പ്രവാചകന്റെ മുടി അങ്ങനെ ചീകി കൊടുക്കാം. ഇരുട്ടത്തല്ല, ആരും കാണാതല്ല. ഹദീസായിട്ട് വരണമെങ്കിൽ അതെല്ലാവരും കാണണ്ടേ? ജീവിതത്തിൽ പ്രണയം എന്ന് പറയുന്നത് അത് ജീവിതത്തിൽ പാത്തുവെക്കേണ്ട സംഗതിയല്ല. അതിങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ പാത്തുവെച്ച് അവസാനം പ്രണയം തീരും മുമ്പേ മരണപ്പെട്ടു പോകുമ്പോൾ മരവിച്ച് കിടക്കുന്ന തന്റെ പ്രിയപ്പെട്ടവനെ ചേർത്ത് പിടിച്ച് മൂർത്താവിൽ ഉമ്മ വെച്ച് നെഞ്ചുപൊട്ടി കരയാൻ പ്രണയത്തെ പാത്തുവെക്കരുത്. പ്രണയിച്ചുകൊണ്ടേയിരിക്കണം. അത് നമ്മുടെ മക്കളൊക്കെ കാണണം. അവരറിയണം എന്താണ് പ്രണയത്തിന്റെ രസം, എന്താണ് കുടുംബജീവിതത്തിന്റെ രസം. എൻ്റെ വാപ്പിയമ്മയും എത്ര ഭംഗിയായിട്ടാണ് ജീവിക്കണേ, എൻ്റെ വാപ്പിയമ്മയും എത്ര മനോഹര ജീവി. ഇവിടെ നമ്മുടെ കുട്ടികൾ പ്രണയം കാണുന്നത് സീരിയലിൽ നിന്നും സിനിമയിൽ നിന്നൊക്കെ അല്ലേ. അതല്ല പ്രണയം. യഥാർത്ഥ പ്രണയം ഇതാണ് എന്ന് അവർ വീടകങ്ങളിൽ നിന്ന് മനസ്സിലാക്കണം. ഞാൻ അവസാനിപ്പിക്കട്ടെ. അപ്പോ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ നിലനിൽക്കാൻ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചേ പറ്റൂ. ഒന്ന്, ബന്ധങ്ങൾ പൊട്ടിപ്പോകാതിരിക്കാൻ അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കണം. 2, നമ്മുടെ കുടുംബത്തിന്റെ ഗ്രഹാന്തരീക്ഷം, നമ്മുടെ വീടിന്റെ ഉൾഭാഗം അള്ളാഹുവിന്റെ നിയമങ്ങൾ കൊണ്ട് സമ്പന്നമാവണം. അപ്പോഴേ വരും തലമുറ കുടുംബത്തിന്റെ മനോഹാരിത ഇഷ്ടപ്പെടുകയും ആ മനോഹാരിതയിലേക്ക് അവർ വരികയും ചെയ്യും. ഇപ്പോ നമ്മുടെ കുട്ടികൾക്ക് ഞാൻ പറഞ്ഞല്ലോ, അപകടകരമായ ഒരു ആശയത്തിന്റെ വലിയ ഒരു കൊടുങ്കാറ്റ് നമ്മുടെ മക്കൾ ജീവിക്കണേ. ഞാൻ കുടുംബമായതുകൊണ്ട്, ഞാനൊരു കുടുംബത്തിന്റെ അംഗമായതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റമുണ്ട്. എന്താ നിങ്ങൾ, എൻ്റെ ജീവിതത്തിൽ
എന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ എത്ര കഷ്ടപ്പെട്ടാലും അത് എനിക്കൊരു കഷ്ടപ്പാടായി തോന്നുന്നില്ല. നിങ്ങൾക്ക് തോന്നിക്കണം കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടത് കഷ്ടപ്പാടായിട്ട്? ഗൾഫില് വളരെ കഷ്ടപ്പെട്ട് 12 കൊല്ലം ഗൾഫിൽ നാട്ടിൽ വരാതെ ജീവിച്ച ഒരു ചെറുപ്പക്കാരൻ. പണി എന്താ? ഞാനാണ് പണി. മണ്ണിന്റെ വലിയ അടുപ്പിന്റെ മുമ്പിൽ തീയിന്റെ ഉള്ളിലേക്ക് കമ്പിയിൽ കോട്ട ഒട്ടി ചുട്ടെടുക്കുന്ന കഷ്ടപ്പെട്ട പണിയെടുക്കുന്ന ചെറുപ്പക്കാരൻ. മുടിയൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. 12 കൊല്ലം നാട്ടിൽ പോയിട്ട്. ഞാൻ അയാളോട് ചോദിച്ചു, ഈ 12 കൊല്ലം കൊണ്ട് എന്ത് നേടി? അദ്ദേഹം പറഞ്ഞേ, 4 പെങ്ങന്മാരെ കെട്ടിച്ചു വിട്ടു. 4 പെങ്ങന്മാരെ കല്യാണം കഴിച്ച്. ഞാൻ ഗൾഫിക്ക് പോരുമ്പോ ബാപ്പി ഇമ്മി എന്നോട് പറഞ്ഞ്, എടാ ഈ പെങ്ങന്മാരെ ഈ മറക്കരുത് കേട്ടോ. ഞാൻ അവരെ കെട്ടിച്ചു വിട്ടപ്പോ എന്റെ ബാപ്പ 4ാമത്തെ പെങ്ങളെ കല്യാണം കഴിഞ്ഞപ്പോ ബാപ്പ ഫോൺ ചെയ്തത്രേ, മോനെ ഞങ്ങളെ പ്രാർത്ഥനയിൽ എപ്പോഴും ഉണ്ടാവും കേട്ടോ. അത് മതി സാറേ. 12 കൊല്ലത്തെ ജീവിതത്തിൽ എനിക്ക് അത് മതിയെന്നാണ്. നമ്മളൊക്കെ അങ്ങനെയാണ്. നമ്മൾ കഷ്ടപ്പെട്ടത് കൊണ്ട് നമ്മുടെ കുടുംബത്തിന് ഗുണം കിട്ടിയെങ്കിൽ അത് നമുക്ക് സന്തോഷം. ഞാൻ അടുത്ത് 2 ആഴ്ച മുമ്പ് ഒരു കല്യാണത്തിൽ പങ്കെടുക്കുമ്പോൾ സാമ്പത്തിക ദേശത്തെ കല്യാണം നിക്കാഹ് കഴിഞ്ഞപ്പോ എല്ലാവർക്കും ഇങ്ങനെ ഒരു ചെറിയ പെട്ടി, ചെറിയ രസമുള്ള ബോക്സ് എല്ലാവരും കൊടുക്കണം. ഇത് കിട്ടി. തുറന്നു നോക്കുമ്പോൾ 3 ചോക്ലേറ്റ്. ഒന്ന് ഒരു വൈറ്റ് ചോക്ലേറ്റ്, ഒന്ന് റെഡ്, ഒന്ന് ബ്രൗൺ. 3 ചോക്ലേറ്റ്. നല്ല ടേസ്റ്റ്. ഞാൻ ആ വൈറ്റ് ചോക്ലേറ്റ് നല്ല വിദേശ സാധനം, നല്ല രസമുള്ള സാധനം. ഞാനത് വായിലേക്ക് ഇട്ടപ്പോൾ അപാര ടേസ്റ്റ്. അപ്പൊ നമുക്ക് ഈ ടേസ്റ്റ് ഒക്കെ അറിയണമെങ്കിൽ നമ്മളെ കൂടെ ആളുമായിട്ട് ഷെയർ ചെയ്യുമ്പോഴല്ലേ നല്ല രസം എന്ന് പറയാൻ ഒരാളുണ്ടാവുമ്പോൾ ഒരു സംഗതിക്ക് രസം തോന്നും. ഒരു തമാശ കേട്ട് ഒറ്റയ്ക്ക് ചിരിച്ചാൽ രസം ഉണ്ടാവില്ല. അത് പറയുമ്പോൾ വേറൊരാളൊന്ന് ചിരിക്കാൻ വേണം അല്ലേ? അപ്പൊ ഞാൻ എന്റെ ടേസ്റ്റ് പങ്കുവെക്കാൻ വേണ്ടി എന്റെ അടുത്തുള്ള ആള് നിങ്ങൾ, അപ്പൊ അയാൾ ഇങ്ങനെ പറ്റമായി തിരിക്കുക. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ചോക്ലേറ്റ് കിട്ടിയില്ലേ? കിട്ടി. എന്റെ കഴിക്കാത്ത ഒന്നുമില്ല. ഷുഗർ എന്തെങ്കിലും? ഷുഗർ ഒന്നുമില്ല. പിന്നെ എന്താ കഴിക്കാത്ത? അപ്പൊ അയാൾ പറഞ്ഞേ, എനിക്ക് ചോക്ലേറ്റിന്റെ പെട്ടി കിട്ടിയപ്പോഴേ എന്റെ പേരക്കുട്ടിനെ പോകുന്നുണ്ട്. ഇത് ഓനോട് കൊടുക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അതുകൊണ്ട് കിടക്കട്ടെ. ആ ചോക്ലേറ്റ് ഇയാൾക്ക് കിട്ടിയത് ആ കുട്ടി അറിഞ്ഞിട്ടില്ല. ഇയാൾ തിന്നാൽ ആ വീട്ടുകാർ അറിയില്ല. പക്ഷെ എങ്കിൽ പോലും തന്റെ കയ്യിൽ കിട്ടിയ സാധനം തന്റെ വീട്ടിലെ ഒരാൾക്ക് കൊടുക്കുമ്പോ ആ വീട്ടിലെ സന്തോഷം. ഈ കഴിഞ്ഞ ഹജ്ജിന് കഥയാണ്. ഭയങ്കര ചൂടുള്ള ഹജ്ജിന്, കഴിഞ്ഞ 2 വർഷത്തെ ഹജ്ജ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹജ്ജിന് ഈ ചൂടിനെ പ്രതിരോധിക്കാൻ ഒരുപാട് മാർഗങ്ങൾ, കൊട, ഫാന്, കഴുത്തിലിടുന്ന AC പോലെ തണുപ്പ് നൽകുന്ന ആ ഒരുപാട് ഉപകരണങ്ങൾ സൗജന്യമായിട്ടും പൈസക്കും അങ്ങനെ കൊടുക്കുന്നേ ഒരുപാട് രൂപത്തിൽ. അപ്പൊ ഞാൻ എന്റെ കൂടെയുള്ള ആൾക്കാരോട് പറഞ്ഞേ, മക്കത്ത് ഹോട്ടലിൽ താമസിക്കുന്ന പോലെ ആവില്ല. ദുൽഹജ്ജ് 8-ന് മീനയിലേക്കാണ് പോയാൽ പിന്നെ ചൂടാണ്. അതുകൊണ്ട് കൊടയും ഫാനും കാര്യമൊക്കെ എല്ലാവരും വാങ്ങിക്കൊണ്ടിട്ടോ, എല്ലാവരും കൊണ്ടും വാങ്ങിച്ചു. പക്ഷെ ദുൽഹജ്ജ് 8-ന് മീനേക്ക് ചെന്നപ്പോ ഒറ്റ നിന്റെ കയ്യിൽ ഭക്ഷണം കൊടയും കൂടി ഇല്ല. ഒരു വെയിലത്ത് ഇങ്ങനെ ഉരുകല്ലേ, ചൂട് ആകെ കയറി. ഞാൻ ചോദിച്ചു, എവിടെ നിങ്ങളെ കൊടയും ഫാനും പെട്ടിയൊക്കെ? അപ്പൊ അതൊന്നും മണ്ണില്ല. അപ്പൊ ഒരാൾ പറഞ്ഞേ, അതൊക്കെ വാങ്ങിക്കുന്ന സ്ഥലേ ഒക്കെ റൂമിൽ പെട്ടി വെച്ചാൽ. ഞാൻ പറഞ്ഞ മരിച്ചു പോകുമ്പോൾ മയ്യത്തിനട്ടിൽ വെച്ചാൽ. അപ്പൊ എന്താ പ്രശ്നം? അതെ സ്ഥലേ, അത് നമ്മൾ പെരീക്കാൻ ചെല്ലുമ്പോ ഉമ്മ അപ്പപ്പ എന്ന് വെച്ച് കുട്ടികൾ വണ്ടി വരുമ്പോഴേ ഓൽക്കാൻ കൊടുക്കുമ്പോഴുള്ള സന്തോഷം. ഞാൻ പറഞ്ഞ പൊന്നാരമ്മ 2 റിയാൽ വാങ്ങാൻ കിട്ടുമത് ആയിക്കോട്ടെ, എന്നാലും അത് കുട്ടിയേക്കാൻ കൊടുക്കുമ്പോൾ സന്തോഷം. അത് എടുക്കാൻ തോന്നിയില്ല. അത് അവിടെ തന്നെ വെച്ചാണ്. 60-70 വയസ്സായ മനുഷ്യന്മാരെ ഈ നാട്ടിൽ AC-യിൽ കന്നുറങ്ങുന്ന കുട്ടികളെ ഓർത്തുനാണ്ട് ഓലാ മരുഭൂമിയിൽ വെയിലുമില്ല. ഇത് രസമല്ല. ഹജ്ജൊക്കെ കഴിഞ്ഞ് വന്ന് ഉച്ചക്ക് എത്തിയത് 3 മണിക്കൂർ ഉമ്മനെ വിളിച്ചത്. അങ്ങനെ പെരീക്ക് എത്തിയോ? പെരീക്ക് സ്ഥലം എങ്ങനെ ക്ലാസ്സൊക്കെ എപ്പോഴും മനസ്സിൽ ഓർമ്മയിലുണ്ട് കേട്ടോ. വർഷം എത്തിയപ്പോൾ അപ്പൊ ഞാൻ തമാശക്ക് കല്ലമ്മ നിങ്ങൾ പറഞ്ഞ ഫാൻ ഉണ്ടായി. അതിന്റെ കഥ പറയേണ്ടവനെ ഫാനിന്റെ 3 ലീഫും 3 കഷ്ണമായിട്ട് വിറ്റത് കളിക്കുന്നതാണ്. വെട്ടി പൊട്ടിച്ചിട്ട് 1/2 മണിക്കൂറായിട്ടില്ല. അത്രേ ഉള്ളൂ. അത് ഓർക്കും അറിയാം. പക്ഷെ എന്നാലും അവനവൻ വെയിൽ കൊണ്ടാലും അവനവന്റെ മക്കളുടെ മുഖത്തെ ഒരു തെളിവുണ്ടല്ലോ, അതാണ് നമ്മളൊക്കെ ഈ കുടുംബത്തിലാക്കിയത്. രാത്രി പുറം വേദനയായിട്ട് വീട്ടുകാരി വല്ലാതെ കഷ്ടപ്പെടാം. ആ പുറം വേദന ഉണ്ട്. അപ്പോഴാണ് അതിഥികൾ വന്നത് വീട്ടിൽ. പിന്നെ വേദനയൊക്കെ മറക്കുമല്ലോ സ്ത്രീകൾ, മറച്ചല്ല സൈക്കിൾ. എന്തായാലും അവസാനത്തെ അതിഥി പോയപ്പോ 10 മണി. അടുക്കളയിലെ അവസാനത്തെ പാത്രം കമിഴ്ത്തി വെച്ച് ഉളയുന്ന വേദനയുടെ ബെഡിലേക്ക് ഒന്ന് കിടന്നിട്ട് കിടന്ന സ്പീഡിൽ കൊന്നു. ഞാൻ വല്ല പാമ്പോ കണ്ടോ? എന്താ ഇങ്ങനെ സ്ക്രീൻ ആക്ഷൻ? അപ്പൊ അല്ല, രാവിലെ സ്കൂളിൽ പോകേണ്ട കുട്ടിന്റെ യൂണിഫോം വാഷിംഗ് മെഷീനിൽ കിടക്കുക. അതെടുത്ത് പുറത്ത് കിട്ടില്ലെങ്കിലേ രാവിലെ നനഞ്ഞിട്ട് പോകേണ്ടി വരും. ആ കൊടിയ വേദനയിൽ ഒന്ന് ആശ്വാസം കിട്ടാൻ വേണ്ടി ബെഡിൽ വന്ന് കിടക്കുമ്പോഴും അവസാനം ആലോചിക്കുന്ന എന്താ പറയുക, ഈ കുടുംബത്തിന് ഇനി എന്തെങ്കിലും ചെയ്യാൻ ബാക്കിയുണ്ടെന്നാണ്. അതാണ് ഓരോ സ്ത്രീയും ഓരോ പുരുഷനും. അതുകൊണ്ടാണ് നമ്മൾ കുടുംബം നമുക്ക് വലുതായി. പക്ഷെ നമ്മുടെ പുതിയ തലമുറക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അപകടകരമായ ആശയം എന്താ പറയുന്നത്, ഈ ശരീരം, ഈ ആരോഗ്യം, ഈ കഴിവ് അത് ഇൻ്റെതാണ്. അത് എനിക്ക് ആസ്വദിക്കാനും
എനിക്ക് സുഖിക്കാനും എനിക്ക് അനുഭവിക്കാനുമുള്ളതാണ്. ബന്ധത്തിന്റെയും കടപ്പാടിന്റെയും പേര് പറഞ്ഞ് അത് മറ്റുള്ളവരുടെ കാൽക്കൽ വെച്ച് കഷ്ടപ്പെടാൻ നമ്മൾ ഒരിക്കല്ല. അത് വിഡ്ഢിത്തമാണ്, അത് ബുദ്ധിയില്ലായ്മയാണ്. ആധുനികത എന്ന് പറഞ്ഞാൽ ജീവിതം ആസ്വദിക്കുക. മറ്റുള്ളവരെന്തായി അതൊരു പ്രശ്നമല്ല, മറ്റുള്ളവർ പ്രശ്നമല്ല, നമ്മുടെ ജീവിതത്തെ ആസ്വദിക്കുക. ഉമ്മയും ബാപ്പിയും മല 2 കുട്ടികൾ മാത്രമുള്ള വീട്ടില് ബാപ്പാന്റെ കാലും ഒരു മോളാണെന്ന് അറിയില്ലേ, ആ നടക്കാൻ വയ്യാത്ത സാധനമാണ്. ബാപ്പ നൊണ്ടി നടക്കുക. റേഷൻ പിടിക്കുമ്പോ ഉമ്മ ചോദിക്കത്രേ, ആ 12ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയില്ലേ ഓനെ പറഞ്ഞു റേഷൻ കടയ്ക്ക്. അപ്പൊ ബാപ്പ പറയുന്ന അവിടുത്തെ ഈ മണ്ണെണ്ണി അരിൻ്റെയൊക്കെ മണം ഓനിങ്ങനെ പോയി നിൽക്കണ്ടേ, അതുകൊണ്ട് ഞാൻ പോയിക്കോളാം. നൊണ്ടിയാ പോവുക. അയാൾ അയക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴേ ശാരീരികമായ അവശത മനസ്സിനെ ബാധിച്ച് ഇത്തിരി ബുദ്ധി തെറ്റി കടന്നോട്ട് എണീറ്റ് പോകും. ഇപ്പൊ ആശുപത്രിയിലുണ്ട്. അപ്പൊ ഇമ്മ രാവിലെ വീട്ടിലെ പണിയൊക്കെ ഒതുക്കി മോള് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയാ, ഓളെ സ്കൂൾക്ക് വിടും, ഇപ്പം കോളേജിലേക്ക് പോകും, ഉമ്മ ആശുപത്രിക്ക് പോകും. കുറച്ച് കാലമായിട്ട് അങ്ങനെയാണ്. രാത്രി അവിടെ നിൽക്കണം ശരിക്കും. പക്ഷെ അടുത്ത ബെഡിലുള്ള ചെറുപ്പക്കാരൻ ഈ ഇമ്മാന്റെ കഷ്ടകാലത്ത് പറഞ്ഞു, ഉമ്മ രാത്രി ഞാൻ നോക്കിക്കോളാം, പകല് ഞാൻ ഉണ്ടാവില്ല കേട്ടോ, പകല് നിങ്ങൾ വരണം, രാത്രി പോണേ ഞാൻ നോക്കിക്കോളാം. അതോടെ ഉമ്മാക്ക് ആശ്വാസമായി, രാത്രി വീട്ടിൽ വരാനും. അങ്ങനെ ഒരു ദിവസം പകല് ഉമ്മ ബാപ്പാന്റെ അടുത്ത് എത്തി, മക്കളൊക്കെ സ്കൂളിൽ വിട്ടിട്ടുണ്ടേ. അപ്പൊ ഒരു ഫോണ് മോള് പഠിക്കുന്ന സ്കൂളിൽ ടീച്ചർ, ഉമ്മ നിങ്ങളൊന്ന് വരണം, എൻ്റെ മോൾക്ക് ഈ പ്രായപൂർത്തിയാവുന്നതിന്റെ ആദ്യ അടയാളങ്ങൾ അവൾക്ക് ഉണ്ടായതുകൊണ്ട് അവൾ വളരെ പേടിയിലാണ്, നിങ്ങൾ അവളെ കൊണ്ടുപോകണം ടീച്ചർ. ഉമ്മാക്കും ബേജാറായി. ആകെയുള്ള പെൺകുട്ടിക്ക് ആദ്യമായിട്ട് പ്രായപൂർത്തി തികയുന്നതിന്റെ ആ ദിവസത്തിൽ ഒരു ഉമ്മാന്റെ ആശങ്ക വലുതേക്കാറില്ല. ഉമ്മാക്കാണെങ്കിൽ ഇന്ന് പോരാനും ചെയ്യാം. മോൻ പഠിക്കുന്ന സ്ഥാപനത്തിൽ വിളിച്ചു, മാഷ വിളിച്ചു, സാറേ എൻ്റെ മോനെ വിളിക്കും. മോനെ വിളിച്ചിട്ട് ഉമ്മ പറഞ്ഞു, മോനെ ഇതൊന്നും ബാപ്പാൻ നിൽക്കാനാ, എനിക്ക് പോയിട്ട് മോളെ ഒന്ന് വീട്ടിൽ നിന്ന് കൊടുന്നാക്കി ഓളെ ശരിയാക്കിയിട്ട് ഞാൻ വന്നോളാം, രാത്രി ഇവിടെ ആളുണ്ടാവും, മോൻ വന്ന് വൈകുന്നേരം വരെ നിൽക്കണം. മോൻ പറഞ്ഞു ഉമ്മ വരാൻ പറ്റില്ല. ഉമ്മ പറഞ്ഞോളോ, പരീക്ഷ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മോനെ ഞാൻ പറഞ്ഞോളാം. പരീക്ഷ എന്നല്ല, ഞങ്ങളുടെ കൂടെ ഉള്ള കുട്ടിൻ്റെ ബർത്ത്ഡേ ആണ്, ഞങ്ങൾ തൊട്ടടുത്ത ഹോട്ടലിൻ്റെ ഹാളിൽ പാർട്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്, ഞാൻ അതിൻ്റെ മുഖ്യ ഒരു ആളാണ്, ഞാൻ അല്ലെങ്കിൽ അതായത് അപകടത്തിലാവും, എനിക്ക് വരാൻ പറ്റില്ല. ഉമ്മ പറഞ്ഞോളാ, ബാപ്പാൻ്റെ അടുത്ത് കുറച്ചേരം നിന്നാൽ എനിക്ക് വരാൻ പറ്റൂല. ഉമ്മ കരഞ്ഞു. ആ ബാപ്പ ആ മോനും വേണ്ടി കഷ്ടപ്പെട്ട കഷ്ടപ്പാടിൻ്റെ കഥ എന്തല്ലോ. കുട്ടികൾ അവരുടെ തലയിലേക്ക് ഈ ഒരു ആശയം, എന്തിനാ ബാപ്പാനെ ഞാൻ നോക്കണേ, എന്തിനാ അമ്മാനെ ഞാൻ നോക്കണേ, ഇല്ലല്ലോ, എനിക്ക് എൻ്റെ കാര്യം നോക്കിയാൽ പോലെ, ഞാൻ എൻ്റെ ഭാര്യ, എൻ്റെ സന്തോഷം, എൻ്റെ ജീവിതം, എൻ്റെ ആസ്വാദനം, അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കൊന്നുമില്ല. ഇത് കുട്ടികളുടെ പ്രശ്നമല്ല, ഇത് കുട്ടികളുടെ പ്രശ്നമല്ല. അവരുടെ മനസ്സിലേക്ക് പല രൂപത്തിൽ കഥയിലൂടെ, കവിതയിലൂടെ, രാഷ്ട്രീയത്തിലൂടെ, സ്പോർട്സിലൂടെ, സംസ്കാരത്തിലൂടെ എല്ലാം ഇത് കുത്തിവെക്കുകയാണ്. സ്പോർട്സ് ഒക്കെ ചിലപ്പോൾ നമ്മളെ സംബന്ധിച്ച് അതൊരു എന്താ പറയാ, ഒരു കുഴപ്പമില്ലാത്ത, എന്റെ കുട്ടി സ്പോർട്സ് ആണ് നോക്കണേ, ഓ വേറൊന്നും കാണില്ല, അത് കുഴപ്പമില്ലാതെ നമ്മൾ ചിന്തിച്ചു പോകും. ഈ സ്പോർട്സിലൂടെ പോലും ആ സ്പോർട്സിലെ ചില കുട്ടികൾ ഇഷ്ടപ്പെടുന്ന താരങ്ങളുണ്ട്. ആ താരങ്ങളെ ഇങ്ങോട്ട് വലുതാക്കി കാണിക്കായി കുട്ടികളുടെ മനസ്സിൽ. അവർ കല്യാണം കഴിച്ചിട്ടില്ല, അവർ പ്രണയിക്കുന്നുണ്ട്, അവർക്ക് ഒരു കാമുകിയുണ്ട്, ഇപ്പൊ 2ാമത്തെ കാമുകിയുണ്ട്, ആദ്യ കാമുകിയുടെ കുട്ടിയുണ്ട്, ആനാ ചേന, പാപ്പാനമ്മാനെ കുറിച്ച് ഒരു അഡ്രസ്സും ഇല്ല. ഇതൊക്കെ വായിക്കുന്ന മനസ്സിലാക്കി അബൂബക്കർ സിദ്ദീഖിനെ കുറിച്ച് നമ്മളെ വീട്ടിലെ +2 പഠിക്കുന്ന കുട്ടിനോട് ഒരു A4 പേപ്പറും പെൻസിലും കൊടുത്തിട്ട് അബൂബക്കർ സിദ്ദീഖിനെ കുറിച്ച് ഒരു 10 സെന്റൻസ് ചെയ്താൽ പറഞ്ഞാൽ ഒരെണ്ണം എഴുതിയിരിക്കും. ഇനി എന്താ ചെയ്യുക? ആ പേപ്പർ വാങ്ങിയിട്ട് വേറെ പേപ്പറിൽ കൊടുത്തിട്ട് നിങ്ങൾ മെസ്സിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ അല്ല, മെസ്സി ജനിച്ചത്, കളിച്ചത്, ആദ്യ ക്ലബ്ബ്, 2ാമത്തെ ക്ലബ്ബ്, ആദ്യത്തെ ചാമ്പ്യൻഷിപ്പ്, ആദ്യത്തെ ഗോള്, ആദ്യത്തെ അസിസ്റ്റ്, ലോകകപ്പ്, ആ കോമട്ട് എഴുതിയിട്ട് A4 എത്ര എന്നറിയണ്ട നിങ്ങൾ. 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിനോട് ഞാൻ ചോദിച്ചു, എനിക്ക് ഏത് ടീമിനെ ഇഷ്ടം? ഓമൻ അർജന്റീന. അർജന്റീന ടീമിലെ കളിക്കാരെ പേരല്ലേ. ഓനങ്ങട്ട് പറഞ്ഞിട്ട് ബദറിലെ സഹാബികളുടെ പേര് പറഞ്ഞവർക്ക് ഒന്നിനു ശേഷം ഒന്നായിട്ട് അങ്ങനെ അങ്ങോട്ട് പറഞ്ഞിട്ട് ഞാൻ അന്തം വിട്ടിരുന്നു. ഇതാരും പുസ്തകത്തിന് പഠിപ്പിച്ചല്ല, ഒരധ്യാപകരും ക്ലാസ്സിന് പഠിപ്പിച്ചല്ല, ഇത് കുട്ടികൾ പഠിച്ചതാ. ഓര് ജീവിക്കുന്ന ലോകം സംഗതി നമ്മളെ മുമ്പിലാണെങ്കിലും ജിന്നുകളുണ്ട് എന്ന് പറഞ്ഞ പോലെ ഓർക്ക് വേറെ ലോകമുണ്ട് നമ്മുടെ മുമ്പിൽ, നമുക്ക് കാണാത്ത ലോകം, നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ലോകം. ആ ലോകത്ത് അവർ ജീവിക്കുക. ഇപ്പൊ നമ്മളിവിടെ പ്രവാസികളാണ്. ഗൾഫിൽ പോയ ആദ്യ സമയത്ത്, ഞാനൊക്കെ ഗൾഫിൽ ആദ്യം പോയ സമയത്ത് എന്റെ മുമ്പിൽ കാര്യങ്ങൾ പറയുമ്പോൾ എനിക്കറിയാം എന്താണെന്ന്. പക്ഷെ അത് ഈ അറബികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഇവിടുത്തെ ഭാഷയല്ല. എന്നാ ബംഗാളികൾക്കല്ല, ബംഗാളികൾ മുറി അറബിയൊക്കെ പറയുന്ന. അപ്പൊ നമ്മളെ പറ്റി അറബികൾ പറയും മുഹ്മാഫി എനിക്കറിയില്ല. അപ്പൊ നമുക്ക് സങ്കടം തോന്നും, നമുക്ക് അറിയിട്ടില്ല, അത് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ പറ്റുന്നില്ല. നമ്മളവിടെ പ്രവാസിയാണ്. ഇപ്പൊ ജീവിക്കുന്ന ലോകത്തിൽ നമ്മളൊക്കെ 60, 70, 80 വയസ്സായി. നമ്മൾ പറയില്ലേ, ഞാൻ മമ്പളങ്ങാട് 80 കൊല്ലായി ആരോട് ഒരു 14 വയസ്സുകാരോട് ഓൻ ബൈക്കൊടുങ്ങാണ്ട് മുമ്പ് കത്തിച്ചിട്ടുണ്ട്. അപ്പോഴാ പറയുന്നേ, ഓ എത്ര കൊല്ലായിക്കണെങ്കിലും ഇപ്പൊ ഈ ലോകം ഓൻ്റെതാണ്.
നമ്മൾ പ്രവാസിയാണ്. ഇവിടെ ഉണ്ടാകുന്ന കാര്യങ്ങൾ, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കുന്നത് പോലെ, അവരറിയുന്ന പോലെ നമുക്ക് ഒരു കാരണം. ഞാൻ എൻ്റെ കുത്തുബകള്, ഞാൻ വെള്ളിയാഴ്ചത്തെ കുത്തുബകള് യൂട്യൂബിലേക്ക് ചെയ്യണം. അത് പണ്ട് വീഡിയോ ആയിട്ട് ചെയ്യാൻ എളുപ്പമാണ്, നേരം പോകും. പക്ഷെ ഓഡിയോ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ലേശം പണിയാണ്. കുട്ടികൾക്കല്ല ഒരു അപ്ലോഡ്, എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെ പരിപാടി. അപ്പൊ എൻ്റെ മോനെ ചെയ്യേ. അപ്പോൾ ഓൻ 10ാം ക്ലാസ്സിൽ തിരക്കായപ്പോൾ ഓന് ചെയ്യാതെ. അപ്പൊ പലരും എന്നോട് ചോദിച്ചു, എന്താ പുസ്തകങ്ങളെ കുത്തുബ കിട്ടുന്നില്ലല്ലോ ഇപ്പോൾ. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ തിരക്കായി എങ്ങനെ. അപ്പൊ ഞാൻ ഫോനെപ്പോഴും പോയില്ല. അപ്പൊ ഞാൻ തീരുമാനിച്ചു, ഇപ്പൊ ഓനെങ്ങനെ ആശ്രയിക്കണം, നമുക്ക് ചെയ്യാനോ. ഞാൻ ഓനോട് ഒരു കാര്യം എനിക്കൊന്ന് പഠിപ്പിച്ചോളാം, ഞാൻ ചെയ്തോളാം. ഓനൊരു 3-4 വട്ടം എനിക്ക് പറഞ്ഞു. പിന്നെ ഓൻ്റെ ഒച്ച അങ്ങനെ മാറുന്ന എനിക്കത് മനസ്സിലായി. അപ്പൊ ഞാൻ പറഞ്ഞേ, തൽക്കാലമായി നമുക്ക് ഒഴിവുണ്ടാകുമ്പോൾ ചെയ്തോണ്ട് എനിക്ക് ഒഴിവിലേക്കല്ല, എനിക്കത് മനസ്സിലായിട്ടില്ല. പറയുമ്പോൾ ഞാൻ എത്ര കാലം പഠിച്ചു. ഓൻ ഒരു കമ്പ്യൂട്ടർ കോഴ്സ് പോയിട്ടില്ല. ഓൻ +2 പഠിക്കും കോമേഴ്സ്. പക്ഷെ ഓൻ അറിയാം. എവിടുന്ന് അവൻ അറിഞ്ഞാൽ ഓൻ്റെ ലോകത്തുള്ള കാര്യങ്ങൾ അത്ര അറിയാം. നമ്മളോടെ വാപ്പ അമ്മാനൊപ്പം നടക്കുന്നല്ലാതെ നമുക്കറിയില്ല കാര്യങ്ങൾ. എൻ്റെ വാപ്പൻ്റെ അയലോകത്ത്, എൻ്റെ വാപ്പ റേഡിയോ വാർത്ത എല്ലാം കേൾക്കുന്ന ആളായിരുന്നു. അയലോകത്തെ പരിപ്പെട്ട കേൾക്കുക. ഒരു ദിവസം എൻ്റെ ബാപ്പ അയലോകത്ത് വരുമ്പോൾ റേഡിയോ നോക്കി വിളിച്ചു. അന്നൊക്കെ ബാപ്പ റേഡിയോനും കൊണ്ട് വരുന്ന ഇപ്പോഴത്തെ കാലത്ത് ഒരു ബെൻസ് കാർ കൊണ്ടുവന്ന അത്ര സന്തോഷം. ആ മറുപ്പിൻ്റെ റേഡിയോ, ആ കുട്ടിൻ്റെ ഫോട്ടോക്കല്ലേ, അത് കൊണ്ട് വന്നിട്ട് ബാപ്പാടെ വെച്ചിട്ട് ഞങ്ങൾക്ക് മുസ്ലിമാണ്. ഇത് തുറക്കൽ ഇവിടെയാണ്, വോളിയം ഇവിടെ കൂട്ടൽ, ഇതിങ്ങനെ ആൻറ്റിനാണ്, ഇവിടെയാണ് ബാൻഡ് മാറ്റല് എന്നൊക്കെ ബാപ്പ പഠിപ്പിച്ചത്. ഞങ്ങൾ പഠിച്ചു അല്ലേ? ബാപ്പാക്ക് അറിയാം. ഞങ്ങൾ കേൾത്തതൊക്കെ വേണ്ടി ബാപ്പ പഠിപ്പിച്ചത്. ഇന്നിപ്പോൾ നമ്മുടെ പേരിൽ ഓൺലൈനിലോ റേഡിയോ എന്തെങ്കിലും സാധനങ്ങൾ ഓൺലൈനിൽ വെക്കിയാലേ അത് പെട്ടിങ്ങനെ പൊട്ടിച്ച് മക്കളിൽ പെണ്ണുങ്ങൾ പറയും, മനസ്സിലാ അത് പൊട്ടിച്ചാണ് കേൾക്കുന്നത് കേട്ടോ, ഓ സ്കൂൾ വിട്ട് വെച്ചേ, ഓൻ കാണിച്ചു തരും. ഈ ഓനാരാധങ്ങൾ MBS കോളേജിന്റെ പ്രിൻസിപ്പാളൊന്നല്ല, 3ാം ക്ലാസ് പഠിക്കുന്ന പേരക്കുട്ടിയാണ്. ഓൻ വന്നിട്ട് ഓൻ കാണിച്ചു കണ്ടാവട്ടെ, ഓനറിയാം, നമ്മക്കറിയില്ല. നമ്മളെ കുട്ടികൾ പാവം. ഈ അറബിയിലെ ചൊല്ലുണ്ടേ, യത്തീം എന്ന് പറഞ്ഞ സത്യത്തിൽ ബാപ്പ മരിച്ചത് കുട്ടിയാണ്. പ്രായപൂർത്തിയാവാതെ കുട്ടി ബാപ്പ മരിച്ചത്. എന്നാൽ പുതിയ കാലത്തെ യത്തീമാരാങ്ങള് അറിവും അദബും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ആളില്ലാത്ത കുട്ടി. ഓനാ യത്തീമ്. നമ്മളൊക്കെ കുട്ടികൾ യത്തീമാണ്. അവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ ആളില്ല, ഇത് അറിയിച്ചു കൊടുക്കാൻ ആളില്ല, ഓരെ തെറ്റ് തിരുത്തി കൊടുക്കാൻ ആളില്ല. അവരുടെ അപാകതകളും അവരുടെ ജീവിതത്തിലെ ആ കുറവുകളും ഇതാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റില്ല. നമുക്ക് വേഗം ദേഷ്യം വരും, വേഗം ഒഴിവാക്കും, വേഗം ചീത്തറിയും. അതിനപ്പുറത്തേക്ക് അവരെ മനസ്സിലാക്കാൻ പലപ്പോഴും നമുക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് കലങ്ങി തെളിയേണ്ടതുണ്ട്. എല്ലായിടത്തും ഇടക്കിടക്ക് ഇതുപോലെ നമ്മൾ ഒത്തുചേരേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ദീന് കേൾക്കേണ്ടതുണ്ട്. മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഈഗോ എന്ന് പറഞ്ഞ സാധനമല്ലോ, ഞാനാ വലുത്, ഓൻ്റെ മകനല്ലേ, ഞാൻ ഓൻ്റെ ബാപ്പയല്ലേ എന്നൊക്കെ പറഞ്ഞ് വലിയർത്താരം പറയണ്ട. ബാപ്പാരെക്കാളും മേലേക്കല്ലേ മക്കൾ. എന്തായിരുന്നാലും ബാപ്പ ബാപ്പയായിട്ടും ഉമ്മയായിട്ടും മക്കളായിട്ടും ജീവിക്കുന്ന മനോഹരമായ വീടുകൾ നമുക്കുണ്ടാവട്ടെ. കുടുംബങ്ങൾ ഭദ്രമാവട്ടെ, ബന്ധങ്ങൾ ചേർത്തു പിടിക്കട്ടെ. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വാലിഹായ കുടുംബങ്ങളായി ജീവിക്കാൻ, നാളെ ജന്നാത്തുൽ ഫിർദൗസിലും കുടുംബത്തോടൊപ്പം ഒരുമിച്ച് ചേരാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും അവസരം നൽകുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ലോകത്തിലെ ജീവിതമല്ല കേട്ടോ. നാളെ സ്വർഗത്തിൽ നമ്മുടെ മക്കളുടെ കൂടെ നമ്മളിങ്ങനെ ഉണ്ണി ബാപ്പി 3 മക്കളും ജീവിക്കണ വീട്, അമ്പാട്ടങ്ങാടിയിലാണ് പാർക്കണേ, വലിയ ബിൽഡിങ്ങും സൗകര്യമൊക്കെ ഉണ്ട്. ഉണ്ണി ബാപ്പി 3 മക്കളുണ്ട്. നമ്മൾ നാളെ റബ്ബിന്റെ സ്വർഗത്തിലെത്തുമ്പോ ഉണ്ണി ബാപ്പി ഒരു കുട്ടിയുള്ളൂ, 2 കുട്ടികളെ കാണാനല്ല. എവിടെയാണ്? ഒരു അമേരിക്കയിൽ പോയിക്കല്ല, അപ്പുറത്ത് കിടന്ന് കത്തലുണ്ടാവും നരകത്തിൽ, ചിരട്ട കത്തുന്നത് പോലെ. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാളും നരകത്തിലേക്ക് വീണു പോകരുത് എന്ന നീയത്തോടെ കുടുംബത്തോടൊപ്പം നമ്മളെ മരണപ്പെട്ടു പോയ വല്യമ്മയൊന്നും നമ്മളെ കുട്ടികളെ കണ്ടിട്ടില്ല. എന്നാൽ നാളെ സ്വർഗത്തിൽ അവർ സ്വർഗത്തിലാണെങ്കിൽ നമ്മളെ പേരക്കുട്ടികളൊക്കെ ആയിട്ട് ഓരോ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ എന്തേക്കാറ് സന്തോഷമല്ലേ? ആ സന്തോഷത്തോടു കൂടി സ്വർഗത്തിൽ ജീവിക്കുന്ന സ്വാലിഹായ കുടുംബങ്ങളാവാൻ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ വിധത്തിലുള്ള ഛിദ്രതകളിൽ നിന്നും അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കുന്ന മക്കളാവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും അവസരം നൽകുമാറാവട്ടെ. നമ്മുടെ കുട്ടികളൊക്കെ ജീവിക്കുന്നത് അപകടകരമായ സാഹചര്യങ്ങളിലാണ്. അള്ളാഹു നല്ല സ്വാലിഹായ മക്കളായി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമുക്ക് താങ്ങാവുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളോട് കരുണ കാണിക്കുന്ന നല്ല മക്കളായി നമ്മുടെ മക്കളെ അള്ളാഹു വളർത്തി വലുതാക്കി തരുമാറാവട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, കഠിനമായ പ്രയാസങ്ങളിൽ നിന്ന്, വേദനകളിൽ നിന്ന് അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ ഒരു സഹോദരൻ വലിയ ഒരു രോഗത്തെക്കുറിച്ച് സങ്കടം പറഞ്ഞു, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. അള്ളാഹു അദ്ദേഹത്തിന് ശിഫ നൽകുമാറാവട്ടെ. അദ്ദേഹം അനുഭവിക്കുന്ന വേദനയിൽ നിന്ന് അള്ളാഹു
അദ്ദേഹത്തിന് മോചനം നൽകുമാറാവട്ടെ. ചികിത്സയും അനുബന്ധമായ കാര്യങ്ങളും അള്ളാഹു താല എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ. ആരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്താൻ അള്ളാഹു അവസരം നൽകുമാറാവട്ടെ. വലിയ വേദനകളിൽ നിന്നും വലിയ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന നമ്മുടെ ഈ കൂട്ടത്തിലും വീടുകളിലും ആശുപത്രികളിലുമൊക്കെയുള്ള എല്ലാ സഹോദരി സഹോദരന്മാർക്കും അള്ളാഹു ആശ്വാസം നൽകുമാറാവട്ടെ. തകർന്നു പോകുന്ന സാമ്പത്തികമായ തകർച്ചകളിൽ നിന്ന്, കടബാധ്യതകളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. തൗബ ചെയ്യാൻ പോലും സമയം കിട്ടാത്ത പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എവിടെ വെച്ച് എപ്പോ എങ്ങനെ മരിച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ അള്ളാഹു നമുക്ക് അവസരം നൽകുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിർ الذنوب. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على محمد وعلى آله وصحبه أجمعين. الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.